നമസ്കാരം. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റ് സല്ലാപത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം സല്ലപിക്കാനിരിക്കുന്ന ആരാന്നറിയോ? ഒരു കാലത്ത് എന്താ പറയാ, ഈ ഒരു മുഖം കാണുമ്പോൾ അല്ലെങ്കിൽ ഇവരഭിനയിച്ച സീരിയൽ എന്നൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാരൊക്കെ ഓടി വരും. അത് ജ്വാലയായി ഇതാ തുടങ്ങാൻ പോണോ എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും ആ സീരിയലിന് വേണ്ടി കാത്തിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ആ സീരിയല് സോഫിയനെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വളരെ ഇഷ്ടത്തോടെ ഒരുപാട് എല്ലാവരും നമ്മുടെ കുട്ടി എന്ന് പറഞ്ഞ എല്ലാവരും കൂടെ പിടിച്ചു വെച്ചിരുന്ന സംഗീത മോഹനാണ് ഇന്ന് എന്നോടൊപ്പം. ഹായ് ചേച്ചി. ഹായ്, നമസ്തേ. താങ്ക് യു സോ മച്ച്. ഇത്രയും വാം ആൻഡ് സ്വീറ്റ് ഒരു വെൽക്കം ഞാൻ ഈ അടുത്ത കാലത്തെങ്കിലും കേട്ടിട്ടില്ല. അയ്യോ, സോ സ്വീറ്റ് ഓഫ് യു. അതല്ല ചേച്ചി, ഞാൻ പറഞ്ഞ വാസ്തവമാണ്. കാരണം ഇന്നും സംഗീത മോഹനാണ് എന്റെ ഗസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്ക് ജ്വാലയായില്ലേ? എന്നോട് ഇന്ന് ആൾക്കാർ ചോദിച്ചു ഞാനത് പറഞ്ഞപ്പോ. അതിനു മുമ്പേയും എപ്പോഴും അതെ ചേച്ചി എന്ന് പറയുമ്പോഴത്തേക്ക്, കാരണം ജ്വാലയായി ഇന്നിപ്പോ ഒരുപാട് സീരിയൽസ് നമുക്ക് പറയുമ്പോ ഉണ്ട് അല്ലെ. അപ്പം ഒരുപാട് നല്ല ഹിറ്റ് സീരിയൽസും ഉണ്ട് ഇന്നിപ്പോ. എന്നാലും അന്നത്തെ സീരിയൽ തന്നിരുന്ന ഒരു കോളിളക്കം എന്നൊക്കെ പറഞ്ഞാൽ അന്ന് വളരെ ചുരുക്കം സീരിയലുകളല്ലേ ഉള്ളൂ. അതും ദൂരദർശനിലൊക്കെ ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ ആ സീരിയലിന് വേണ്ടിയിട്ട് എല്ലാവരും സ്ത്രീകൾ പ്രത്യേകിച്ചും വിളിക്കുക. പലരും എന്നെ സോഫിന്ന് വിളിക്കുന്ന സിറ്റുവേഷൻ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അറിയാതെ സോഫിന്ന് ഒരു വിളി, ആരെങ്കിലും വിളി കേട്ടാൽ അറിയാതെ ചേച്ചി തിരികെ നോക്കും. ഉറപ്പായിട്ടും സോഫിന്ന് ആരെ വിളിക്കുന്ന കേട്ടാലും ഞാൻ നോക്കുന്ന സിറ്റുവേഷൻ എനിക്കും ഉണ്ട്. സത്യം അത് അന്ന് ചെയ്തിരുന്ന ജ്വാലയായി അല്ലെങ്കിൽ ചന്ദ്രോദയം പോലെയുള്ള പ്രോജക്ട്സ് അത്ര ഇൻവോൾവ്മെന്റ് ഒന്നും എനിക്കിപ്പം എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഈവൻ വർക്ക് ചെയ്യുന്നവർക്കായാലും വ്യൂവേഴ്സിനായാലും. അതെ, അന്ന് വളരെ ചുരുക്കം. ഇത് ഒന്നാമത് ചാനൽസ് അധികം ഇല്ലല്ലോ അന്ന്. അതെ, അതുകൊണ്ട് ഇഷ്ടംപോലെ ചാനലുണ്ട്, ഓപ്ഷൻസ് ഇഷ്ടംപോലെ ഉണ്ട്. എല്ലാം കൂടെ എത്ര 10-35 ടെലിവിഷൻ സീരിയൽസ് ഏറെക്കുറെ ഗിവ് ഓർ ടേക്ക് 1 or 2 നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പം അത്രയും ആയിരിക്കും ഫോക്കസ്. അന്ന് അങ്ങനെയല്ല, ഫോക്കസ്ഡ് ആണ്. കറക്റ്റ്. ദൂരദർശനില് ഈ ഒരു ജ്വാലയ എന്ന് പറയുമ്പോൾ അതിന് കോമ്പറ്റീഷൻ വേറെ അധികം ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് എല്ലാ വ്യൂവേഴ്സും അതാ ചേച്ചി, ടി വി ഇല്ലാത്ത ആൾക്കാര് ഈ സോഫിനെ കാണാൻ വേണ്ടിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിൽ ടി വി ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകും. അത് കുറച്ച് ദൂരം നടന്നിട്ടാണെങ്കിലും ആ വീട്ടിൽ അവര് പോയിരിക്കും, അത്ര ഇഷ്ടത്തോടെ. ശരിക്കും അപ്പം ചേച്ചിക്ക് ഇത്രയും അപ്പൊ നമുക്ക് ഇന്ന് അതിൽ തന്നെ തുടങ്ങാം. നമ്മുടെ പ്രിയപ്പെട്ട ആ സോഫി, എല്ലാരും ഇന്ന് വിളിക്കുന്നത് അത് തന്നെയാണല്ലോ. ആ സോഫി ഇത്ര നാളും എവിടെയായിരുന്നു, ഇപ്പൊ എന്ത് ചെയ്യുന്നു? നമുക്ക് ഇപ്പത്തെ വിശേഷത്തിൽ തന്നെ തുടങ്ങാം. ഓക്കെ, വെൽ ഞാന് എനിക്ക് തോന്നുന്നു 13 വർഷം മുമ്പ് വെച്ച് ആക്ടിങ് ഞാൻ നിർത്തി. എനിക്ക് തോന്നുന്നു 2011 എന്തോ നിർത്തി. അല്ല, 13 എന്ന് തോന്നുന്നു, 12-13 വരെയൊക്കെ ഞാൻ വർക്ക് ചെയ്തു. ക്ലിയർ അല്ല, ഓൾമോസ്റ്റ് ആ ഏജ്. അവിടെയൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ആക്ടിങ് മതിയാക്കിയിരുന്നു. ബിക്കോസ് കുറച്ച് സ്റ്റാഗ്നന്റ് ആവണ പോലെ തോന്നി. എന്നുവെച്ചാൽ നമ്മൾ ചെയ്ത് തന്നെ ഇങ്ങനെ റുട്ടീനായിട്ട് പിന്നെയും ചെയ്തോണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു. പ്ലസ് എനിക്ക് എഴുതാൻ ഇഷ്ടമുണ്ടായിരുന്നു. അപ്പം എനിക്ക് എപ്പോഴും തോന്നും, ഈ പല സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എഴുതിയ വരികൾ ഞാൻ അഭിനയിക്കുകയും പറയുകയും ചെയ്യുമ്പോഴൊക്കെ എനിക്ക് തോന്നും, ഇതെനിക്കും ചെയ്യാൻ പറ്റുമായിരിക്കുമോ എന്നൊരു ക്വസ്റ്റ്യൻ എൻ്റെ ഉള്ളിലുണ്ട്. അപ്പം ആ ത്രൂ ഔട്ട് ദിസ് എക്സ്പീരിയൻസ് എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ഐ തോട്ട്, ശരി, അങ്ങനെ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കേണ്ട, ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു എഴുതി നോക്കാം എന്ന് വിചാരിച്ചിട്ട് എഴുതി തുടങ്ങി. അങ്ങനെയാണ് ഐ ടേൺഡ് ഇൻ ടു റൈറ്റിംഗ്. പക്ഷെ അതിനു മുമ്പ് ചെറുപ്പത്തിൽ കവിത എഴുതുന്ന ശീലങ്ങളൊന്നും ഇല്ല? അതുണ്ട്, ഞാൻ കവിതകൾ എഴുതാറുണ്ട്. അത് ഞാൻ ഫേസ്ബുക്കിൽ പബ്ലിഷ് ചെയ്യാറുണ്ട്. പക്ഷെ ഇത് ടെലിവിഷൻ സ്ക്രിപ്റ്റിംഗ്, ഇറ്റ്സ് എൻറ്റയർലി എ ഡിഫറെന്റ് ക്രാഫ്റ്റ്. അപ്പൊ ഞാൻ അത് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ട്രൈ ചെയ്തിട്ട് ഒരു സ്ക്രിപ്റ്റ് സെറ്റ് ചെയ്തു. എന്നിട്ട് ആ സ്ക്രിപ്റ്റും കൊണ്ട് ഞാൻ എല്ലാ ചാനലിലും കയറി ഇറങ്ങി. ആരും അപ്രൂവ് ചെയ്തില്ല. എനിക്കറിയാം, എല്ലാരും റിജക്ട് ചെയ്തു. യെസ്, ഒരാളും വായിച്ചു നോക്കാണ്ട് റിജക്ട് ചെയ്തു എന്നുള്ളതാണ് ഫൈനലി. എന്നിട്ട് ഒരു പെർട്ടിക്കുലർ നമ്മുടെ ഒരു പ്രമുഖ ചാനലിൽ ഞാൻ ചെന്ന് കയറിയപ്പോൾ ആ ചാനലിൽ അന്ന് ഉണ്ടായിരുന്ന ഈ ഫിക്ഷൻ നോക്കുന്ന ഹെഡ് ആയ ഒരാള്, പേര് ഞാൻ പറയില്ല കേട്ടോ, പുള്ളിക്കാരൻ പറഞ്ഞ കമന്റാണ്, ഞാൻ ഇറങ്ങി കഴിഞ്ഞിട്ട് പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞ കമന്റാണ് എനിക്ക് ഏറ്റവും ഹേർട്ട് ചെയ്തത്. ഒരു പക്ഷേ ഇപ്പൊ ഏറ്റവും ചിരി വരുന്നതും, അവരൊരു ആക്ട്രസ് അല്ലേ, അവർക്ക് അഭിനയിച്ചാ പോരെ. ദാറ്റ് വാസ് ദ എക്സാക്ട് സെന്റൻസ്. അവരൊരു ആക്ട്രസ് അല്ലേ, അവർക്ക് അഭിനയിച്ചാൽ പോരെ, വൈ ഈസ് ഷീ ഡൂയിങ് ദിസ് എന്നുള്ളതാണ്. അപ്പോൾ അപ്പോഴൊക്കെയും ഞാൻ മനസ്സ് കൈവിട്ടില്ല. ഈ സ്ക്രിപ്റ്റും കൊണ്ടൊരു 3-4 വർഷം നടന്നു. പക്ഷെ ഫൈനലി ഞാനിത് മനോരമയിൽ കൊടുത്തു എന്ന് വെച്ചാൽ എൻ്റെ സർവ്വ ഹോപ്സും അപ്പോഴത്തേക്കും ഏകദേശം എരിഞ്ഞു തീരാറായ അവസ്ഥയിലാണ്. ഞാനിത് മനോരമയ്ക്ക് സബ്മിറ്റ് ചെയ്തിട്ട്, മഴവിൽ മനോരമയ്ക്ക് സബ്മിറ്റ് ചെയ്തിട്ട് ഐ ജസ്റ്റ് സെഡ്
ഇത് വായിച്ചു നോക്കുക, മെറിറ്റ് വൈസ് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് റിവേർട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരുന്നു. അങ്ങനെ ഇരിക്കെ എനിക്ക് അപ്രതീക്ഷിതമായിട്ട് തന്നെ അബൌട്ട് എ ഫ്യൂ മന്ത്സ് ഒരു കോൾ വരുന്നു. കോൾ വന്നിട്ട് അന്നത്തെ മനോരമയുടെ ഫിക്ഷൻ ഹെഡായ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഹി സെഡ് ഓക്കെ മെറിറ്റ് വൈസ് ദിസ് ഇസ് ഗുഡ്, ലെറ്റ്സ് ഗോ അഹെഡ് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തന്നെ ചാനലിൽ നിന്ന് ഒരു പ്രൊഡ്യൂസറിനെയും ഒരു ഡയറക്ടറിനെയും കണക്ട് ചെയ്തു. അങ്ങനെയാണ് ആത്മസഖി എന്ന് പറയുന്ന എൻ്റെ മനോരമയിലെ ഡെബ്യൂ പ്രോജക്റ്റ് എയറിൽ വരുന്നത്. പക്ഷെ ആ ഒരു കോൾ വരുമെന്ന് മനസ്സുകൊണ്ട് പ്രതീക്ഷിക്കെങ്കിലും ചെയ്തിരുന്നു? ഇല്ല, കാരണം എൻ്റെ മനസ്സ് അത്രത്തോളം മടുത്തു കഴിഞ്ഞിരുന്നു, അത്രത്തോളം. അപ്പൊ ഒരു പ്രതീക്ഷ ഇല്ലാണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ആത്മസഖി ഞങ്ങൾ എടുക്കുകയാണ് എന്ന് പറഞ്ഞ മനോരമയിൽ ഒരു ഫോൺ. അതെ അതെ. അപ്പൊ ഏകദേശം ചേച്ചി കൊടുത്തിട്ട് എത്ര നാളെടുത്തു അവര് തിരിച്ച് റിവേർട്ട് ചെയ്യാൻ? ഫ്യൂ മന്ത്സ്, മേ ബി ഒരു 3-4 മാസമൊക്കെ എടുത്തിട്ട്. 4 മാസം. അപ്പത്തേക്ക് തന്നെ നമ്മള് അവരും റിജക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം അന്നേരമൊക്കെ ചേച്ചിയുടെ മനസ്സിൽ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിന്നത് എന്തുകൊണ്ടാണ് ആൾക്കാർ എന്റെ കഥ കേൾക്കാൻ പോലും കൂട്ടാക്കണില്ല, ഇവരത് ഗോത്ര പോലും ചെയ്യുന്നില്ല? സോ വൈ എന്നുള്ളത് ചേച്ചി കുറെ ചോദിച്ചിട്ടുണ്ടാവില്ലേ? അതിന്റെ ഉത്തരവ് എനിക്കുണ്ടായിരുന്നു. കാരണം ബേസിക്കലി നമ്മൾ എന്തൊക്കെ പുരോഗമനവാദം പറഞ്ഞാലും ദിസ് ഈസ് എ മെയിൽ സെൻട്രിക് ഇൻഡസ്ട്രി. ഇപ്പോഴും അറ്റ്ലീസ്റ്റ് സിനിമ കുറച്ച് മാറി വരുന്നുണ്ടാവും ഇപ്പോ, താങ്ക്ഫുള്ളി, ഫോർച്ചുനേറ്റ്ലി. ടെലിവിഷൻ സീരിയൽ എന്ന് പറയുന്നത് ഇപ്പോഴും ഇറ്റ് ഈസ് എ മെയിൽ സെൻട്രിക് ഇൻഡസ്ട്രി. അവിടെ ഒരു ബോയ്സ് ക്ലബ് റണ്ണിങ് ഉണ്ട് സ്റ്റിൽ. വളരെ ചുരുക്കം. ചേച്ചി അല്ലാണ്ട് എത്ര പേരുണ്ടാവും ലേഡി സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് സീരിയലില് അല്ലേ? ആക്ച്വലി ദർ ഇസ് നോബഡി എൽസ് ഹു ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് അല്ലെങ്കിൽ proven with ഒരു ഫുൾ പ്രോജക്റ്റ് പറയുന്ന രീതി ആരും തന്നെ ഉണ്ടാവില്ല. ഒരു സംഗീത മോഹൻ മാത്രമുണ്ട്. അപ്പോ അവിടെ അത് ചേച്ചിക്ക് ഒരുപാട് ആ ഒരു എനിക്ക് മനസ്സിലാക്കാവുന്ന ആ ഒരു കോമ്പറ്റീഷൻ. അറ്റ്ലീസ്റ്റ് ഐ വാസ് ദ ഫസ്റ്റ് വൺ, അതെനിക്ക് പറയാം. പ്രൗഡ്ലി യു ക്യാൻ സേ. എന്നിട്ട് ചേച്ചി ഈ തിരസ്കരിച്ച റിജക്ട് ചെയ്ത ആ ഒരു പ്രമുഖ ചാനൽ ചേച്ചിയുടെ ഈ ആത്മസഖി ഹിറ്റായി കണ്ടു കഴിഞ്ഞപ്പോൾ അവര് വീണ്ടും വിളിച്ചു. ചാനൽ വിളിച്ചു, പക്ഷെ എന്നെ റിജക്ട് ചെയ്തത് ഒരിക്കലും ചാനൽ ആയിരുന്നില്ല. It was that particular person who handled that chair. ആ ചെയർ ഹാൻഡിൽ ചെയ്ത ഒരാളുടെ മാത്രം ഒരു ഡിസിഷൻ ആയിരുന്നു അത്. ഭയങ്കര റിഗ്രസീവ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു അത്. പക്ഷെ പുള്ളി ലേറ്റർ ഓൺ ഹി മൂവ്ഡ് ഓൺ. ആ ചെയർന്ന് മാറി വേറെ ആളുകളൊക്കെ വന്നു. അതിനുശേഷമാണ് അപ്പൊ വീണ്ടും വിളിക്കുന്നത്. അതിനുശേഷം ആത്മസഖി ഒരുവിധം എസ്റ്റാബ്ലിഷ്ഡ് ആയി, നല്ല പ്രോജക്റ്റ് ആയിരുന്നു. ഇറ്റ് മെയ്ഡ് എ ഗുഡ് നെയിം. അത് അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ നന്നായിട്ട് TRP ഉണ്ടായിരുന്ന ഒരു പ്രോജക്റ്റ് ആണ്. അപ്പം അതിന്റെ ഒരു ഗുണം എനിക്ക് കിട്ടി. ദാറ്റ് ഗോട്ട് മീ എസ്റ്റാബ്ലിഷ്ഡ് ആസ് എ റൈറ്റർ. അതിലാണ് അവന്തിക അല്ലേ? അതിനകത്തെ ക്യാരക്ടർ ആയിരുന്നു അവന്തിക. അവന്തികയുടെ മലയാളത്തിലേക്കുള്ള എൻട്രി വാസ് ഇൻ ആത്മസഖി. അവന്തിക ഉണ്ടാക്കിയ അവന്തിക അന്ന് ഈ പറയുന്ന ഇപ്പത്തെ പോലെ ഇങ്ങനെ ഒരു ഫാൻ ഫോളോവേഴ്സ് അങ്ങനത്തെ ഒരു ഇതൊന്നും അല്ലേ പോലും അവന്തികനെ ഇഷ്ടപ്പെടുന്ന, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അങ്ങനത്തെ ഒരു ഫാൻ ഫോളോവേഴ്സ് ഇല്ല എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഒരുപാട് ഫാൻ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. അവന്തികനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു അല്ലെ? ആ ഒരു ചാമും റേജന്റെയും ഡെബ്യൂ പ്രോജക്റ്റ് ആയിരുന്നു. അതെ. അപ്പൊ അവരുടെ ആ ഒരു ക്യൂട്ട്നെസ്സോ ചാമോ ബ്യൂട്ടിയോ ഇതൊക്കെയും പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സിനും ഒക്കെ ഭയങ്കര അധികം ഇഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് ചേച്ചിക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, ഈ വർഷത്തെ നമ്മുടെ സീസൺ 7 ബിഗ് ബോസ് ഇല്ലേ, അതിനകത്ത് അവന്തിക ഉണ്ടാവുമെന്ന് പലരും പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ പറഞ്ഞൊരു പേരാണ്. പലരും പ്രതീക്ഷയോടെ കാത്തിരുന്ന. എന്നിട്ട് അവന്തികനെ കാണാത്തതിൽ കുറെ പേർക്ക് എന്നിട്ട് സങ്കടം എല്ലാവരും അവരുടെ അതൊക്കെ ഇങ്ങനെ അറിയിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവന്തിക അത്രയും ഹൈലൈറ്റ് ചെയ്ത ആ ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നിട്ട് സീരിയലിന്റെ ആ ക്ലൈമാക്സ് സീൻ ആയപ്പോഴത്തേക്ക് അവന്തികയ്ക്ക് വേണ്ടി ഡബ് ചെയ്ത ആളാണ് പിന്നീട് അതിലേക്ക് വരുന്നത്. അതെ അല്ലേ? ചേച്ചിക്ക് ഓർമ്മയുണ്ടല്ലോ അന്ന് നിങ്ങൾ കുറെ കേൾക്കേണ്ടിയും വന്നു പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് കുറെ എന്താ പറയാ പരാതികൾ, പരിഭവങ്ങൾ ഒക്കെ നിങ്ങൾ കേട്ടു. എന്തിനാണ് ഇതിന്റെ കാരണം അവന്തിക ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു ഇമ്പാക്ട്, അവന്തികനെ കണ്ടുകൊണ്ടിരുന്നിട്ട് അവന്തികയ്ക്ക് ശബ്ദം കൊടുത്തിരുന്ന ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ കാണുമ്പത്തെ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസിലുള്ള രണ്ടുപേരും തമ്മിലുള്ള ഡിഫറൻസ് അത് തന്നെയായിരുന്നു പ്രേക്ഷകർക്ക് അത് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. ക്ലൈമാക്സ് സീൻ ആയതുകൊണ്ട് നിങ്ങൾ അത് പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ചെയ്തു. പക്ഷെ ചേച്ചിക്ക് അന്നത്തെ ആ ഇൻസിഡന്റ് ഒക്കെ ഓർമ്മയില്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ പലപ്പോഴും ഒരു പ്രോജക്റ്റ് നന്നായി മുന്നോട്ട് പോയി കഴിയുമ്പോൾ അതിനകത്തെ എല്ലാവരും അതിനോട് ഒരുപോലെ സഹകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം പ്രോബ്ലംസ് വരും. അതായത് ഒരു കൂട്ടായ്മയാണ്, ഈ ഒരു കൂട്ടായ്മ കൊണ്ട് ഇതിന്റെ റിസൾട്ട് നന്നാവണം എന്നുള്ളൊരു ബോധത്തോടെ, ആ ഒരു ലക്ഷ്യബോധത്തോടെ പോയില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്തെ പേഴ്സണൽ ഈഗോസ് വലുതാവുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഇൻകൺവീനിയൻസ് വരുമ്പോൾ നമുക്ക് വേറൊരു വഴിയില്ലാതെ വരും. ഞാൻ മനോരമയിൽ ചെയ്ത രണ്ടാമത്തെ പ്രോജക്റ്റ് ആയിരുന്നു തുമ്പപ്പൂ. തുമ്പപ്പൂവിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. പക്ഷെ അത് വേറെ പ്രോബ്ലം ഒന്നും അല്ല. നായിക ഗോട്ട് പ്രഗ്നന്റ്, ഗോട്ട് മാരീഡ് ആൻഡ് ഗോട്ട് പ്രഗ്നന്റ്. അപ്പം നമുക്ക് വേറെ ചോയ്സ് ഇല്ലാണ്ടായി. അവര് ഷീ വാസ് റെഡി ടു വർക്ക് ടിൽ അബൌട്ട് 3-4 months. പക്ഷെ എന്നാലും ഷീ വാസ് ഗെറ്റിംഗ് സിക്ക്. അപ്പൊ നമുക്ക് അവരെ വെച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല.
വയ്യാതെ വരുന്നു. ഓക്കെ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് വന്നപ്പോൾ നമുക്ക് വേറെ വഴിയില്ലാണ്ട് പകുതിക്ക് വെച്ച് വി ഹാവ് ടു ചേഞ്ച് ദ ഹീറോയിൻ. ഓക്കെ സി അതപ്പോ പകുതിക്ക് വെച്ച് ചേഞ്ച് ചെയ്യാണ്. മറ്റേത് ആത്മസഖിയിൽ അറ്റ്ലീസ്റ്റ് ആ ക്ലൈമാക്സ് സീൻ ആയപ്പോ കുറച്ച് സീനുകളിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് വന്നിട്ടുള്ളൂ. എന്നാലും നിങ്ങൾ കുറെ പരാതികൾ കേട്ടപ്പോ ഇതിന്റെ ഈ പകുതിക്ക് വെച്ച് ചേഞ്ച് ചെയ്തപ്പോ നിങ്ങൾ എത്ര അധികം പരാതികൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അത് ശരിക്കും ഒരു റൈറ്റർക്കായിക്കോട്ടെ, സീരിയലുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ബാക്കി ഡയറക്ടർ, അതിന്റെ പ്രൊഡക്ഷൻ സൈഡ്, ഇവരൊക്കെ ശരിക്കും വല്ലാത്തൊരു ഫേസിലൂടെ അല്ലേ അപ്പൊ പോയിട്ടുണ്ടാവുക. കാരണം ഇത് വീണ്ടും പബ്ലിക്കിലേക്ക് ഇത് എത്തിക്കണം. അത് നിങ്ങൾക്ക് ഒരു ചാലഞ്ചിങ് ആയിരുന്നു. ആക്ച്വലി ചാലഞ്ചിങ് ആണ്. ഒരു ക്യാരക്ടർ ചെയ്തിരുന്ന ആർട്ടിസ്റ്റിന്റെ എസ്റ്റാബ്ലിഷ്ഡ് ഫേസ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ മാറിയിട്ട് പുതിയൊരാളെ ആ ഫേസ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി ചാലഞ്ചിങ് ആണ് നമുക്ക്. എന്നാലും വി ആർ ലെഫ്റ്റ് വിത്ത് നോ ചോയ്സ്. ഇപ്പൊ അത് കുറച്ചുകൂടെ കോമൺ ആയിട്ടുണ്ട്. പല സീരിയലിലും നമ്മൾ കാണുന്ന ഫേസ് അല്ലല്ലോ അടുത്ത ദിവസം കാണാം. ഈ ആർട്ടിസ്റ്റ് ചേഞ്ച് എന്ന് പറയുന്നത് കുറച്ചുകൂടെ കോമൺ നൗ ഡേയ്സ്. പക്ഷെ വേറൊരു കാര്യമുള്ളത്, പ്രേക്ഷകർ കുറച്ചുകൂടെ കോണ്ടന്റിൽ ഇമ്മേഴ്സ്ഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കണം. കാരണം ഒരു എപ്പിസോഡിൽ അല്ലെങ്കിൽ 2 എപ്പിസോഡിൽ ചിലപ്പോൾ അവർക്ക് ഈ മാറിയ ഫേസ് കാണുമ്പം അയ്യോ ദിസ് ഇസ് നോട്ട് വാട്ട് വി വാണ്ടഡ് ടു വാച്ച്, ഇത് എന്തോ ഒരു ഇൻകോൺഗ്രുവൻസി ഉണ്ട് എന്ന് തോന്നും. പക്ഷെ 3rd 4th എപ്പിസോഡ്സ് കഴിയും തോറും അവരത് രജിസ്റ്റേർഡ് ആണ്. ദേ ടേക്ക് ഇറ്റ്. ദാറ്റ് ഷോസ് us that it's not the artist or the face. Majorly it's the content, the story which hooks the audience and that character too. And the character. പിന്നെ നമ്മൾ ഈ ക്യാരക്ടറൈസേഷൻസ് ഉണ്ടാക്കുമല്ലോ, അതാണ് ആളുകൾക്ക് ഗ്രിപ്പിംഗ് ആവുന്നത്. ഇറ്റ്സ് നോട്ട് ആക്ച്വലി not fully about Avantika or Rajan or Nandita or Satyajit. അതായിരുന്നു അവരുടെ ക്യാരക്ടർ നെയിംസ്. അവർക്കിടയിലുള്ള ഒരു കോംബോ, ഒരു ഗിവ് ആൻഡ് ടേക്ക്, ഒരു കെമിസ്ട്രി, അത് നമ്മൾ എങ്ങനെ ചെയ്യണമെന്നുള്ളത് വെച്ചിട്ടാണ് ആളുകളെ ഹുക്ക് ചെയ്യുക. അതിൽ തന്നെ ഒരു എൽഡോലി റൊമാൻസും ഉണ്ടായിരുന്നു, വിച്ച് വാസ് ബീന ആന്റണി മനോജും ചെയ്ത 2 ക്യാരക്ടേഴ്സിന്റെ അവരുടെ ഒരു റാപ്പോ, അവരുടെ കെമിസ്ട്രി, ദാറ്റ് വാസ് ഓൾസോ ഡിഫറെന്റ്. അപ്പം ഈ 2 കാറ്റഗറീസിൽ 2 ഏജ് കാറ്റഗറീസിലുള്ള ആളുകളെ ഗ്രിപ്പ് ചെയ്യുന്ന രീതിയിലായിരുന്നു നമ്മൾ ആ ക്യാരക്ടറൈസേഷൻസിന്റെ കെമിസ്ട്രി ഡെവലപ്പ് ചെയ്തിരുന്നത്. അപ്പൊ അത് തന്നെയാണ് തമിഴിൽ നിന്നാണെങ്കിലും ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരിക, എന്നിട്ട് ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഇത് വരുമ്പോൾ ഇപ്പൊ നമുക്ക് കാണാം സീരിയലിൽ ഒന്നെങ്കിൽ മരിച്ചു എന്ന് പറഞ്ഞ് കാണിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രാവൽ ചെയ്തു എന്ന് പറഞ്ഞ് കാണിക്കും. ഇറ്റ്സ് മോർ ഈസി. ഇപ്പൊ അതൊരു ഇപ്പൊ ആൾക്കാരും അങ്ങ് സെറ്റ് ആയി, അതിലേക്ക് അഡാപ്റ്റഡ് ആയി അല്ലേ സീരിയലില്. ഓക്കെ ഇതിപ്പോ അവര് തമ്മിൽ എന്തോ പ്രശ്നമായി പോയി, അടുത്ത ആളെ കൊണ്ടുവന്നു. ഓക്കെ അവര് കഥ കാണാൻ വേണ്ടിട്ട് അവർ ഈ സ്റ്റോറിയാണ് മെയിൻ എന്നുള്ളതാണ് ഞാൻ അതിൽ നിന്ന് പഠിക്കണത്. ഞാൻ അതിൽ നിന്ന് എടുക്കുന്ന എന്റെ ഇൻടേക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസിക്കലി അബൌട്ട് ദ കോണ്ടന്റ്. കോണ്ടന്റ് നല്ലതാണോ, പ്രേക്ഷകർ ബാക്കി എല്ലാം സഹിക്കും, എല്ലാം ക്ഷമിക്കും. പക്ഷെ യു ഹാവ് ടു ഗിവ് ദം ഗുഡ് കോണ്ടന്റ്. ഓക്കെ അത്ര നല്ല കോണ്ടന്റ് ഇപ്പൊ സീ ടിവിക്ക് കൊടുത്തോണ്ടിരിക്കുന്ന സീ ടിവിയിലെ കോണ്ടന്റ് മാനേജർ ആണ് ഇപ്പൊ ചേച്ചി. എത്ര നാളെ സീയുടെ കൂടെ? എന്നൊന്നും പറയാൻ പറ്റില്ല. ആക്ച്വലി നമ്മുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടെന്നേ ഉള്ളൂ. സീയുടെ എല്ലാ പ്രോജക്ട്സും മിക്കവാറും നല്ല സ്റ്റോറീസ് എടുത്തിട്ട് റീമേക്സ് ആയിരിക്കും ചെയ്യുക. നല്ലപോലെ മലയാളത്തിലേക്ക് അഡാപ്റ്റ് ചെയ്തിട്ട് നല്ല റീജിയണലി റൂട്ട് ചെയ്തിട്ട് ആയിരിക്കും ചെയ്യുക. പിന്നെ വി ആർ ഔട്ട്സോഴ്സിങ് ഇറ്റ് ടു റൈറ്റേഴ്സ് ഓൾസോ. പക്ഷെ നമ്മുടെ സീന്റെ ഒരു ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ നന്നായിട്ടുണ്ടാവും അതില്. ഓക്കെ അപ്പൊ ഇപ്പൊ സീൽ ഇപ്പൊ എത്ര നാളെ ചേച്ചി അസോസിയേറ്റ്? ഞാൻ സീ സ്റ്റാഫ് ആയിട്ട് ഇപ്പോ 2.5 വർഷം ഏകദേശം കഴിയണോ. അപ്പൊ ഇപ്പം എഴുത്തും പരിപാടികളും സ്ക്രിപ്റ്റിംഗും ഫോർ സീ, അതായത് നമ്മുടെ പ്രോജക്ട്സിനകത്തുള്ള എഴുത്തുകളും കോൺട്രിബ്യൂഷൻസും മാത്രമേ പുറത്തേക്കില്ല. ഇല്ല. ഓക്കെ ഇനി നമുക്ക് ജ്വാലയിൽ നിന്ന് തുടങ്ങാം. അതിനും മുമ്പേ ചേച്ചി സീരിയൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു സീരിയൽ ഉണ്ടാക്കി തന്ന ഒരു ഇമ്പാക്ട്, ആ ഒരു ജേർണിനെ കുറിച്ച് നമുക്ക് പറയാൻ ചേച്ചി. ആ സോഫി ചേച്ചിയുടെ ഹൃദയത്തോട് ഇന്നും ചേർന്നിരിക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് അല്ലെ? അതിലെ ചേച്ചിയും മൂന്തൻ ചേട്ടനൊക്കെ ആയിട്ടുള്ള നിങ്ങളുടെ ആ ഒരു കോമ്പിനേഷൻ ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു. ആ ഒരു അതിനകത്തെ കുറിച്ച് നല്ല ഓർമ്മകൾ ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യൂ. നെടുമുടി വേണുചേട്ടൻ ഉണ്ടായിരുന്നില്ലേ ആ സീരിയലില് അല്ലേ? അദ്ദേഹവുമായിട്ടുള്ള ഓർമ്മകൾ. വേണുവെങ്കിലായിരുന്നു എന്റെ അച്ഛനായിട്ട് അഭിനയിച്ചിരുന്നത്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഇൻഡസ്ട്രിയിൽ ഭയങ്കര ഫ്രഷ് ആയിരുന്നു. അപ്പം ഇന്നത്തെ പോലെ എല്ലാത്തിനെയും അങ്ങ് പ്രൊഫഷണലി കാണുന്ന ഒരു ആറ്റിറ്റ്യൂഡിലോട്ടൊന്നും ഞാൻ വളർന്നിട്ടില്ല. അപ്പൊ എനിക്കൊരു ഒരു ഹോംലി ഫീലിൽ തന്നെയാണ് ഞാൻ കാര്യങ്ങൾ എടുക്കുന്നത്. ഒരു പക്ഷെ ഇന്ന് ഞാൻ ജ്വാലയെ ചെയ്യുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാത്തിനെയും പ്രൊഫഷണലി കാണാൻ ഇപ്പൊ ഞാൻ പഠിച്ചു കഴിഞ്ഞു. പക്ഷെ ബീങ് എ ഫ്രഷർ വി ആർ മോർ ഓർഗാനിക്കലി കണക്റ്റഡ് ടു ദ വർക്കിംഗ് സ്പേസ്. ഇന്ന് നമുക്ക് അറിയാം അതിന്റെ ആവശ്യമില്ല. നമ്മൾ വർക്ക് ചെയ്യുന്നു, നന്നായിട്ട് അഭിനയിക്കുന്നു, ജോലി നന്നായി ചെയ്യുന്നു, വീട്ടിൽ പോകുന്നു, പൈസ വാങ്ങുന്നു, കഴിഞ്ഞു. അതിനപ്പുറം കമ്മിറ്റ്മെന്റ്സോ അതിനപ്പുറം അറ്റാച്ച്മെന്റ്സോ ആവശ്യമില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അന്ന് അങ്ങനെയല്ലല്ലോ. ഐ ഫീൽ ഹാപ്പി അബൌട്ട് ഇറ്റ് ബിക്കോസ് അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും കുറെ സ്വീറ്റ് മെമ്മറീസ്
ഉണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട്. എല്ലാവരും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ അതിനകത്ത്. വി വെർ ഓൾ ലൈക്ക് എ ഫാമിലി. പ്ലസ് വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇസ് ദാറ്റ് ജ്വാലയായി എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയായിരുന്നു. ഐ ലേൺഡ് എ ലോട്ട് ഓഫ് തിങ്സ് ഫ്രം ദറ്റ് പ്രോജക്റ്റ്. ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റിംഗ് ആയാലും, ഇപ്പം നമുക്ക് എഴുതി വരുന്ന സ്ക്രിപ്റ്റ് ചിലപ്പം ഉദ്ദേശിക്കുന്ന പോലെ അല്ല, അല്ലെങ്കിൽ ഡയറക്ടർ കാണുന്നത് പോലെ അത്രത്തോളം എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായും ഹി വിൽ ചേഞ്ച് ഇറ്റ്. ഓക്കെ, he will discuss with the writer and they will change it. അപ്പോൾ ഈ ചേഞ്ച് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, ഓ ദ അതർ വൺ വാസ് ലിറ്റിൽ റോ, ദിസ് ഇസ് റിഫൈൻഡ്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം. പിന്നെ ഈവൻ ഹൗ ടു ഫേസ് എ ക്യാമറ, ഹൗ ടു സ്റ്റാൻഡ് ഇൻ ദ ലൈറ്റ്, ഈവൻ വെൻ യു ആർ മൂവിങ് നമ്മൾ ലൈറ്റ് കട്ടാവാത്ത രീതിയിൽ എങ്ങനെ ഫേസ് ചെയ്യണം, ക്യാമറ എങ്ങനെ ഫേവർ ചെയ്യണം, ഇത്തരം കാര്യങ്ങളെല്ലാം ഞാൻ പഠിച്ചത് ജ്വാലയായി നിന്നാണ്. പിന്നെ ഒരു ട്രാക്ക് ആൻഡ് ട്രോളി മൂവ്മെന്റിന്റെ ഒപ്പം നടക്കുമ്പം യു ഷുഡൻ ബി ആക്ച്വലി റഷിങ്, യു ഷുഡ് കീപ് ഇൻ സിങ്ക് വിത്ത് ദ ക്യാമറ. ഇതെല്ലാം മൊത്തത്തിൽ എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു ജ്വാലയായി. ഐ ലേൺഡ് എ ലോട്ട് ഫ്രം ദറ്റ് പ്രോജക്ട്. എന്നെ ഒരു സീസൺഡ് ആക്ട്രസ് ഞാൻ ആയിട്ടുണ്ടെങ്കിൽ ആക്കിയതിന്റെ പ്രധാന പങ്ക് ജ്വാലയായിലാണ്. പിന്നെ ചന്ദ്രോദയം ഓൾസോ, ജ്വാലയ ആൻഡ് ചന്ദ്രോദയം, അതിന്റെ മേക്കേഴ്സിന് നമുക്ക് എല്ലാ ക്രെഡിറ്റും അങ്ങ് കൊടുക്കാം. അതിനകത്ത് തന്നെ ചേച്ചി എനിക്ക് തോന്നുന്നു മൂന്നുചേന്റെ ക്യാരക്ടറിന്റെ പേര് അനന്തൻ എന്നാണ് എനിക്ക്. അതന്നെ. അപ്പൊ സോഫി അനന്തൻ, ആ ഒരു കൂട്ടുകെട്ട് എല്ലാവർക്കും നിങ്ങളുടെ ആ ഒരു കെമിസ്ട്രി വർക്ക്. യെസ്, സംഗീത അല്ല അവിടെ വർക്ക് ചെയ്തത്, മോഹൻദേട്ടനല്ല അവിടെ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് ദ കെമിസ്ട്രി ബിറ്റ്വീൻ ടു ക്യാരക്ടേഴ്സ്, സോഫി ആൻഡ് അനന്തൻ. അതാണ് അവിടെ അത്രയ്ക്കും എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടാനായിട്ടുണ്ടായിരുന്ന കാരണം. അത് തീർന്നു എന്ന് അറിയുമ്പോൾ അപ്പൊ എത്ര പെയിൻഫുൾ ആയിട്ടുണ്ടാവണം നിങ്ങൾക്ക് എല്ലാവർക്കും. സത്യം കേട്ടോ, ഭയങ്കര സങ്കടപ്പെട്ടിട്ട് കരഞ്ഞിട്ടൊക്കെ ലാസ്റ്റ് ഡേ ഷൂട്ട് പാക്കപ്പ് ആയിട്ടുള്ള രണ്ട് ലൊക്കേഷൻസേ എനിക്ക് ഓർമ്മയുള്ളൂ. വൺ ഇസ് ജ്വാലയായി, വൺ ഇസ് ചന്ദ്രോദയം. വി വെർ ലൈക്ക്, ചന്ദ്രോദയത്തില് യദു ഉണ്ടായിരുന്നു, യദുവും ഞാനുമായിരുന്നു പേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. ബട്ട് വി സ്റ്റിൽ മെയിൻറ്റെയിൻ ദാറ്റ് റാപ്പോ. നമുക്കിപ്പോഴും ആ ചന്ദ്രോദയത്തിൽ ഉണ്ടായിരുന്ന ആ സൗഹൃദം, ആ ഒരു സ്വീറ്റ് വാം മെമ്മറി അതിപ്പോഴും ഉണ്ട്. കീപ് സ്പീക്കിംഗ് അബൌട്ട് ഇറ്റ്. ആണോ? ഓക്കെ. മറ്റേ ബിന്ദു ചേച്ചി ഉണ്ടായിരുന്നില്ലേ ജ്വാലയായിലുണ്ടായിരുന്നു? അതിനകത്ത് എന്റെ ഒരു ഓർമ്മ ചേച്ചിയുടെ ക്യാരക്ടർ എന്തോ മരിച്ചു പോകുന്നതായിട്ട് അല്ലേ? അങ്ങനെയായിരുന്നു. എല്ലാരും ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് അനദർ സിഗ്നിഫിക്കന്റ് തിങ് അബൌട്ട് ജ്വാലയായി. അതിൽ ആ സമയത്ത് ആക്ട് ചെയ്യുന്ന ആളുകളിൽ ഒരു സീനെങ്കിലും വന്ന് ചെയ്തു പോവാത്ത ആരും ഉണ്ടായിരുന്നില്ല. എല്ലാരും അതിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് വന്നു പോയിട്ടുണ്ട്. എവ്രി ആർട്ടിസ്റ്റ് ഓൾമോസ്റ്റ് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അതിനകത്തല്ലേ അനില ചേച്ചി ഏറ്റവും കൂടുതൽ പ്രായം ചെന്ന ഒരു ക്യാരക്ടറായിട്ട് തന്നെ ചെയ്തതും അത് ആ സീരിയലിൽ തന്നെയാണ്. അതെ, എന്തൊരു പെർഫോമൻസ് ആയിരുന്നു ചേച്ചിയുടെ. എനിക്ക് തോന്നുന്നില്ല എനിക്ക് പോലും ആ ക്യാരക്ടർ, അങ്ങനെ ഒരു എന്റെ ഏജിന് അബവ് ഉള്ള ഒരു ക്യാരക്ടർ എനിക്ക് അത്ര തന്മയത്വത്തോടെ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട്. ബട്ട് ഷീ ഡിഡ് ഇറ്റ് സോ വെൽ. എനിക്ക് തോന്നുന്നു അനില ചേച്ചിയുടെ തന്നെ കരിയർ ഗ്രാഫിൽ ഏറ്റവും കൂടുതൽ പ്രായം കൂടിയത് ഈ ഒരു ക്യാരക്ടറാന്ന് തോന്നുന്നു ചെയ്തിരിക്കുന്നത്. ആയിരിക്കണം. ആൻഡ് അത്രയും എന്താ പറയാ ഇമ്പോർട്ടൻസ് ഉള്ള, അത്രയും ജനഹൃദയങ്ങളിൽ അലിഞ്ഞു തീർന്ന വേറൊരു ക്യാരക്ടർ ഇല്ല. ചിലരൊക്കെ എന്നെ ഇപ്പൊ കൊച്ചു ത്രേസ്യാന്ന് മാറി വിളിക്കും. അപ്പൊ ഞാൻ പറയില്ല, മാറിപ്പോയി, ഐ എം സോഫി, കൊച്ചു ത്രേസ്യ അനില ചേച്ചിയാ ചെയ്തത് ഞാൻ പറയാറ്. അതിനകത്ത് അഭിനയിച്ചതിൽ ഇപ്പം എന്റെ ഓർമ്മയിൽ രണ്ടുപേരാണ് ഇന്നിപ്പോ നമ്മളോടൊപ്പം ഇല്ലാത്തത്. ഒന്ന് വേണു ചേട്ടൻ, പിന്നെ ഒന്ന് അലക്സ്. എനിക്ക് പുള്ളിയുടെ പേര്, ശരിക്കുള്ള പേര് അറിയില്ല. രമേശ് ചേട്ടൻ, സോഫിയുടെ ബ്രദർ ക്യാരക്ടർ. പേര് എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ല. അവർ രണ്ടുപേരും ഇല്ല. പിന്നെ ജ്വാലയായി എന്നുള്ളതിന്റെ വേറൊരു ആഡഡ് ഒരു എന്താ പറയുക അട്രാക്ഷൻ ആയിക്കോട്ടെ, അതിന്റെ ഒരു മെയിൻ സത്യം എന്നൊക്കെ പറയാവുന്ന മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മമ്മൂക്കയാണ് ഈ സീരിയലിന്റെ പ്രൊഡക്ഷൻ അല്ലേ? അപ്പൊ ചേച്ചി ഈ പ്രൊജക്ട് കമ്മിറ്റ് ചെയ്തപ്പോ ഇത് മമ്മൂക്കയുടെ പ്രൊജക്ട് ആണ് എന്ന് അറിഞ്ഞത് കൊണ്ടാണോ ചേച്ചി യെസ് പറഞ്ഞത്? അല്ല, അങ്ങനെയൊന്നും അല്ല. അന്ന് അങ്ങനെയൊന്നും ആലോചിക്കാനോ അറിയാനോ ഒക്കെയുള്ള, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അത്ര പ്രൊഫഷണൽ ഒന്നും ആയിട്ടില്ല. ഐ വാസ് ജസ്റ്റ് ഇൻ മൈ പ്രീ ഡിഗ്രി ഓർ സംതിങ്. ഞാൻ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയറോ മറ്റോ പഠിക്കുമ്പോഴാണ്, സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോഴാണ്. അപ്പൊ ഞാനൊന്ന് ജസ്റ്റ് ഫ്രഷർ അല്ലേ ഈ ഫീൽഡിലേക്ക്. അപ്പൊ എനിക്ക് അങ്ങനെ പ്രൊഡക്ഷൻ ഹൗസ് ഏതാണ് എന്നൊക്കെ നോക്കിയിട്ട് കമ്മിറ്റ് ചെയ്യാനുള്ള അത്ര പ്രൊഫഷണൽസ് ഒന്നും വന്നിട്ടില്ല. എങ്കിലും ഐ വാസ് ഹാപ്പി ടു ലേറ്റർ നോ ദാറ്റ് മമ്മൂട്ടി സർ ഇസ് ദ പ്രൊഡ്യൂസർ. ഞാൻ ആളെ നേരിട്ട് ആദ്യം കാണുന്നതും നമ്മുടെ ഏതോ വിഷുവിനോ മറ്റോ
he had visited the set. ആണോ? Yes. അപ്പൊ മമ്മൂക്ക സെറ്റിൽ അന്നൊരിക്കലും ഒറ്റ മമ്മൂക്ക പ്രാവശ്യം ഞാൻ വന്നിട്ടുള്ളോ? വന്നിട്ടുള്ളൂ. ഒറ്റ പ്രാവശ്യം വന്നിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നണത്. ആഹാ. ഞാൻ ഐ ഹാവ് മെറ്റ് ഹിം ഓൺലി വൺസ്. Once. ഒരു ഒക്കേഷനിൽ, വിഷുവിനോ മറ്റോ എന്തോ ഒരു ഒക്കേഷനിൽ, അതുപോലെ ഓണം ഓർ വിഷു ഓർ സംതിങ് ആഹാ. വന്നിട്ടുണ്ടായിരുന്നു. സോ വി ഓൾ ഗോട്ട് എ ചാൻസ് ടു സീ ഹിം. എന്നിട്ട് നിങ്ങൾ എല്ലാരും ഒരുമിച്ച് സദ്യ കഴിച്ചു മമ്മൂക്കയോടൊപ്പം? ആണോ? വിഷു ആണെങ്കിൽ വിഷു കൈനീട്ടം കിട്ടിയിട്ടുണ്ടാവും. വിഷുക്ക് നീട്ടം കിട്ടിയിട്ടില്ല. അപ്പൊ ഓണമായിരിക്കണം. ഓണമായിരിക്കാനാ സാധ്യത. യെസ്. അപ്പോഴതൊക്കെ ശരിക്കും അപ്പൊ തന്നെ നമുക്കറിയാം മമ്മൂക്കയുടെ ഇപ്പൊ ചേച്ചി അത് അറിഞ്ഞിട്ടല്ല പ്രൊജക്റ്റിലേക്ക് വന്നിരുന്നെങ്കിൽ പോലും ലേറ്റർ ഓൺ യു വിൽ ഗെറ്റ് ടു നോ ദാറ്റ് ഓക്കെ ഞാനിപ്പോ ചെയ്യുന്നത് മമ്മൂക്കയുടെ പ്രൊജക്റ്റ് എന്നൊക്കെ അറിയുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്ട്രാ ഹാപ്പിനെസ് തന്നെയാണ്. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് മമ്മൂക്ക സെറ്റിലേക്ക് വരുന്നു, നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണു, അങ്ങനെയൊക്കെ നമുക്ക് എക്സൈറ്റഡ്. എന്തൊരു എക്സൈറ്റ്മെന്റ് ചേച്ചി. ശരിക്കും അപ്പം അദ്ദേഹത്തിനെ നിങ്ങൾ നേരിട്ട് കാണുക, ടൈം സ്പെൻഡ് ചെയ്യാം. ചേച്ചിക്ക് അന്ന് ശരിക്കും നിങ്ങൾക്ക് എന്നിട്ട് ഐ മീൻ അത്ര റിലാക്സ്ഡ് ആയിട്ട് അഭിനയിക്കാൻ വരെ പറ്റിയോ ആ ഒരു എക്സൈറ്റ്മെന്റില്? ആക്ടിങ് ഈസ് ഓൾവേസ് ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ പിന്നെ ഡിഫറെന്റ് വേൾഡ്. ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് അല്ലേ ചേച്ചി? അപ്പൊ നമ്മളെ ആ ഷൈ ആവോ? അല്ല, എനിക്ക് നേരെ തിരിച്ചായിരുന്നു. ഐ വാസ് സ്ട്രൈവിംഗ് ഫോർ ടു ഗിവ് മൈ ബെസ്റ്റ് പെർഫോമൻസ്. അങ്ങനെ ഒരു ഇതായിരുന്നു. നമുക്ക് വല്ല കോംപ്ലിമെന്റ് തന്നോ? അപ്പൊ എനിക്ക് അങ്ങനെ ഓർമ്മയില്ല ക്ലിയർ ആയിട്ട്. ഐ സ്പോക്ക് ടു ഹിം ലൈക്ക് 1 or 2 sentences എന്തോ പറഞ്ഞു, അങ്ങനെയൊക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നീട് അദ്ദേഹം ആ സെറ്റിൽ വന്നിട്ടില്ല? ഇല്ല എന്നാണ് ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, ദാറ്റ് വാസ് ഓൺലി വൺ ടൈം. ഓക്കെ. ചേച്ചി സംഗീത മോഹൻ, ചേച്ചിക്ക് ഒരു സിബ്ലിംഗ് ഉണ്ട്, സരിത. പക്ഷെ അച്ഛനും അമ്മയ്ക്കും ഞാൻ മനസ്സിലാക്കിയത്തോളം അച്ഛനും അമ്മയ്ക്കും ചേച്ചിയെ ഒരു അഗ്രികൾച്ചർ ഓഫീസർ ആക്കണമെന്നായിരുന്നു ഭയങ്കര ഒരു ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് സംഗീത എന്ന് പറഞ്ഞ മകളെ വളർത്തിക്കൊണ്ട് ഇങ്ങനെ മോളെ നീ അഗ്രികൾച്ചർ ഓഫീസർ ആവണം. പക്ഷെ വിധിയെല്ലാം ഇത് മാറ്റി സരിത നിങ്ങൾ രണ്ടുപേരും ആക്ടിങ്ങിലേക്ക് വന്നു. പക്ഷെ ലേറ്റർ ഓൺ സംഗീത ചേച്ചി സീരിയലിൽ തന്നെ അങ്ങ് സ്റ്റിക്ക് ഓൺ ചെയ്തു. അവരുടെ ആഗ്രഹപ്രകാരം അഗ്രികൾച്ചർ ഓഫീസറായിട്ട് സരിത ചേച്ചി മാറി. അതെന്താ അറിയോ, ഈ നോർമലി നമ്മുടെ ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ്, നോർമലി ഗവൺമെന്റ് ജോലിക്കാർക്ക് എല്ലാവർക്കും ഒരു സ്റ്റിഗ്മയുണ്ട്. അതായത് പ്രൈവറ്റ് ജോലി ഒന്നും ഇപ്പോഴത്തെ കാലത്ത് അത് കുറച്ച് മാറി വരുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പ്രൈവറ്റ് ജോലി അല്ല, ഗവൺമെന്റ് ജോലി ആണെങ്കിലേ ഒരു ജോലി ഉള്ളൂ, ബാക്കിയൊക്കെ താൽക്കാലികമാണ്, ചിലപ്പോൾ ജോലി ഇല്ലാണ്ടാവും. ഇതാവുമ്പോ എന്തായാലും പെൻഷൻ കിട്ടും, ലൈഫ് ടൈം ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, ഇങ്ങനെയുള്ള തോട്ട് പ്രോസസ് ആണ്. അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ കൂടെ കുറച്ചൊക്കെ മാറി വന്നിട്ടുള്ളൂ. ഇത്ര നാളും തന്നെ ആൾക്കാർക്ക് ആ ഒരു സ്റ്റിഗ്മ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അത് പ്രകാരം അമ്മയ്ക്ക് എന്നെയും, അമ്മ PSC ഓഫീസിലായിരുന്നു, ഷീ റിട്ടയർഡ് ആസ് അഡീഷണൽ സെക്രട്ടറി. അച്ഛൻ KSRTC ഓഫീസിലായിരുന്നു, വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തതാ. അപ്പം ഇവർക്ക് രണ്ടുപേർക്കും, ഞങ്ങൾ രണ്ടുപേരും എങ്ങനെയും ഗവൺമെന്റ് സർവീസിൽ എത്തിക്കണം. അപ്പം അതിന് എൻട്രൻസ് എളുപ്പ വഴി കണ്ടുപിടിച്ചു. എൻട്രൻസ് എഴുതുക, ഡോക്ടറും എഞ്ചിനീയറും ഒന്നും ആക്കാനല്ല, ഒന്നിൽ വെറ്ററിനറി അല്ലെങ്കിൽ അഗ്രികൾച്ചർ, ഇതാണ് ഓപ്ഷൻസ്. ഫസ്റ്റ് ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ ഇതാണ്. അപ്പം അതുകൊണ്ട് ആ വഴിക്ക് ഇങ്ങനെ എൻട്രൻസ് സയൻസ് സെക്കൻഡ് ഗ്രൂപ്പ് അല്ലാതെ ഒന്നും എടുക്കാൻ സമ്മതിക്കില്ല. ഐ വാസ് സോ ഇൻട്രസ്റ്റഡ് ഇൻ 4th ഗ്രൂപ്പ്. ഈവൻ ഡിഗ്രിക്ക് ഐ വാണ്ടഡ് ടു ടേക്ക് ലിറ്ററേച്ചർ, ഒന്നും സമ്മതിച്ചില്ല. എന്നിട്ട് സെക്കൻഡ് ഗ്രൂപ്പ് എടുത്താൽ മതി അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു. പക്ഷെ എനിക്ക് ഐ എം മോർ ഇൻ ടു ലിറ്ററേച്ചർ, ആർട്സ്, അങ്ങനത്തെ സാധനങ്ങളാ. അപ്പൊ എന്നിട്ട് ഐ ട്രൈഡ് മൈ ലെവൽ ബെസ്റ്റ്. പക്ഷെ റാങ്ക് അന്നത്തെ ഫോൺ നമ്പർ പോലെ മറ്റേ 7 ഡിജിറ്റ് ഒക്കെ ആയിരുന്നു. ഐ തോട്ട് അമ്മ അതോടുകൂടിയെങ്കിലും ഓക്കെ ഫൈൻ, ഇവളുടെ വഴിക്ക് പൊക്കോട്ടെ എന്ന് വിചാരിക്കുന്നത്. നടന്നില്ല. എന്നെ കൊണ്ട് എൻട്രൻസ് കോച്ചിങ്ങിന് വിട്ടു. ഡിഗ്രി ഡിസ്കണ്ടിന്യൂ ചെയ്യിച്ചു. ഡിഗ്രി ഡിസ്കണ്ടിന്യൂ ചെയ്യിച്ചിട്ട് ഞാൻ യൂണിവേഴ്സലിൽ എല്ലാവരും രാവിലെ കോളേജിൽ പോവും, ഞാൻ രാവിലെ എൻട്രൻസ് കോച്ചിങ്ങിന് പോവും 1 whole year. എന്നിട്ടും it didn't happen. അവസാനം അമ്മ പറഞ്ഞു ഇനി എന്താന്ന് വെച്ചാൽ ചെയ്തോന്ന്. അങ്ങനെ ഞാൻ പിന്നെ പോയി ലിറ്ററേച്ചർ ജോയിൻ ചെയ്തു. ബൈ ദെൻ എന്റെ കൂടെ പഠിക്കുന്നവര് ഐ തിങ്ക് 2 years മുന്നോട്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞാൻ കഷ്ടപ്പെട്ട് പരിശ്രമിച്ച് ലിറ്ററേച്ചർ ഒക്കെ എടുത്ത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ ഇങ്ങനെ സരിത ചേച്ചി അവസാനം അവരുടെ ഇഷ്ടത്തിന് സരിത ചേച്ചിക്ക് ഓൾ ഇന്ത്യ എൻട്രൻസ് എഴുതി കിട്ടി. പുള്ളിക്കാരി എന്നെക്കാളും പഠിപ്പിച്ചാട്ടോ. ഓക്കെ, ഫസ്റ്റ് ടൈം തന്നെ പുള്ളിക്കാരിക്ക് കിട്ടി. ഓക്കെ, അതോടെ അവർക്ക് സമാധാനമായി കാണും. സംഗീതയോ നടന്നില്ല, സരിത എങ്കിലും ഞങ്ങളുടെ അഗ്രികൾച്ചർ ഓഫീസർ. എനിക്ക് ഇഷ്ടമുള്ള ടോപ്പിക്സ് ഞാൻ പഠിക്കും. ഇപ്പം SSLCക്ക് എനിക്ക് ഇംഗ്ലീഷിന് സ്കൂൾ ഫസ്റ്റ് ഉണ്ടായിരുന്നു. ഐ സ്കോർഡ് 98 out of 100. അതിന് സ്കൂളിൽ നിന്ന് എനിക്ക് അവാർഡൊക്കെ തന്നു. പക്ഷെ എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു സാധനം നിർബന്ധിച്ച് പഠിപ്പിക്കാൻ, അത് മാത്സ് സയൻസ് ഒന്നും എനിക്ക്, സയൻസ് പിന്നെ ഓക്കെയാണ്, മാത്സ് എനിക്ക് ഒട്ടും സെറ്റ് ആവില്ല. അതാണ് അവിടെയാണ് പണി കിട്ടിപ്പോയത്. ലിറ്ററേച്ചർ അതോടെ കംപ്ലീറ്റ് ചെയ്തോ? ഗ്രാജുവേഷൻ ഒക്കെ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. അതിനിടയ്ക്ക് പിന്നെ ഐ വാസ്
എന്നിട്ട് ആക്ടിങ്ങും ഇതൊക്കെ തുടങ്ങി. പക്ഷെ അപ്പം ഗവൺമെന്റ് ഫീൽഡിൽ നിന്നപ്പോ തന്നെ ഇങ്ങനെ ഒരു സീരിയൽ കാര്യങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ ഇത് അത്രയും വെൽക്കമിങ് ആയിരുന്നു അച്ഛനും അമ്മയ്ക്കും? അതാണ് എന്റെ അച്ഛനും അമ്മയും ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യണ ഒരു പോയിന്റ്. അവർക്ക് നമ്മുടെ വെൽബീങ്ങിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും ചെറിയൊരു കാര്യത്തിൽ പോലും എന്റെയോ ഇപ്പൊ എന്റെ കാര്യമാണെങ്കിൽ എന്റെ അടുത്ത് ചോദിക്കാതെ അമ്മ ഡിസൈഡ് ചെയ്തിരുന്നില്ല. ഇപ്പം ഒരു വർക്ക് വന്നാൽ കൂടെ ഷീ വിൽ ആസ്ക് മീ, സംഗീത നിനക്കിത് ചെയ്യണോ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ, യു വോണ്ട് ടു ഡു ദിസ് ഓർ നോട്ട് വോണ്ട് ടു ഡു ദിസ് എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയുന്ന പോലെ ആയിരിക്കും അമ്മ. അതായത് ഇറ്റ്സ് നോട്ട് ലൈക്ക് പിള്ളേരാണ്, നമുക്കറിയാം എന്താ വേണ്ടതെന്ന്, സോ ഇങ്ങനെ ഞാൻ തീരുമാനിച്ചു അങ്ങനെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന അമ്മയായിരുന്നില്ല, അച്ഛനും ആയിരുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്പേസും വോയിസും വോയിസ് ഉണ്ടായിരുന്നു. നോട്ട് ദാറ്റ് നമ്മൾ പറയുന്ന ഒക്കെ സമ്മതിച്ചിരുന്നു എന്നല്ല, പക്ഷെ വി കുഡ് സേ, വി കുഡ് സ്പീക്ക്. ഓക്കെ. അപ്പൊ അങ്ങനെ ചേച്ചിക്ക് എപ്പോഴാണ് ചേച്ചിക്ക് ഇങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റിക്, ഇപ്പൊ ലിറ്ററേച്ചർ തലയ്ക്ക് പിടിച്ച് ആ ഒരു സൈഡിൽ നിൽക്കുകയാണല്ലോ, അപ്പൊ അവിടെ നിന്നും ഓക്കെ ഒരു ആർട്ടിസ്റ്റിക് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്ന് തോന്നിയത് അപ്പൊ എങ്ങനെ? ഞാൻ ആക്ച്വലി 8th സ്റ്റാൻഡേർഡ് മുതൽ ഐ വാസ് കണ്ടിന്യൂയിങ് ആക്ടിങ്. വളരെ ചെറുപ്പത്തിലെ വന്നല്ലോ, അപ്പൊ ഗ്യാപ്പ് വന്നിട്ടില്ല. ഇതൊക്കെ സൈഡ് ബൈ സൈഡ് നടക്കുന്ന കാര്യങ്ങളാ. ഇതിന്റെ ഇടയ്ക്ക് വർക്ക് ഓരോന്ന് ഒരു സൈഡിൽ കൂടെ നടന്നു പോകുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്. സമയം എന്നൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, ബാബു നമ്പൂതിരി സാറായിരുന്നു എന്റെ അച്ഛനായിട്ട് അതിൽ അഭിനയിച്ചത്. നമ്മുടെ രഹനയൊക്കെ ഉണ്ടായിരുന്നു, നവാസിക്കയുടെ വൈഫ്. എത്രയോ നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ രഹന ചെയ്തിരുന്നത് ആ സമയത്തൊക്കെ ഒരുപാട്. അത് ഞാൻ കുറച്ച് നാൾക്ക് മുമ്പേ അവർ ഇന്റർവ്യൂ ചെയ്തിരുന്നു. ഞാൻ ആ സമയത്തൊക്കെ ആയിരുന്നു അവരുടെ കല്യാണം. സോ നമുക്ക് അപ്പോഴൊക്കെ അറിയാം രഹന നവാസിനെ കുറിച്ച് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നതും അവരുടെ ഒരു കണക്ഷനും ഒക്കെ ആ സമയം നടക്കുന്ന സമയത്താണ്. അപ്പം വി വർ ഓൾ അവെയർ ഓഫ് യുനോ അവരുടെ ഒരു കണക്ട്. I felt very bad listening to that. ശരിക്കും ഭയങ്കര ഒരു ഷോക്കിംഗ് ന്യൂസ് ആയില്ലേ ശരിക്കും. നമുക്ക് മലയാളികൾ എന്താ സിനിമകൾ ഇഷ്ടപ്പെടുന്ന മലയാളത്തിൽ ഇതെല്ലാം കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഭയങ്കര ഒരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു നവാസിക്കയുടെ. കാരണം ഇത്ര യങ് ഏജ് അല്ലേ, പെട്ടെന്ന് ഇങ്ങനെയെന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊരു ഷോക്കിംഗ് ആയിരുന്നു അത് ഭയങ്കരമായിട്ടും. സമയത്തിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു, ലൈക്ക് അമ്പിളി ദേവി. ഇറ്റ് വാസ് ഒരു 5 സിസ്റ്റേഴ്സിന്റെ സ്റ്റോറി ആയിരുന്നു കേട്ടോ. അതില് ബാബു നമ്പൂതിരി സാർ ചെയ്യുന്ന ഒരു ക്യാരക്ടറിന്റെ 5 പെൺമക്കൾ ആണ് ആ കഥയിലെ നായികമാർ. അതിൽ ഗായത്രി ശാസ്ത്രി എന്ന് പറയുന്ന അന്ന് ഓം നമ ശിവായ നാഷണൽ നെറ്റ്വർക്കിൽ വരുന്ന സമയം അതിൽ പാർവതിയായിട്ട് അഭിനയിച്ച ആളാണ് ഗായത്രി ശാസ്ത്രി. ഗായത്രി, ഞാന്, ചാന്ദിനി, ഷാജുന്റെ വൈഫ് ചാന്ദിനി, പിന്നെ രഹന, അമ്പിളി ദേവി, ഞങ്ങൾ 5 പേരായിരുന്നു പെൺമക്കൾ. 5 പെൺമക്കൾ. ദാറ്റ് വാസ് അഗൈൻ ഇങ്ങനെ മനസ്സിൽ നിൽക്കണ ഒരു പ്രോജക്റ്റ് അത്. ഓക്കെ. അപ്പൊ ഇത്രയും പ്രൊജക്റ്റുകളെല്ലാം നല്ല സക്സസ്ഫുൾ ആയിട്ട് ചേച്ചി ചെയ്തുകൊണ്ടിരുന്നിട്ട് എന്തുകൊണ്ടാ പിന്നെ ചേച്ചി കുറച്ച് മുന്നേ പറഞ്ഞുണ്ടായി എല്ലാം ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്ത പോലെയോ എല്ലാം ചെയ്തൊരു ബോർ അടിക്കുന്ന പോലെയോ അങ്ങനെ എന്തോ ഒരു ഫീൽ വന്നിട്ടാണ് അങ്ങനെ ഈ ഒരു പറയുന്ന 11, 13 ഒക്കെ ആയപ്പോ ചേച്ചി ആക്ടിങ്ങേ ഇനി വേണ്ട എന്നുള്ളൊരു ഡിസിഷനിലേക്ക്. പക്ഷെ അങ്ങനെ വേണ്ട എന്നൊക്കെ വെക്കാനായിട്ട് അത്രയും നാളും ചേച്ചി പറയുന്ന പോലെ 8ാം ക്ലാസ്സിലൊക്കെ മുതൽ തന്നെ വന്നെങ്കിൽ ചേച്ചിയുടെ ലൈഫിന്റെ ഒരു ഭാഗമായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇനി എനിക്കിത് വേണ്ട ഇന്ന് അങ്ങനെ പറയാൻ എങ്ങനെ പറ്റി ചേച്ചിക്ക്? അത് ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ ആലോചിക്കുന്ന പോലെ ഒരു ഷോർട്ട് ടൈം വിൻഡോ അല്ല. ഇത് ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് എടുത്തിട്ട് സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇറ്റ്സ് ലൈക്ക് ദ ഇന്നെവിറ്റബിലിറ്റി ഓഫ് എ എന്താ പറയാ cocoon to become the butterfly എന്ന് പറയണ പോലെ. നമുക്ക് കുറച്ചായി വരുമ്പോഴേക്കും ഒന്ന് ക്യാരക്ടേഴ്സ് റെപ്പറ്റേറ്റീവ് ആയിട്ട് ഫീൽ ചെയ്ത് തുടങ്ങും. 2 ഏജ് വൈസും ഐ ആം ക്രോസിംഗ് ദാറ്റ് ഹീറോയിൻ പീരിയഡ്. അപ്പം ഞാൻ കുറച്ച് തടിയൊക്കെ വെച്ചിട്ട് പിന്നെ സ്ലോലി എനിക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സ് ഒരു പക്ഷേ ഒരു ഹീറോയിൻ പ്രോമിനൻസ് ആയിരിക്കില്ല. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നമാണ് ഈ റെപ്പറ്റേറ്റീവ്നെസ്. ബിക്കോസ് നമുക്ക് വെറൈറ്റി ആയിട്ട് ഒന്നും ഉണ്ടാവില്ല ചെയ്യാൻ. ഇറ്റ് വിൽ ബി ദ സെയിം തിങ് ഇൻ വൺ. അത് തന്നെ മറ്റേതിലും കോസ്റ്റ്യൂംസ് ഡിഫറെന്റ് ആയിരിക്കും, ഓർണമെന്റ്സ് ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ അത് ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത് വിൽ ബി ദ സെയിം. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴേക്കുമാണ് അതിന്റെ സൈഡ് ബൈ സൈഡ് എനിക്ക് എഴുത്തെന്ന് പറയുന്ന അസ്കിതയും കൂടെ മനസ്സിൽ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഐ വോണ്ട് റൈറ്റ് എന്ന്. സോ അത് എഴുതി കഴിഞ്ഞ് അത് ആത്മസഖി ഓൾമോസ്റ്റ് നന്നായി ക്ലിക്കായി, അപ്രീസിയേഷൻസ് കിട്ടി തുടങ്ങി. അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോഴേക്കും എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. ഓക്കെ, ഐ ക്യാൻ റൈറ്റ് എന്നൊരു കോൺഫിഡൻസ് ആയി. അതോടെ ഐ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് എ റൈറ്റർ. എനിക്ക് ആസ് എ റൈറ്റർ കോൾസ് വന്നു തുടങ്ങി, ഓപ്പർച്യൂണിറ്റീസ് കിട്ടി തുടങ്ങി ടു റൈറ്റ്. അപ്പം ഐ ഫെൽറ്റ് ഹാപ്പി അബൌട്ട് ഇറ്റ്. പിന്നെ വൈ ഷുഡ് ഐ ലുക്ക് ബാക്ക് ഇൻ ടു ആക്ടിങ്? പിന്നെ ബേസിക്കലി എൻ്റെ ഒരു പേഴ്സണൽ മടിയുണ്ട് കേട്ടോ അതില്. ഞാൻ ബേസിക്കലി അങ്ങനെ ഭയങ്കര ഡ്രസ് ചെയ്യാനോ ഭയങ്കര മേക്കപ്പ് ചെയ്യാനോ ഓർണമെന്റ്സ് ഒക്കെ ഇടാനോ അണിഞ്ഞൊരുങ്ങാനോ ഒന്നും
താല്പര്യപ്പെടുന്ന ഒരാളല്ല. താല്പര്യത്തിന്റെ അല്ല, ബേസിക്കലി മടിച്ചിയാ. ഞാനത് കേട്ടിട്ടുണ്ട്, ഭയങ്കര മടിച്ചാണ്, എനിക്ക് വയ്യ മേക്കപ്പ് ഇടാൻ, ഇനിയും രാവിലെ പോയി മേക്കപ്പ് ചെയ്യണ്ടേ എന്നുള്ളൊരു മടി. ആരും കേക്കണ്ട, മേക്കപ്പ് ഇടാനുള്ള മടി കാരണം സീരിയലിൽ തന്നെ വേണ്ടാന്ന് തന്നെ വെച്ചു എന്നൊക്കെ പറയണത് കേട്ടു. ഒരു കോട്ടൺ സാരിയൊക്കെ കൊടുത്തിട്ടേ, നല്ല സ്റ്റിഫായിട്ട് അയൺ ചെയ്ത കോട്ടൺ സാരിയൊക്കെ കൊടുത്തിട്ട് എത്ര നേരം ഇങ്ങനെ മസാല ദോശ പോലെ സെറ്റിൽ, ഐ മീൻ ഗീ റോസ്റ്റ് പോലെ സെറ്റിൽ ഇരിക്കുക. ഐ മീൻ ഫ്രീഡം വേണ്ടേ? എനിക്ക് അതൊന്നും പറ്റൂല. അപ്പം ഞാൻ ആലോചിച്ചപ്പോ എനിക്ക് കംഫർട്ടബിൾ പ്രൊഫഷൻ എഴുത്താണ്. ബിക്കോസ് മേക്കപ്പും വേണ്ട, വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങണ്ട. ഐ എം എ വെരി ടൈഡ് ടു ഹോം പേഴ്സൺ. ഞാൻ അത്ര ഔട്ട് ഗോയിങ് ഒന്നും അല്ല. അപ്പൊ ഐ എം ഹാപ്പി. എനിക്ക് വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഐ എം അത്രയും ഹാപ്പി. പിന്നെ ഈ രാവിലെ എഴുന്നേൽക്കല്, ഞാൻ ലേറ്റ് നൈറ്റ് ഉറങ്ങുന്ന ആളാ. സോ ലേറ്റ് ഉറങ്ങുന്നോണ്ട് തന്നെ എനിക്ക് ഏർലി മോർണിംഗ് സ്ലീപ്പ് ഞാൻ ഭയങ്കര ആസ്വദിക്കുന്ന ആളാ. അപ്പം ഈ രാവിലെ 7 മണിക്ക് സെറ്റിലെത്തുക, അതിനു വേണ്ടി രാവിലെ 6 മണിക്ക് എഴുന്നേക്കുക, ഇത്തരം പരിപാടി ഒന്നും ഇല്ലല്ലോ. എഴുത്താവുമ്പോ സോ ഹാപ്പി, ക്രിയേറ്റീവ്ലി നമുക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. യു ഗെറ്റ് ടു കോൺവേഴ്സ് ആൻഡ് തിങ്ക് ഫോർ സോ മെനി ക്യാരക്ടേഴ്സ് അതർ ദാൻ വൺ. ഇഫ് യു ആർ ആക്ടിങ് യു ആർ ഓൺലി വൺ ക്യാരക്ടർ. വെൻ യു ആർ റൈറ്റിംഗ് യു ഹാവ് ഓൾ ദ ക്യാരക്ടേഴ്സ് അറൌണ്ട് യു ടോക്കിംഗ് ടു യു. അപ്പോ അത് പിന്നെ ഉറങ്ങാം. എന്റെ ടൈമിങ് എനിക്ക് തീരുമാനിക്കാം എഴുത്തില്. എനിക്കിപ്പോ നൈറ്റ് ഞാൻ 2 hours ഇരുന്ന് എഴുതിയിട്ട് മോർണിംഗ് ഞാൻ 11 വരെ ഉറങ്ങുമെങ്കിൽ ആയിക്കോട്ടെ. ഐ ഷുഡ് ജസ്റ്റ് മാനേജ്. ലൊക്കേഷനിൽ സീൻസ് ലേറ്റ് ആവാണ്ട് കിട്ടണം, അത്രയല്ലേ ഉള്ളൂ. അതെനിക്ക് മാനേജ് ചെയ്യാം. എന്റെ ടൈമിങ്സ് എനിക്ക് തീരുമാനിക്കും. മേക്കപ്പ് ചെയ്യണ്ട, കോസ്റ്റ്യൂം വാങ്ങി പൈസ കളയണ്ട, ഓർണമെന്റ്സ് കോസ്റ്റ്യൂം വാങ്ങി പൈസ കളയണ്ട. ഇങ്ങനെയുള്ള കുറെ ബെനിഫിറ്റ്സ് കണ്ടപ്പോ എനിക്ക് ഉറപ്പായി എഴുത്ത് തന്നെയാണ് എനിക്ക് പറ്റിയ പണി. പ്ലസ് ഞാൻ പ്രൂവ് ചെയ്തു. പിന്നെ കുടുംബവിളക്ക് ഞാൻ എഴുതിയത് ആദ്യത്തെ ഒരു 100 എപ്പിസോഡ്സ്. അപ്പം ആ സമയത്താണ് അത് മലയാളം ടെലിവിഷനിലെ ടോപ്പ് നമ്പർ 1 ആയിട്ടുള്ള സീരിയലായിരുന്നു കുടുംബവിളക്ക്. ഇറ്റ് വാസ് നമ്പർ 1 ഇൻ ഹോൾ ഓഫ് മലയാളം ഇൻഡസ്ട്രി ഫോർ ക്വൈറ്റ് സം ടൈം. ആ സമയം മുഴുവൻ ഞാനാണ് അത് എഴുതിയത്. അപ്പം ഐ വാസ് ലൈക്ക് ഗെറ്റിംഗ് കോൺഫിഡൻസ് ദാറ്റ് ഓക്കെ ഐ ക്യാൻ റൈറ്റ്, ഗോഡ്സ് ഗ്രേസ്. ആ ഒരു കഴിവ് ദൈവം എനിക്ക് തന്നു. അപ്പം ഉള്ളിടത്തോളം എഴുതാം എന്നുള്ളൊരു കോൺഫിഡൻസിലേക്ക് ഞാൻ വന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നപ്പോ പിന്നെ വൈവോടായി അപ്പൊ എനിക്ക് ഷുവറായിരുന്നു ഇങ്ങനെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഞാൻ ഇതിൽ നിന്ന് സ്വിച്ച് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പല പല ചോദ്യങ്ങളായിട്ട് നിന്ന സമയത്ത് ഇപ്പൊ ആൻസർ കിട്ടിയില്ലേ? യെസ്, പലതും ആഡ് ഓൺ ചെയ്ത് ഇപ്പറ വേറൊരു ഫ്രൂട്ട്ഫുൾ സംഭവം തന്നപ്പോ ആ പ്ലേറ്റും കൊണ്ട് അങ്ങ് ഇരുന്നു. അങ്ങനെ ഈ കുടുംബവിളക്കും കൂടെ വന്നപ്പോഴാണ് മീര വാസുദേവ് എന്ന് പറഞ്ഞ ഒരു ആക്ടറിനെ സിനിമയിലൂടെ നമ്മൾ കണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായുള്ള ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ആക്ടിങ് ആയിരുന്നു മീരയുടെ സീരിയലിലൂടെ കാണുന്നത്. എല്ലാരും കുടുംബവിളക്ക് എന്ന് പറഞ്ഞ സീരിയലിലൂടെ ആ ഇഷ്ടം പിടിച്ചു പറ്റിയതല്ലേ. എത്ര ക്യാരക്ടറിന്റെ പേര് സുമിത്ര. എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചു പറ്റി. ഭയങ്കര ഒരു എന്തൊരു മെച്യൂരിറ്റി ആയിരുന്നു ആക്ടിങ്ങിനകത്ത്. അപ്പൊ നമ്മുടെ കഥകൾ ഇങ്ങനെ നിങ്ങൾ പേനയിൽ കുറിക്കുന്ന കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ കഥ അത് ഒരാൾ പ്ലേ ചെയ്തു, അതിനെ ലോകം ഇങ്ങനെ സ്വീകരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു തൃപ്തി എന്ന് പറയുന്നത് ശരിക്കും ചേച്ചിയുടെ ബേബിയാണല്ലേ. ആക്ച്വലി ആക്ടിങ്ങിൽ നമുക്കത് കിട്ടില്ല. പക്ഷെ പറയാൻ പറ്റില്ല കേട്ടോ, എനിക്ക് ഇതാണ് സാറ്റിസ്ഫാക്ഷൻ. ചിലപ്പം ഭയങ്കരമായിട്ട് എന്നെക്കാളും വെച്ചാൽ ഞാൻ സുന്ദരിയാന്ന് വിചാരിക്കുന്ന ആളല്ല കേട്ടോ. അതുകൊണ്ടാണ് ഐ ഫീൽ ഞാനൊരു വളയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നും ഇതെന്താ ആണുങ്ങളുടെ കയ്യിൽ ഇട്ട മാതിരി ഇരിക്കുന്നല്ലോ ഈ വള. ഐ എം നോട്ട് ഫെമിനിൻ അറ്റ് ഓൾ. എന്റെ കൈ ഈ നഖമൊക്കെ കണ്ടില്ലേ. അപ്പം എല്ലാവരും എന്നോട് പറയും ഇഫ് യു ആർ എൻ ആക്ട്രസ് നഖമൊക്കെ വളർത്തി നല്ല നെയിൽ പോളിഷ് ഒക്കെ ഇട്ട്, ബട്ട് ഇറ്റ് ഡസന്റ് സൂട്ട് മീ മാൻ. സോ വാട്ട് ക്യാൻ ഐ ഡു എന്നുള്ളതാണ് എന്റെ ആറ്റിറ്റ്യൂഡ്. But there are people who look good when they dress up like you. I've seen you like അന്ന് എന്താണ് മാതൃഭൂമിയുടെ അവാർഡ് നൈറ്റിന് യു ആർ ലൈക്ക് ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ, ഓൾ ഡെക്ഡ് അപ്പ്. അങ്ങനെയുള്ള ആളുകളുണ്ട്. അതായത് ഡെക്ഡ് അപ്പ് ആയ നല്ലതായിരിക്കുന്ന ആളുകളുണ്ട്, എന്നെ പോലെ ഡെക്ഡ് അപ്പ് ആയ നല്ലതാവാതിരിക്കുന്ന. ചേച്ചി അങ്ങനെ ഒന്നും അല്ല, അതൊക്കെ ചേച്ചിക്ക് അങ്ങനെ തോന്നുന്നതാണ്. എന്നിട്ടാണോ ഇത്രയും അധികം ക്യാരക്ടറിലൂടെ ഇത്ര അധികം വർഷങ്ങളായിട്ട് ഇത്ര അധികം സീരിയലുകളും സിനിമകളിലൂടെയും ഞങ്ങളുടെ ഒക്കെ ഇഷ്ടം ഇങ്ങനെ പിടിച്ചു ക്യാരക്ടേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ക്യാരക്ടേഴ്സിന്റെ കെമിസ്ട്രി. അത് പ്ലേ ചെയ്യുന്ന ഒരാളോട് നമുക്കൊരു ഇഷ്ടം അത് ഒബ്വിയസ്ലി അത് വരുമല്ലോ. ഗോഡ്സ് ഗ്രേസ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചിലപ്പം സാറ്റിസ്ഫാക്ഷൻ ഇത് തന്നെ ആയിരിക്കും. ലൈക്ക് ആക്ടിങ്, ദ പോപ്പുലാരിറ്റി.
എനിക്ക് പക്ഷെ ഐ എം ഹാപ്പി ടു സിറ്റ് അറ്റ് ഹോം ആൻഡ് റൈറ്റ്. ഓക്കെ, മടിക്കുട്ടി ഇപ്പൊ മാറി വീണ്ടും വീണ്ടും ഇപ്പം അല്ല രീതി വീണ്ടും വേറെ രീതിയിലേക്ക് കൊണ്ടുവന്നാക്കി. അപ്പൊ ഇപ്പൊ സീരിയലിന്റെ സെറ്റിലൊക്കെ പോവോ? സെറ്റിൽ ഇടയ്ക്ക് പോകും, ലൈക്ക് ലുക്ക് ഷൂട്ടിന് അങ്ങനെ. അതായത് ഇനിഷ്യലി നമ്മൾ ക്യാരക്ടേഴ്സിനെ ബ്രീഫ് കൊടുത്ത് ഇതാണ് ക്യാരക്ടർ എന്ന് പറഞ്ഞൊക്കെ പഠിപ്പിക്കുന്ന ആ ഇനിഷ്യൽ ലുക്ക് ഷൂട്ട് സമയത്ത് പോകും, ബ്രീഫ് കൊടുക്കും, ടു ഗെറ്റ് ദം ടു ദ ട്രാക്ക്. പിന്നെ സ്ഥിരമായിട്ടൊന്നും പോവില്ല. അത് പോകുന്നേ അവർക്ക് ശല്യമായിരിക്കും, കാരണം അവരൊരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ചാനലിൽ നിന്ന് പോയിട്ട് അവരെ പഠിപ്പിക്കാൻ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇപ്പൊ ജയില് വരുന്ന സീരിയൽസിന്റെ ഒക്കെ കണ്ടന്റ് ഒക്കെ ചേച്ചി തന്നെ എഴുതി കൊടുക്കാണോ അതോ വേറെ നമ്മൾ ഡ്രൈവ് കൊടുക്കും? സീന്റെ ഒരു പാറ്റേൺ എങ്ങനെയാന്ന് വെച്ചാൽ വിൽ ഗിവ് ദ റൈറ്റേഴ്സ് എ ഡ്രൈവ്, ലൈക്ക് ദിസ് ഇസ് ഹൗ വി വാണ്ട് ദ സ്റ്റോറി ടു ഗോ, അടുത്ത സ്കെഡ്യൂളിൽ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രൈവ് കൊടുക്കും. അപ്പൊ അത് വെച്ചിട്ട് ദേ വിൽ ഗിവ് എ വൺ ലൈൻ. അപ്പൊ ആ വൺ ലൈൻ നമ്മൾ റിഫൈൻ ചെയ്ത് കറക്റ്റ് ചെയ്ത് ആഡ് ചെയ്ത് കട്ട് ചെയ്ത് ഒന്ന് നിങ്ങളുടെ മോണിറ്ററിങ് എപ്പോഴും ഉണ്ട് അവിടെ? ടോട്ടലി. ഓ, പിന്നെ ഇപ്പൊ അന്നത്തെ സീരിയൽ പോലെയല്ല, ഇന്നിപ്പോ ഭയങ്കര കോമ്പറ്റീഷൻ അല്ലേ. ടു മെനി ചാനൽസ് ആൻഡ് ടു മെനി സീരിയൽസ്, അങ്ങോട്ടും ഇങ്ങോട്ടും വിതിൻ ദ ചാനൽ തന്നെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഒരു ബേബിയും മറ്റേ ബേബി ആയിട്ടുള്ള ഇറ്റ് ഷുഡ് വർക്ക്. അങ്ങനെയല്ലേ ഇപ്പൊ അങ്ങനെ തന്നെ ചെയ്താൽ ആ ഒരു കോമ്പറ്റീറ്റീവ് ഇതിൽ നോക്കിയാൽ മാത്രമേ അല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്കൊരു സെഗ്മെന്റിലേക്ക് പോവാം. സംഗീത ചേച്ചിയുടെ കുറെ കുസൃതി തരങ്ങൾ, കുറുമ്പ് തരങ്ങൾ, അന്നത്തെ ഏജിൽ കാണിച്ചു കൂട്ടിയ കുറെ തെമ്മാടിത്തരങ്ങൾ, ഇതെല്ലാമാണ് ഞാൻ ഇന്നത്തെ ചേച്ചിനെ കൂടെ ഞാൻ ഇന്ന് പറയിപ്പിക്കാൻ പോവാണ് കേട്ടോ. ചേച്ചിനെ കുറിച്ച് ഞങ്ങൾക്ക് കുറച്ചധികം പരാതികളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത്രയും നേരം സംഗീത ചേച്ചി അല്ലെങ്കിൽ എന്താ പറയുക ഇത്രയും നാളത്തെ കുറെ ക്യാരക്ടറുകളിലൂടെ ഉണ്ടാക്കിയെടുത്തതും ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചേച്ചിയുടെ നല്ല വശങ്ങളെല്ലാം നമ്മൾ കേട്ടു. ഇനി കുറെ പേർക്ക് പരിഭവമുണ്ട്. ഞാൻ പോട്ടെ, നിർത്തൂല, വിടൂല, അവിടെ ഞങ്ങളോട് ഫെവിക്കോൾ ഒഴിച്ചിട്ടാണ് എണ്ണീക്കൂല. പരാതികൾ, പരിഭവങ്ങൾ, ഇതാണ് നമ്മുടെ സെഗ്മെന്റ്. വയർലെസ് അല്ലേ? ഐ എം നോട്ട് കണക്റ്റഡ് എനിവെയർ. നോ, പക്ഷെ അങ്ങനെ എണീറ്റ് പോകാൻ ഞങ്ങൾ സമ്മതിക്കൂല. അവിടെ ഇരിക്കുന്നത് എന്റെ പൊന്ന് ചേച്ചി, ചേച്ചിനെ അങ്ങനെ ഇതൊക്കെ ഞങ്ങൾ ചോദിക്കുവോ? എന്തൊക്കെയാണെന്നറിയോ എനിക്ക് അറിയേണ്ട പരാതിയും പരിഭവങ്ങളൊക്കെ? ആദ്യം തന്നെ പറഞ്ഞപ്പോ ഞാൻ ചോദിക്കാം. ഒരു പട്ടാമ്പിക്കാരൻ ചേച്ചീനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറേ നാള് ചേച്ചിയുടെ പുറകെ ഉണ്ടായിരുന്നു. ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ സംഗീത മോഹിനിയെ കല്യാണം കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഭയങ്കര ഒരു ഹാർഡ് കോർ ഫാൻ. ചേച്ചി അറിഞ്ഞിട്ടില്ലേ? അറിയാം. പക്ഷെ ഞാനിപ്പോ ആലോചിച്ചതല്ല, ഇത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഞങ്ങള് മീഡിയല്ലേ, നമുക്ക് റിസർച്ച് ഗ്രൂപ്പ് ഉണ്ട്. അവരിരുന്ന് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കും ചേച്ചി. യെസ്, വെരി ഗുഡ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ അതിനുശേഷം കുറെ നാളുകൾ ഞാൻ കോണ്ടാക്ട് ഒക്കെ പോയിട്ട് ഐ ആക്ച്വലി വെറുതെ ഒരു കൗതുകത്തിന് ഐ ആക്ച്വലി ട്രൈഡ് ടു ഫൈൻഡ് ഹിം ഔട്ട്. വെറുതെ എന്തുണ്ട് എങ്ങനെയുണ്ട് എന്നാൽ ചെറുത് ഒരു സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് അന്വേഷിച്ച് നോക്കി. എനിക്ക് ഒരു രീതിയിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല, ഒരു നമ്പറും കിട്ടിയില്ല. പഴയ നമ്പർ ഏകദേശമൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, അതും മറന്നും പോയി. അപ്പൊ എനിക്ക് ഒരിക്കലും ആ കോണ്ടാക്ട് തിരിച്ചു കിട്ടിയില്ല. സോ ഇഫ് എവർ യു ആർ ഔട്ട് ദേർ പ്ലീസ് കമ്മ്യൂണിക്കേറ്റ് ടു മീ. ആണോ? You still remember his name? Yes, his name was Pradeep. Okay. എന്ത് ചെയ്യണമെന്നറിയോ? ഒന്നും അറിയില്ല. നോട്ട് ഇൻ ടച്ച് അറ്റ് ഓൾ. ഒരു ഡീറ്റെയിൽസും ഇല്ല. ഞാൻ വെറുതെ ഒരു കൗതുകത്തിനായി ഫെൽറ്റ് ലൈക്ക് കണക്ടിങ് വിത്ത് ഹിം അഗൈൻ ജസ്റ്റ് ടു സേ എ ഹായ്, ബട്ട് ഐ കുഡന്റ് റീച്ച് ഔട്ട്. ഏത് ലോകത്തിന്റെ ഏത് ഭാഗത്താണെന്ന് അറിയില്ല. പട്ടാമ്പിയിലുള്ള ഒരു പ്രദീപ് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് അറിയാം. സോ പ്രദീപ് ചേട്ടൻ ഇത് എവിടെന്നെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അയ്യോ മേ ബി ഹീസ് മാരീഡ് ആൻഡ് ഓൾ ദാറ്റ്. എന്താ അങ്ങനെയല്ലല്ലോ, നമ്മളൊരു ഇതൊക്കെ നമ്മളിപ്പൊ പറയുന്നതല്ലേ അന്നത്തെ ഒരു ഫാൻ ബേസിൽ ചേച്ചിയോട് ആ ക്യാരക്ടറിനോട് തോന്നിയ ഒരു ഇഷ്ടം. പക്ഷെ നമുക്കിപ്പോഴും ഇത് ഇങ്ങനെ ഒരാള് നമുക്കത് നല്ല ഐ മീൻ റിലേഷൻഷിപ്പ് എല്ലാം നമ്മൾ ആ ഒരു രീതിയിലല്ലല്ലോ കാണുക. ഇറ്റ്സ് എ ഗുഡ് റിലേഷൻ അല്ലേ? അങ്ങനെ എന്തെങ്കിലും ഒരു ഹായ് പറയാനായിട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് റീച്ച് ഔട്ട് ടു us അല്ലേ? പറ്റൂലേ? ഓക്കെ. പക്ഷെ ചേച്ചി അന്നും ഇതുപോലത്തെ ഒരാളല്ല. ചേച്ചിക്കൊക്കെ ഒരുപാട് അന്നൊക്കെ കത്തുകളിലൂടെ ഇഷ്ടങ്ങൾ അറിയിച്ചുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു അല്ലെ? ഒരുപാട് ആരാധകരുടെ, അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും എത്രയോ അമ്മമാരുടെ കത്തുകൾ. ഒരാള് എനിക്ക് ഇപ്പോഴും ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ട് സ്റ്റിൽ ഇൻ ടച്ച് വിത്ത് മീ. ഇറ്റ്സ് ബീൻ എനിക്ക് തോന്നുന്നു 10-15 വർഷങ്ങളായിട്ടുണ്ടാവും. എല്ലാ ദിവസവും എനിക്ക് രാവിലെ ഗുഡ് മോർണിംഗും വൈകിട്ട് ഗുഡ് നൈറ്റും അയക്കും. അല്ല എന്തെങ്കിലും ഒരു മെസ്സേജ് എങ്കിലും എവറി ഡേ. അത് വേറൊന്നുമല്ല, ഗുഡ് മോർണിംഗ്. ആദ്യമൊക്കെ ഇറ്റ് യൂസ് ടു ബി ഗുഡ് മോർണിംഗ് സോഫി. പിന്നെ ഞാൻ വേറൊരു ക്യാരക്ടർ ചെയ്തിരുന്നു, ആൻ മേരി മാത്യു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്തിരുന്നു TS സജിയുടെ ഒരു പ്രോജക്റ്റിൽ. അത് കണ്ടേ പിന്നെ ഈ ഗുഡ് മോർണിംഗ് സോഫി മാറിയിട്ട് ഗുഡ് മോർണിംഗ് ആൻ എന്നായി. അങ്ങനെ ക്യാരക്ടർ വെച്ച് തന്നെ റെക്കഗ്നൈസ് ചെയ്യുകയും കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന
ഒരാള്. ഒരുപാട് കഴിഞ്ഞിട്ടാണ് ആളുടെ പേരെന്താന്ന് ഞാൻ അറിഞ്ഞത് കേട്ടോ. അതുവരെ ഞാൻ ഇത് സേവ് ചെയ്ത് വെച്ചു അവസാനം ഈ നമ്പർ. കാരണം ഇത്ര കോൺസ്റ്റന്റ് ആയിട്ട് ഒരു 10-15 വർഷം ഒരു ദിവസം മുടങ്ങാതെ അതെങ്ങനെയാന്ന് എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നി. ഹൗ ക്യാൻ സംബഡി ഡു ദാറ്റ്? അപ്പൊ അവസാനം ഞാൻ അത് സേവ് ചെയ്ത് വെച്ചു. ടാബ്ലറ്റ് സേവ് ചെയ്ത് വെച്ചു. വെച്ചാൽ 4 നേരം ഗുളിക കഴിക്കണ പോലെ വെരി ഫണ്ണി മെസ്സേജ് വരുന്നതുകൊണ്ട് ഞാൻ ടാബ്ലറ്റ് സേവ് ചെയ്തു. പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഹി കോൾഡ് മീ. അപ്പൊ ഞാൻ I picked up and I asked him, നിങ്ങളുടെ പേരെന്താ? So he said Sanju. So I was like, oh hi Sanju, okay. And he's from Coimbatore. So I'm like, okay, thank you so much. പക്ഷെ ഇതുവരെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാത്ത, ഒരു അതിർവരമ്പ് ക്രോസ് ചെയ്യാത്ത, ഭയങ്കരമായിട്ട് ഭയങ്കര ക്ലാസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന, അങ്ങനെ വിളിയും പറച്ചിലും ഒന്നുമില്ല. പക്ഷെ വെറുതെ ഇങ്ങനെ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് മെസ്സേജ് അയക്കും. ജസ്റ്റ് ദാറ്റ് ഐ റിമെമ്പർ യു. അങ്ങനത്തെ ആളുകളും ഉണ്ട്. ഓ റിയലി സ്വീറ്റ്, നോ? ശരിക്കും വെരി സ്വീറ്റ്. കാരണം ഇത്രയും കോൺസ്റ്റന്റ് ആയിട്ട് ഇത്രയും പീരീഡ് ആ ഒരു റിലേഷൻ സ്റ്റിൽ ഓ ഗ്രേറ്റ്. സ്റ്റിൽ അപ്പൊ എത്ര ഇഷ്ടമുണ്ടായിരുന്നു അദ്ദേഹത്തിനല്ലേ? ഇപ്പൊ പക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അങ്ങനെ ഡെയിലി മെസ്സേജസ് ഇല്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് once in 2 days എന്തായാലും ഒരു മെസ്സേജ് വരും. ഓക്കെ ഓക്കെ. അതാണ് ആ ഒരു ഫാൻ ബേസിലുള്ള ചേച്ചിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ മെമ്മറീസ്. ഓക്കെ, ഇനി വേറൊരു പരാതി എന്താണെന്നറിയോ? അടുത്ത എന്തായിരിക്കും എന്താന്നറിയോ? അത് അടുത്തൊരു പരാതി എന്താ ഞാൻ ആലോചിക്കട്ടെ. ചേച്ചിയുടെ ഒരു ഫ്രണ്ടിന് ഒരു കല്യാണമൊക്കെ വന്ന് എല്ലാം സെറ്റായിട്ടൊക്കെ നിൽക്കായിരുന്നു. പക്ഷെ ചേച്ചി എന്തൊക്കെയോ ചെയ്ത കല്യാണം ഉടക്കി വിട്ട്. ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ. സീരിയസ്ലി എപ്പോ സംഭവിച്ചു? പ്ലീസ് ടെൽ മീ. എന്തോ ഒരു പഴയ കഥ, എന്തോ ഒരു ഇത്, എന്നിട്ട് കല്യാണം എന്തോ ഇതായി എന്നൊക്കെ. അയ്യോ, അതൊക്കെ സത്യമായിട്ടും അറിയില്ല. ഞാൻ ആരുടെയും കല്യാണം മുടക്കിയിട്ടില്ല കേട്ടോ. അപ്പൊ എന്നാ ചുമ്മാ അത് തെറ്റായിട്ട് എന്തോ കിട്ടിയതെന്തോണ്, ഫേക്ക് ന്യൂസ് എന്തോ. എന്തെങ്കിലും കുറച്ച് ഡീറ്റെയിൽസും കൂടി ഉണ്ടോ? അത് നമ്മൾ അന്വേഷിച്ചു വയ്ക്കാം. എന്തോ അല്ല, വേറെന്താന്ന് പറയും ഇതായിട്ട് റിലേറ്റഡ് ആയിട്ട് കേട്ടത്. വേറൊരു ഇതേപോലെ ഒരു ഫേമസ് ഒരു ആക്ടർ, മെയിൽ ആക്ടർ, ആ മെയിൽ ആക്ടർക്ക് ചേച്ചിയോടും ചേച്ചിയുടെ ഒരു ഫ്രണ്ടിനോടും ഒരേ സമയത്ത് ക്രഷ് ആയിരുന്നു. അദ്ദേഹം ആദ്യം ആ ചേച്ചിയുടെ ഫ്രണ്ടുമായിട്ട് അവർ തമ്മിൽ സംസാരിച്ചു, കണക്ഷനൊക്കെ ആയി. അപ്പം നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ആ ഏജിൽ നമുക്ക് തോന്നില്ല, നമുക്ക് നോക്കാം നിന്നോടുള്ള സ്നേഹം കറക്റ്റ് ആയിട്ടാണോ, ജെനുവിൻ ആയിട്ടുള്ള നിന്നോടുള്ള സ്നേഹമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചേച്ചി വേറൊരാളായിട്ട് നിന്നിട്ട് ആള് മാറിയിട്ട് ചേച്ചി കോൺടാക്ട് ചെയ്തു. മനസ്സിലായോ? എന്നിട്ട് നിങ്ങൾ പ്രാങ്ക്, ആക്ച്വലി കല്യാണം ഒന്നും മുടക്കിയിട്ടില്ല. പക്ഷെ അത് നല്ല രസമുള്ള പ്രാങ്ക്. ആ രസമുള്ള പ്രാങ്കിന്റെ കഥ ഞങ്ങൾ കേൾക്കട്ടെ. ഓക്കെ ഓക്കെ. അത് സംഭവിച്ച എന്താ അറിയോ? ആളുകളുടെ പേര് പറയണോ? വേണ്ടല്ലോ. ഓക്കെ, ഞങ്ങൾ എറണാകുളത്ത് ഷൂട്ട് ചെയ്യുന്നു. അപ്പൊ എറണാകുളത്ത് അന്നൊക്കെ ഞാൻ എറണാകുളത്ത് ഇങ്ങനെ സ്ഥിരമായി എറണാകുളത്തുണ്ട്. യന്ത്ര മീഡിയ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ശ്യാം സാറിന്റെ ശ്യാം സുന്ദർ, ഹിസ് നോ മോർ, ആളുടെ യന്ത്ര മീഡിയ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ സ്ത്രീജന്മം എന്നൊക്കെ പറയുന്ന ഇഷ്ടംപോലെ ടെലിവിഷൻ പ്രൊഡക്ഷൻസ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ഇവിടെ മിക്കവാറും ഐ വാസ് ഒരു കമ്പനി ആർട്ടിസ്റ്റ് പോലെയായിരുന്നു യന്ത്ര മീഡിയന്റെ. ഓഫ് ആൻഡ് ഓൺ പ്രോജക്ട്സിൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു മേജർ പ്രോജക്റ്റ് സ്ത്രീയാന്ന് തോന്നുന്നു ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളിവിടെ സ്ഥിരമായ ഒരു വീട്ടിലാണ് ഷൂട്ട് വരിക. അപ്പൊ ആ വീട്ടിൽ ഞാനും ഈ പറയുന്ന വേറൊരു വളരെ മേജർ ആയിട്ടുള്ള ഒരു ആക്ട്രസും ഞങ്ങളുടെ കോമ്പിനേഷൻസ് വരിക. അപ്പൊ വി ഗോട്ട് സോ ഫ്രണ്ട്ലി. ഷീസ് നോ മോർ കേട്ടോ, ഈ പറയുന്ന ആക്ട്രസ് ഷീസ് നോ മോർ പോയി. അപ്പം അന്ന് വെന്റ് ഇൻ എ വെരി യങ് ഏജ്. ഓക്കെ, അപ്പം ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്കറിയാം ഇവളുടെ ഫോണിൽ എപ്പോഴും ഒരു കോള് വരും. എന്നിട്ട് അത് ആരാന്ന് ചോദിക്കുമ്പോൾ ഇവള് പറയും ഇത് ഭയങ്കര വേറൊരു ആക്ടറാണ് കേട്ടോ, നമുക്കൊക്കെ അറിയണ ആക്ടറാ. പക്ഷെ ഷീ യൂസ് ടു സേ ദാറ്റ് അയ്യോ ഇത് ഭയങ്കര ഇതാ എന്നെ വിളിച്ചോണ്ടിരിക്കുവാടാ, എനിക്ക് അറിഞ്ഞൂടാ അത് ട്രൂ ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അത് ട്രൂ അല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഐ എം ഹിയറിംഗ് സ്റ്റോറീസ് ദാറ്റ് യുനോ ഹീസ് സ്കാറ്റേർഡ്, എല്ലാവരോടും അങ്ങനെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എനിക്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്ന് അറിയുന്നില്ല. ഐ സെഡ് വെയിറ്റ്, നമുക്കത് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ വളരെ സ്ലോ ആയിട്ട് ഐ ടുക്ക് ഹിസ് നമ്പർ. അന്ന് മാത്രം, ഇപ്പൊ പറ്റില്ല അത്, അന്ന് എന്തോ ഒരു ഹാഷ് ഡയൽ ചെയ്തിട്ട് നമ്പർ, BPL മൊബൈൽ ആയിരുന്നു അന്ന്, ഹാഷ് ഡയൽ ചെയ്തിട്ട് നമ്പർ ഡയൽ ചെയ്താല് നമ്മുടെ നമ്പർ അപ്പുറം പോവില്ല, പ്രൈവറ്റ് നമ്പർ കാണിക്കുള്ളൂ, അൺനോൺ ആയിട്ട് വരും. അങ്ങനെ ഒരു ഓപ്ഷൻ അന്ന് ഉണ്ടായിരുന്നു. എന്തോ ഒരു പെർട്ടിക്കുലർ ഒരു പ്രീഫിക്സ് വെച്ചിട്ട് ഡയൽ ചെയ്താൽ നമ്മുടെ നമ്പർ വോണ്ട് ബി ഷോൺ ദർ. അപ്പൊ അങ്ങനെ ഞാൻ എന്റെ ഫോണിൽ നിന്ന് വിത്തൗട്ട് ഷോയിങ് മൈ നമ്പർ ഡയൽ ചെയ്തിട്ട് ഐ സ്റ്റാർട്ടഡ് സ്പീക്കിംഗ് ടു ഹിം ആൻഡ് ഐ സെഡ് ദാറ്റ് മൈ നെയിം ഇസ് നതാഷ ആൻഡ് ഞാൻ എനിക്ക് ഇല്ലാത്തൊരു പ്രൊഫൈലൊക്കെ പറഞ്ഞു. എൻറ്റയർലി ഐ ക്രിയേറ്റഡ് അനദർ ക്യാരക്ടർ ഫോർ മൈസെൽഫ് എന്നിട്ട് ഐ പ്രസന്റഡ് മൈസെൽഫ് ആസ് സംബഡി എൽസ്. And then I said, I am actually abroad. I have come down for a short span of time. So, ഞാൻ ഇന്ത്യയിൽ കുറച്ച് നാൾ ഉണ്ടാവുള്ളൂ. So, I have like a fan of your movies.
സോ ഐ ബാഡ്ലി വോണ്ട് ടു സീ യു, പ്ലീസ് ക്യാൻ ഐ സീ യു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫാൻ ഗേൾ കളിച്ചു. ഓക്കെ. സോ ഇനിഷ്യലി ഒക്കെ ഹി വാസ് വെരി കൈൻഡ് ഓഫ് ഭയങ്കര സൂക്ഷിച്ചിട്ടൊക്കെ ആയിരുന്നു റെസ്പോൺസ്. പക്ഷെ ഇത് ഭയങ്കര സ്ലോ ആയിട്ട് എടുത്തു. ഒറ്റ ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നമ്മളിത് വി ഡിഡ് നോട്ട് സ്പീഡ് ഇറ്റ് അപ്പ്. ഓരോ ഷെഡ്യൂളിനും എറണാകുളത്ത് വരുമ്പോഴേക്കും ഇത് ഇച്ചിരി ഐ വാസ് ടേക്കിംഗ് ഇറ്റ് ഫോർവേഡ്. അങ്ങനെ സ്ലോലി ഹി സ്റ്റാർട്ടഡ് ഓപ്പണിംഗ് അപ്പ് ടു മീ ആൻഡ് ഹി സ്റ്റാർട്ടഡ് ബിൽഡിംഗ്. യങ് ഏജ് അല്ലേ, ഐ ആം നോട്ട് ഈവൻ ബ്ലേമിംഗ് ഹിം. എല്ലാരും ഒരു യങ്സ്റ്റർ സ്പിരിറ്റിലല്ലേ. അപ്പം he started responding to Natasha. Okay. Finally I took it to a point where idokke she is also coming to know, and a friend actress. So finally we took it to a point where തമ്മിൽ കാണാം എന്ന് പറഞ്ഞു. അങ്ങനെ he said okay കാണാം. അപ്പൊ എന്ത് ഡ്രസ് ഇട്ട് വരും, how will you know me? I said എന്ത് ഡ്രസ് ഇട്ട് you will come, you please wear a turtleneck white t-shirt so that I will recognize you and we will meet in front of BTH. ഞാൻ എന്റെ കാറിലായിരിക്കും വരാം. അപ്പം അന്ന് എനിക്ക് കാറും കൂടി ഇല്ല, ഓർക്കണം. അപ്പം ഞാൻ അവിടെ വരാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രൊജക്ഷൻ ഒക്കെ കൊടുത്തിട്ട് അവസാനം ഞങ്ങൾ രണ്ടുപേരും കൂടെ BTHന്റെ ഫ്രണ്ടിൽ പോയപ്പോ വൈറ്റ് ടേർട്ടിൽ നെക്ക് ടീഷർട്ട് ഒക്കെ ഇട്ടിട്ട് he was coming and waiting there for me. So I said okay fine, ഇനിയിപ്പോ this is not my time to deal, you go deal എന്ന് പറഞ്ഞിട്ട് she went out and probably asked him ആരെ കാത്ത് നിൽക്കുക, ആരെയല്ല ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. And then she came back and told me, I told him like നതാശനെ കാത്ത് നിൽക്കുവല്ലേ, വരില്ല പൊയ്ക്കോ എന്നോ മറ്റോ പറഞ്ഞു എന്ന് പറഞ്ഞു. So that was the prank. പിന്നെ അവര് തമ്മിലുള്ള ഇതും അതോടെ അവിടെ നിന്നു. ഇത് തന്നെയാണ് ഇതിപ്പോ ചേച്ചിയും കഥ പറഞ്ഞപ്പോ എനിക്കിപ്പോ ഓർമ്മ വന്നത്, നമ്മുടെ ബോഡിഗാർഡ് മൂവിയിൽ നയൻതാരയും ചെയ്തത് ഇത്തരത്തിൽ തന്നെയാണ്. അൺനോൺ നമ്പർ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഹാഷ് എന്തൊക്കെയോ ഇതുപോലെ ചേച്ചി പറഞ്ഞ പോലെ സൂത്രങ്ങളൊക്കെയാണ് ചെയ്തത്. അപ്പൊ ചേച്ചി ഒരു കാലത്തിന് മുന്നേ അത് ചേച്ചി ചെയ്തു, നേരത്തെ സഞ്ചരിച്ചു അക്കാര്യം അല്ലേ. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ആ സിനിമയിലൂടെ കാണുന്നത്. എന്തായാലും ഇതൊക്കെ എന്താ പറയാ, ആ ഒരു ഏജില് അതെല്ലാവർക്കും നടക്കുന്ന കുറെ കാര്യങ്ങൾ. എന്തായാലും അങ്ങനെ ചെയ്തത് കൊണ്ട് ആ കുട്ടി മറ്റേ ആക്ടർ ആണെങ്കിലും അവര് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അവരെങ്ങാനും ഇതായി പോയിരുന്നെങ്കിൽ, സീരിയസ് ആയിരുന്നെങ്കിൽ ഓക്കെ അതായിരുന്നു. പക്ഷെ ഇവരൊക്കെ ഇതിന് ശേഷം ഈ പറഞ്ഞ ഇദ്ദേഹത്തിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോഴൊക്കെയും ഇത് ഭയങ്കര ലൈറ്റ് ആയിട്ട് എടുക്കണത്. പ്ലീസ് നോ ഒഫൻസ് മെന്റ് കേട്ടോ, ഞാൻ വെറുതെ പഴയ തമാശ പറഞ്ഞതാ. അതൊക്കെ ഒരു ഏജിന്റെ ഒരു ഇതില് നമ്മളെല്ലാരും ഇപ്പൊ നമ്മൾ അതിരുന്ന് ആലോചിക്കുമ്പോ നമുക്ക് ഫുൾ തമാശയും ചിരിയും കുറെ ചിരിക്കാൻ പറ്റും. അന്നത്തെ കുറെ മണ്ടത്തരങ്ങളും കാണിച്ചു കൂട്ടുന്നൊക്കെ ഏറ്റവും കൂടുതൽ മണ്ടത്തരങ്ങളായിരുന്നു. അതെ, എപ്പോഴും അത് നമ്മൾ ഇപ്പോഴാണ് അത് ഇതിങ്ങനെ ചിരിച്ചോണ്ടിരിക്കും അതൊക്കെ ആലോചിച്ചിട്ട്. ഓക്കെ, ഇനി അടുത്ത പരാതി എന്ന് പറയുന്നത്, ചേച്ചി ഒരു സീരിയലിന്റെ പ്രോജക്റ്റ് അവർ ചേച്ചിയുടെ അടുത്ത് സമീപിച്ചപ്പോ അതിനകത്ത് ചേച്ചിക്ക് സ്കൂട്ടർ ഓടിക്കാനായിട്ട് അറിയണമായിരുന്നു. അവര് ചോദിച്ചപ്പോഴേ ചേച്ചി ആദ്യം പറഞ്ഞു പിന്നെ എനിക്ക് സ്കൂട്ടർ ഓടിക്കാനൊക്കെ അറിയാം. ബിക്കോസ് ആ ക്യാരക്ടർ ചേച്ചിയെ വല്ലാണ്ട് സ്വാധീനിച്ചു. ആ ക്യാരക്ടർ ചേച്ചിക്ക് വേണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ചേച്ചി അവിടെ ഒരു കള്ളം പറഞ്ഞു. ചേച്ചിക്ക് ശരിക്കും യഥാർത്ഥത്തിൽ സ്കൂട്ടർ ഒന്നും ഓടിക്കാൻ അറിയണ്ടായിരുന്നില്ല. പക്ഷെ ചേച്ചി വിചാരിച്ചു പോകെ സമയമുണ്ടല്ലോ, അതിന് ഷൂട്ടിംഗ് തുടങ്ങാൻ സമയമുണ്ടല്ലോ, അതിനുള്ളിൽ സ്കൂട്ടറൊക്കെ പഠിച്ചെടുക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ സംഗീത മോഹൻ അന്നൊന്നും പഠിക്കാനുള്ള സമയമേ കിട്ടിയില്ല. പെട്ടെന്ന് അത് പ്ലാൻ ചെയ്യുന്നതിനെക്കാട്ടിൽ നേരത്തെ ഷൂട്ട് നടക്കുകയും ചെയ്തു. അങ്ങനെ പോയി പെട്ടു അല്ലേ. എന്നിട്ട് അവിടെ നാണം കെട്ടൊരവസ്ഥ ഉണ്ടായി. സ്കൂട്ടർ ഓടിക്കാൻ അറിയേയില്ല, കള്ളത്തരം പറഞ്ഞതിന്റെ ഒരു ചമ്മലും. എന്നിട്ട് ഞാൻ ഓടിച്ചു. എന്നിട്ട് എങ്ങനെ ഓടിച്ചു? എത്ര ദിവസം? എന്നിട്ട് അവസാനം ഒരു സമയം തന്നു പഠിക്കാൻ. ഈ സിറ്റുവേഷൻ എന്താന്ന് വെച്ചാല്, അമ്മയ്ക്ക് 2 വീലേഴ്സ് ഭയങ്കര പേടിയാ. അമ്മ അതുകൊണ്ട് 2 വീലേഴ്സ് സൈക്കിൾ പോലും ഞാൻ ഓടിച്ചിട്ടില്ല ലൈഫില്. അതൊന്നും സമ്മതിച്ചിട്ടില്ല. അച്ഛൻ എങ്ങാനും ഓഫീസിൽ നിന്ന് വൈകുന്നേരം ആരുടെയെങ്കിലും സ്കൂട്ടറിന്റെ പുറകിലിരുന്നോ മറ്റോ വന്ന അന്നത്തെ ദിവസം വഴക്ക. അതുപോലെ അമ്മയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അമ്മയ്ക്ക് ഭയങ്കര അത്തരം കാര്യങ്ങളിൽ ചില പേടിയുണ്ട്, സമ്മതിക്കില്ല. അപ്പം അതുകൊണ്ടാണ് ഇത് പഠിക്കാൻ പറ്റാത്തത്, സൈക്കിൾ പോലും. അപ്പം അമ്മ തന്നെ നോക്കും. അതായത് ഈ ഒരു കാര്യത്തിൽ എനിക്ക് സ്വാതന്ത്ര്യം ഇല്ല. കാരണം ഇങ്ങനെ വരുന്ന സ്കൂട്ടർ ഓടിക്കണം എന്നുള്ള ക്യാരക്ടർ ആണെങ്കിൽ അത് ചെയ്യണ്ട എന്ന് തന്നെ അമ്മ പറയും. അവസാനം ഞാനിത് അമ്മയോട് പറഞ്ഞില്ല. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു പിന്നെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് അമ്മയോട് സ്കൂട്ടറിന്റെ ആസ്പെക്ട് പറഞ്ഞിട്ടുമില്ല, അവരോട് എനിക്ക് അറിയില്ല എന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ഞാൻ ഇത് കയറി കമ്മിറ്റ് ചെയ്യുന്നത്. കമ്മിറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ പഠിക്കാമെന്ന് വിചാരിച്ചു, സമയം കിട്ടിയില്ല, പഠിച്ചില്ല. അവസാനം ചിത്രാഞ്ജലിയുടെ ആ റിസപ്ഷൻ ഏരിയ ഓർമ്മയുണ്ടല്ലോ, 2 സൈഡിൽ നിന്നും ഇങ്ങനെ ഒരു കയറ്റമാണ്. എന്നിട്ട് അവിടെ ഫുൾ ബൈക്ക് പാർക്ക് ചെയ്തിരിക്കും ഫ്രണ്ടില്. അപ്പം എനിക്ക് ഷോട്ട് വെച്ചത് എന്താന്ന് വെച്ചാല്, ഞാൻ ആ കയറ്റത്തിൽ നിന്ന് സ്കൂട്ടർ കയറി വന്ന് ആ റിസപ്ഷനിൽ കൊണ്ടുവന്ന് ആ പോർച്ചിൽ കൊണ്ടുവന്ന് നിർത്തി ഇറങ്ങുന്നു. അത്രയാണ് ഷോട്ട്.
അപ്പൊ ഞാൻ അതിനു മുമ്പ് രാവിലെ 1-2 പ്രാവശ്യം ആ ആർട്ട് ഡയറക്ടറിന്റെ കയ്യിൽ നിന്ന് സ്കൂട്ടർ വാങ്ങിയിട്ട് ചേട്ടാ ഇത് എങ്ങനെയാ എന്താ എന്നൊക്കെ ചോദിച്ച് ഏകദേശമൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ധൈര്യം സമ്മതിക്കണം കേട്ടോ. ഇന്നാണെങ്കിൽ അത് ചെയ്യില്ല ഞാൻ ഒരിക്കലും. എനിക്ക് ധൈര്യമില്ല ഇന്ന്. എന്തോർത്തിട്ടാന്നറിയില്ല. ഐ വാസ് ലൈക്ക് ഓക്കെ, അറിവില്ലായ്മയാണ്, വേറൊന്നുമല്ല. എന്നിട്ട് ആക്ഷൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഈ രാവിലെ 2-3 പ്രാവശ്യമൊക്കെ എന്താ ഏതാന്നൊക്കെ ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അനക്കി പഠിച്ചല്ലോ. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ഇതിട്ട് ആക്സിലറേറ്റർ ഫുൾ കൊടുത്തു. കയറ്റല്ലേ, അപ്പൊ ഫുൾ ആക്സിലറേറ്റർ കൊടുത്താലല്ലേ ഇത് കേറുള്ളൂ. അപ്പൊ അത് കേറാൻ പാകത്തിന് ഞാൻ ഫുൾ ആക്സിലറേറ്റർ കൊടുത്ത് അങ്ങ് കേറി വന്നു കഴിഞ്ഞിട്ട് എന്റെ കൺട്രോളിൽ നിന്നില്ല. ഞാൻ ബ്രേക്ക് പിടിക്കുന്നുണ്ട്, പക്ഷെ പാനിക് ആയതുകൊണ്ട് ആക്സിലറേറ്റർ കുറച്ചിട്ടില്ല. ബ്രേക്ക് പിടിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ നോക്കുമ്പോ അതുകൊണ്ട് ഗുണമില്ല. ബിക്കോസ് ഇത് വിടണ്ടേ, ഇത് വിടുന്നില്ല ഞാൻ, അതോ പിടിച്ചു വെച്ചേക്ക. അങ്ങനെ നേരെ പോയിട്ട് വേറെ ഒന്നും സംഭവിച്ചില്ല. അറ്റത്തിരുന്ന ഒരു ബൈക്കിന് പോയിട്ട് ഇടിച്ചു. പിന്നെ മറ്റേ ചീട്ട് കൊട്ടാരം പോലെ ആയിരുന്നു. ആ ബൈക്ക് അപ്പുറത്തിൽ ഇടിച്ചു, അത് അതിന്റെ അപ്പുറത്തിൽ. ഞാൻ അത്രേ ചെയ്തുള്ളൂ. ഞാൻ ഒരു ബൈക്കിന് അയ്യോ ചേച്ചി പറഞ്ഞപ്പോ ഞാൻ പാവം അത്രേ പറ്റുള്ളൂ, അത്രേ ഉണ്ടായുള്ളൂ. ഇനി അങ്ങനെ അങ്ങ് പോയി. ഓൾമോസ്റ്റ് എല്ലാത്തിന്റെയും റിയർ വ്യൂ മിറർ പോയി. അങ്ങനെയായിരുന്നു അത്. ഇത്രയും ഞാൻ ചെയ്തുള്ളൂ. കിൽക്കത്തില് ചേച്ചി പറയുന്നല്ലേ, വേറെ ഒന്നും ചെയ്തില്ല. അങ്ങനെ സംഭവിച്ചു. അതായിരുന്നു ആ ഇൻസിഡന്റ്. ഈ റിസർച്ച് ചെയ്ത ആളെ എനിക്കൊന്ന് കാണണം കേട്ടോ, ഇന്റർവ്യൂ കഴിയുമ്പോ. കാണിച്ചുതരാം. ഒരു പ്രത്യേക ഉപഹാരം കൊടുക്കാനാ. അല്ല, എന്നിട്ട് ഡയറക്ടർ വഴക്ക് പറഞ്ഞോ? എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം, നായികയല്ലേ, വല്ലതും പറയാൻ പറ്റുമോ, ഇട്ടിട്ട് പോയാലോ. എന്നാലും ചേച്ചിക്ക് എങ്ങനെയാ പെട്ടെന്ന് അതിനുള്ളൊരു കോൺഫിഡൻസ്? ഓക്കെ, അത് ആ പ്രായത്തിൽ വന്നു എന്ന് പറയുന്നവര്, പക്ഷെ ബാലൻസ് എങ്ങനെ കിട്ടി? അതുവരെ സ്കൂട്ടർ ഓടിക്കാൻ അറിയത്തില്ല ഒരാൾക്ക്, എങ്ങനെ ആ ഒരു കേറ്റം കേറാൻ ഒരു ബാലൻസ് എങ്ങനെ കിട്ടി സ്കൂട്ടറിൽ? അന്ന് രാവിലെ മറ്റേ ആർട്ടുകാരുടെ സ്കൂട്ടർ വാങ്ങിട്ട് അങ്ങോട്ട് മര്യാദക്ക് ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചിരുന്നില്ല, എന്ത് വലിയ ഷൂമേക്കറൊക്കെ ആയേനെ. ഒന്നും അറിയാഞ്ഞിട്ട് ഇതങ്ങ് സെക്കൻഡിനുള്ളിൽ ഇത് ചെയ്തു. ഹാഫ് ഡേ കിട്ടി എനിക്ക് അതിനു മുമ്പ്. എന്നാലും ബാലൻസ് എടുക്കാന്ന് പറയുന്നത്, കാരണം സൈക്കിൾ ബാലൻസ് ഇല്ലല്ലോ. അങ്ങനെ ഒരാൾക്ക് അത് എങ്ങനെ കിട്ടിയെന്നുള്ളതാണ് സർപ്രൈസിങ്. അങ്ങനെ ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ കേട്ടോ കുറെ പരാതികളും പരിഭവങ്ങളൊക്കെ ഇത് സത്യാവസ്ഥ ഇങ്ങനെ ഞങ്ങൾ എടുത്തോണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിനിടയിൽ ജ്വാലയ എന്നുള്ള സീരിയലിന്റെ ഇടയിൽ ചേച്ചിക്ക് എന്തോ ശരിക്കും ആക്സിഡന്റ് ഉണ്ടായിന്നെന്തോ കേട്ടിട്ടുണ്ട്. അത് വേറൊരു അഹങ്കാരം കാണിച്ചതാ. അതെന്താ? അത് വീട്ടിൽ നിന്ന് എന്നെ പിക്ക് ചെയ്യാനായിട്ട് രാവിലെ മെഗാബൈറ്റ്സിന്റെ കോൾസ് വന്നു. ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഞാൻ കറക്റ്റ് ആയിട്ട് കയറി. വണ്ടിയിൽ വേറെ ആരും ഇല്ലായിരുന്നു, ഡ്രൈവർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഫ്രണ്ടിലിരുന്നു. ഐ ലൈക്ക് ടു സിറ്റ് ഇൻ ദ ഫ്രണ്ട് സീറ്റ്. അപ്പൊ ഞാൻ കയറി ഫ്രണ്ട് സീറ്റിലിരുന്ന് ഇങ്ങനെ പോവാ. പുലയനാർകോട്ടയാണ് ഷൂട്ട്. അപ്പൊ ഓൾമോസ്റ്റ് ഉള്ളൂരോ മറ്റോ എത്തിയപ്പോഴേക്കും മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്, ചെറുതായിട്ട് ഡ്രിസ്ലിംഗ്, അത്രയേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മുടെ മാധവൻകുട്ടി സാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ട്, ലാൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോ ലാൽ അന്ന് ബൈക്കിൽ സ്ക്രിപ്റ്റ് വാങ്ങിയിട്ട് വരിക ഇവിടുന്ന് ശ്രീവത്സൻ സാറിന്റെ അടുത്തുനിന്ന്. അപ്പൊ സ്ക്രിപ്റ്റ് ഒന്ന് മഷിപ്പേനയിലോ മറ്റോ എഴുതണതല്ലേ, ഇനി മഴ ചാറിയിട്ട് നാശാവണ്ടെന്ന് വെച്ചിട്ട് കറക്റ്റ് അപ്പാന്ന് നമ്മുടെ ക്വാളിസ്, പ്രൊഡക്ഷൻ ക്വാളിസ് എന്നെയും കൊണ്ട് പോകുന്നത് കാണുന്നത്. അപ്പം ലാല് വണ്ടി നിർത്തിയിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ സ്ക്രിപ്റ്റ് ഒന്ന് നനയാതെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞിട്ട് സൈഡ് വിൻഡോയിൽ ഇരിക്കുന്ന എൻ്റെ കയ്യിൽ സ്ക്രിപ്റ്റ് തന്നു. എനിക്ക് ബൈക്ക് എന്ന് വെച്ചാൽ ക്രേസാ അന്നേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പെട്ടെന്ന് ആലോചിച്ചിട്ട് ഡ്രൈവറിനോട് പറഞ്ഞു, ചേട്ടാ വണ്ടിയിൽ സ്ക്രിപ്റ്റ് അങ്ങ് കൊണ്ടുവന്നേക്ക്, ഞാൻ ലാലിന്റെ കൂടെ ബൈക്കിൽ വരാം എന്ന് പറഞ്ഞു. ലാലിന് യെസ് ഓർ നോ പറയാനുള്ള അവസരം പോലും ഞാൻ കൊടുക്കുന്നില്ല. ഞാൻ ചാടിക്കേറി ലാലിന്റെ ബൈക്കിൽ ഇരുന്നിട്ട് പറഞ്ഞു, ലാലെ വിട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ മഴയത്ത് സ്പീഡിൽ ഏകദേശം പോയി ഈ വീട്ടിലോട്ട് എത്തുന്നതിന് മുമ്പ് കുറച്ച് റഫ് ടേണിങ്സ് ഒക്കെയാണ്. അന്ന് അവിടെ റോഡ് പണി നടക്കുന്നു, ഫുൾ ഗട്ടറാണ്. അപ്പോൾ ഒരു സൈഡിൽ ചരല് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്, പണിക്കുള്ള ചരൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് എത്തി, ഒരു ടേണിങ് കഴിഞ്ഞതും നേരെ ഗട്ടറിലേക്കാണ് വണ്ടി പോയത്. അപ്പോൾ സ്കിഡായിട്ട് വണ്ടി അവിടെ വീണു, ലാൽ അതിന്റെ മുന്നിൽ വീണു, ഞാൻ തെറിച്ച് അതിന്റെ മുന്നിൽ പോയി വീണു. എന്നിട്ട് ലാലിന് ആസ്മ പോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് ലൊക്കേഷനിൽ എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാൻ പോയി ലാലിനെ എഴുന്നേപ്പിക്കുമ്പോൾ ലാലിനാകെ ബ്രീത്ത്ലെസ്നെസ്. അപ്പൊ അവിടെ അടുത്തുള്ള ഒരു വീട്ടിൽ തൊട്ടടുത്ത് നമ്മുടെ ലൊക്കേഷൻ ആയി. ജസ്റ്റ് ഒരു തിരിവും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷനായി. അപ്പൊ അവിടെയുള്ള വീട്ടിൽ നിന്നൊക്കെ വന്ന് ഒരു കസേരയൊക്കെ എടുത്ത് ലാലിനെ ഇരുത്തി വെള്ളമൊക്കെ കൊടുത്തു. അപ്പോഴും ഞാൻ ഇങ്ങനെ, ലാലെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇവിടുന്ന് എന്തോ ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്ന പോലെ ഒരു ഫീൽ ഉണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ബ്ലഡാണ്. ലാൽ എന്നെ നോക്കിയിട്ട് ആദ്യം പറഞ്ഞ എന്താ അറിയോ, അയ്യോ കണ്ടിന്യൂറ്റിന്ന്. കാരണം മാധവൻകുട്ടി സാർ ലാലിനെ പറയുള്ളൂ. അങ്ങനെ എന്നിട്ട് അവിടുന്ന് അപ്പത്തേക്കും ആ ക്വാളിസ് അവിടെ എത്തി സ്ക്രിപ്റ്റും കൊണ്ട്. തിരിച്ച് ആ ക്വാളിസിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രണ്ടുപേരും.
പക്ഷെ വേറൊന്നും ഇല്ല, major എനിക്ക് ആയിട്ടൊന്നും ഇവിടെ ഇന്നും ഉണ്ടോ ഇവിടെ അതിന്റെ ഒരു സ്കാറ്? ഇവിടെ ഒരു ചെറിയ സ്റ്റിച്ചിന്റെ സ്കാർ ഇപ്പൊ കാണാനില്ല, പോയി. ഇവിടെ ദാ ഈ ഒരു അടയാളം. അതാണ് ആ പ്രായത്തിലൊരു വല്ലാത്തൊരു തന്റേടും ഒരു വല്ലാത്തൊരു ധൈര്യവും വല്ലാതെ എല്ലാം ഒരു എന്തൊരു റിസ്ക് ആന്ന് പറഞ്ഞാലും അതിനെ അതൊരു ചാലഞ്ച് ആയിട്ട് എടുത്ത് അതിനെ ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ, അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു സ്പിരിറ്റ് ഉള്ള ഒരാളായിരുന്നു. അതായിരുന്നു. ഇങ്ങനെ സ്പിരിറ്റ് ഉള്ള ഒരാളുടെ ഒരു കഥ കൂടെ ഞാൻ പറഞ്ഞു തരട്ടെ, പറയട്ടെ, പൊട്ടിക്കട്ടെ. കോളേജിലുള്ള ഒരാൾക്ക് ഒരു അടി കൊടുത്ത ഒരു സംഭവം കൂടെ ഉണ്ട്. ചേച്ചിയുടെ ഒരു കോളേജിലെ ഒരാൾക്ക് കോളേജ് മേറ്റിന്റെ ചേച്ചി നല്ലൊരു അടി കൊടുത്തു. എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. ഒരുപാട് പേരെ തല്ലിയിട്ടുള്ളോന്ന് ചോദിക്കരുത്. അല്ല അല്ല ഞാൻ ആരെയും തല്ലിയിട്ടില്ല. ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. ആണോ? ആരോ തല്ലുവോ ചേച്ചി, ഇടിക്കുവോ, എന്തോ ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ഓർമ്മയില്ല? ഇല്ല. ഓക്കെ, എന്നാ അത് പോട്ടെ, ചേച്ചിക്ക് ഓർമ്മയില്ല. ഇനിയിപ്പോ ഇന്നത്തെ ദിവസം ചേച്ചി വീട്ടിൽ ചെല്ലും ഇത് തന്നെ ആയിരിക്കും ആലോചിച്ചോണ്ടിരിക്കുന്നത്. നമുക്ക് ആ റിസർച്ച് ടീമിന്റെ അടുത്ത് കുറച്ചും കൂടി ഡിഗ് ചെയ്തെടുക്കാൻ പറയാം ഡീറ്റെയിൽസ് കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഇനി വേറെ ചേച്ചിയുടെ ഒരു എന്താ പറയാ, ഇത്തരത്തിൽ ഇങ്ങനെ സ്മാർട്ട് ആവണതും വളരെ നമ്മൾ എന്താ പറയാ ഷാർപ്പായിട്ടും നമ്മൾ ചില സമയത്ത് വളരെ ക്രിക്കഡ് ആയിട്ട് ഇരിക്കണം എന്നൊക്കെ നമ്മൾ പറയും. കാരണം അത് നമ്മുടെ ലൈഫിൽ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. പ്രത്യേകിച്ചും ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ നമ്മളെ പറ്റിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടാവും. സോക്കോൾ ഇങ്ങനെ പ്രൊഡ്യൂസർ എന്നൊക്കെ പറഞ്ഞു വരുന്ന, നിങ്ങൾ സീരിയൽ ചെയ്തോ, ഞാൻ നിങ്ങൾക്ക് പൈസ തരാം, ഞാൻ ഇതെല്ലാം ചെയ്യാം എന്നും പറഞ്ഞ് ചേച്ചിനെ നന്നായിട്ട് പറ്റിച്ച ഒരു പ്രൊഡ്യൂസർ. ആ പ്രൊഡ്യൂസർക്ക് ചേച്ചി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു മറുപടി കൊടുത്തു. ഓ, എന്തൊരു ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു റിപ്ലൈ ആയിരുന്നു ചേച്ചി അത്. അതും ഇനി ചേച്ചിക്ക് ഓർമ്മയില്ലേ, ഞാൻ പറയണോ, ഫുൾ 6 lakhs rupees ചേച്ചി പോയി എടുത്തു. ഇപ്പൊ ഓർമ്മയുണ്ടോ? ഇതൊക്കെ നിങ്ങൾ എവിടെ നിന്ന്? ഞങ്ങൾക്ക് ഇവിടെ ഒരു സ്കാനിങ് മെഷീൻ ഉണ്ട്. ചേച്ചി അവിടുന്ന് അതിങ്ങനെ കേറി വരുമ്പോ തന്നെ ആ മെഷീൻ ചേച്ചിനെ ഫുൾ ഇങ്ങനെ സ്കാൻ. ഐ എം റിയലി സർപ്രൈസ്ഡ് മാൻ. സീരിയസ്ലി ഇന്റർവ്യൂവിന് വന്ന വർത്തായോ? അത് ഓക്കെ, പക്ഷേ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഇത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഉള്ളതല്ല. അല്ല, ഈ പറഞ്ഞ ഒന്നും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ. എന്നാ ഇനി കഥ പറ. ഇതൊക്കെയാണ് നമ്മുടെ മൈൽഡ് സ്പെഷ്യാലിറ്റി. ഇത് പറയണോ? പറ. ചേച്ചിയുടെ ബ്രില്യൻസ് എല്ലാവരും അറിയട്ടെ. പൈസ കിട്ടാത്ത എത്രയോ ആക്ടേഴ്സ് ഉണ്ട് ഇപ്പോൾ. അവർക്ക് ഇതൊരു പ്രചോദനമാവട്ടെ. കാരണം വേറൊന്നുമല്ല, ചേച്ചിനെ വളരെ ഇതായിട്ട് പറ്റിച്ച ഒരാള് ചേച്ചി പിന്നെയും ചാൻസ് കൊടുത്തു. ചേച്ചി വിശ്വസിച്ചു. അദ്ദേഹം വീണ്ടും ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ അടുത്ത പ്രൊജക്റ്റിലും ചേച്ചി അഭിനയിച്ചു. ആ പ്രൊജക്റ്റിലും ചേച്ചിക്ക് പൈസ തന്നില്ല. എന്നിട്ടും ചേച്ചി അവിടെ വഴക്കോ ഒന്നും ഉണ്ടാക്കിയില്ല. ചേച്ചി വളരെ ബ്രില്യന്റ് ആയിട്ട് പോയി എടുത്ത ഒരു ആക്ഷൻ. ശരി, ഓക്കെ, അത് സൂപ്പർ ആയിട്ട് ചേച്ചി അത് അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ശരി, എനിക്ക് കുറച്ച് എമൗണ്ട് പെൻഡിങ് ഉണ്ടായിരുന്നു, കിട്ടാനുണ്ടായിരുന്നു. അത് എത്ര ചോദിച്ചിട്ടും കിട്ടുന്നില്ല. ചെക്സ് തരുന്നു, കിട്ടുന്നില്ല. ചെക്സ് മാറുന്നില്ല, റിട്ടേൺ ആവുന്നു. ചെക്ക് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കുകയാണ്. പല രീതിയിലും പല വിധത്തിലും ചോദിച്ചിട്ട് ഒരു രീതിയിലും കിട്ടുന്നില്ല. അപ്പോൾ അവസാനം ഞാൻ എന്ത് ചെയ്തു, ഈ പ്രൊഡ്യൂസറിന് അക്കൗണ്ട് ഉള്ള ഒരു ബാങ്ക് ഉണ്ട്. ആ ബാങ്കിലാണ് എല്ലാ ആഴ്ചയും ഏതോ ഒരു പെർട്ടിക്കുലർ ഡേ, ഐ തിങ്ക് ഇറ്റ് വാസ് എ തേഴ്സ്ഡേ, എല്ലാ തേഴ്സ്ഡേയും ചാനലിൽ നിന്ന് അതത് എപ്പിസോഡ്സിന്റെ പൈസ ഓരോ ആഴ്ചയിലെയും ഉള്ള എപ്പിസോഡ്സിന്റെ, അതായത് ഇപ്പം 1,20,000 ആണ് പെർ എപ്പിസോഡ് എന്നുണ്ടെങ്കിൽ 7 into 1,20,000 എത്രയാണോ അത്ര എമൗണ്ട് ആ ആഴ്ച ഡ്രോപ്പ് ആവും. അങ്ങനെയാണ് ചാനലിൽ നിന്ന് എവറി വീക്ക് വരും പൈസ. അപ്പൊ അത് ആ ബ്രാഞ്ചിലാണ് വരിക, ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിലാണ് വരിക. അപ്പൊ അതെനിക്കറിയാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആദ്യം ആ ബ്രാഞ്ചിൽ പോയിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ എനിക്ക് ചെക്ക് ഉണ്ടല്ലോ, ഹി ഹാസ് ഗിവൻ മീ എ ചെക്ക്. അത് എല്ലാ പ്രാവശ്യം ചോദിക്കുമ്പോൾ ചെക്ക് തന്നിട്ടാണല്ലോ നമ്മളെ പറ്റിക്കാന്ന് ഞാൻ പറയില്ല. ഓക്കെ, പൈസ ഇല്ലായിരുന്നു, തന്നില്ല എന്ന് വിചാരിക്കാം, whatever. പക്ഷെ പൈസ ഉണ്ടായിരുന്നു, ചേച്ചിക്ക് തന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ അവിടെ പോയിട്ട് ഇത് പ്രസന്റ് ചെയ്തു. ഞാൻ എന്നിട്ട് അവിടെ പോയിട്ട് കറക്റ്റ് ആയിട്ട് ഈ പൈസ തേഴ്സ്ഡേ വരും എന്ന് എനിക്ക് അറിയാമല്ലോ. അപ്പൊ എനിക്ക് കിട്ടാനുള്ള എമൗണ്ട് മാത്രം ഞാൻ കറക്റ്റായിട്ട് പ്രീവിയസ് പെൻഡിങ് ഉൾപ്പെടെ എഴുതി ഈ ചെക്ക് പ്രസന്റ് ചെയ്യണം എന്ന് വിചാരിക്കണം. പക്ഷെ പ്രോബ്ലം അത് ഞാൻ അവിടെ ചെന്ന് പറയുമ്പോഴാണ് ഞാൻ ബാങ്കിൽ നിന്ന് അറിയുന്നത്, ഈ പൈസ വന്നാൽ ഇമ്മീഡിയറ്റ്ലി അത് ഫോണിൽ നിന്ന് വേറെ പല അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതായത് ഒരിക്കൽ പോലും അത് അവിടെ വന്ന് കിടക്കില്ല, അത് അവൈലബിൾ ബാലൻസ് ആയിട്ട് ഉണ്ടാവില്ല. അത് വരും, അപ്പൊ തന്നെ പോവും. ആള് ഫോണിൽ നിന്ന് അത് ട്രാൻസ്ഫർ ചെയ്ത് മാറ്റിക്കളയും. കാരണം ഒരുപാട് ചെക്സ് കിട്ടാനുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ചെക്ക് അവിടെ വന്ന് കിടക്കുകയാണെങ്കിൽ പൈസ പോകും എന്നുള്ളതുകൊണ്ടാണ്.
അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ നേരത്തെ പോയിട്ട് ചെക്ക് നമ്പർ കൊടുത്തു, എൻ്റെ ചെക്ക് നമ്പർ കൊടുത്തു. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ചെക്ക് റെഡിയാണ്, തേഴ്സ്ഡേ എപ്പോൾ വിളിച്ചാലും വിത്തിൻ 10 minutes ഞാൻ ചെക്ക് പ്രസന്റ് ചെയ്യാം, വിത്തിൻ 10 minutes ഐ വിൽ കം വിത്ത് ദ ചെക്ക്. അപ്പൊ നിങ്ങൾക്ക് അത് ഒഫീഷ്യലി പ്രശ്നമാവില്ല, പക്ഷെ ഇതാണ് എൻ്റെ ചെക്ക് നമ്പർ, പ്ലീസ് ട്രാൻസ്ഫർ ഇറ്റ് ടു ദിസ് ചെക്ക് നമ്പർ ആസ് സൂൺ ആസ് ദ മണി കംസ് എന്ന് പറഞ്ഞു. അപ്പോ ആ തേഴ്സ്ഡേ പൈസ വരുന്നു, അപ്പൊ തന്നെ ഞാൻ കൊടുത്ത ചെക്ക് നമ്പറിലേക്ക് അത് മാറ്റുന്നു. എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ റേസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പ്രിപ്പയർഡ് ആണല്ലോ, ഞാൻ കാർ എടുത്ത് പാഞ്ഞ് ഈ ബ്രാഞ്ചിലോട്ട് വരുന്നു, ചെക്ക് പ്രസന്റ് ചെയ്യുന്നു. അങ്ങനെ അപ്പൊ പുള്ളിക്കാരൻ ഫോണിൽ നിന്ന് മറ്റേ അക്കൗണ്ട്സിലേക്ക് മാറ്റാൻ നോക്കുമ്പോൾ പൈസ വന്നു, പക്ഷെ നോട്ട് അവൈലബിൾ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ലൈക്ക് വാട്ട് ദിസ് മണി. ഇങ്ങനെയാണ് അറ്റ് ടൈംസ് നമ്മൾ ചിലപ്പോൾ നമ്മൾ പറയും ഷ്രൂഡ് ആയിട്ട് ആൾക്കാർ ഇരിക്കരുതെന്ന്, പക്ഷെ അറ്റ് ടൈംസ് നമ്മൾ ഷ്രൂഡ് ആവണം. അങ്ങനെയായിട്ട് ഇരുന്നാൽ മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ നമ്മൾ ഒരാൾ എത്ര നാളെ ചേച്ചി വർക്ക് ചെയ്തതിന്റെ പൈസ ചോദിക്കുന്നത് അല്ലേ, നോട്ട് ദാറ്റ് ഇതൊന്നും അല്ല, ആ വർക്ക് ചെയ്തതിന്റെ പൈസ തരാതെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചേച്ചി അവിടെ ചെയ്തതിനകത്ത് ഒരു തെറ്റുമില്ല. എന്നിട്ട് അദ്ദേഹം ചേച്ചിനെ എങ്ങനെ ഫേസ് ചെയ്തു? ഐ മീൻ അതിനെയാണ് നമ്മൾ പ്രൊഫഷണലിസം എന്ന് വിളിക്കേണ്ടത്, എന്റെ ഭാഗത്തുനിന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും. വി ആർ സ്റ്റിൽ ഫ്രണ്ട്സ്. ചേച്ചി ആ സിറ്റുവേഷൻ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചേച്ചി ഹാൻഡിൽ ചെയ്തത്. വെരി ബ്രില്യന്റ് കേട്ടോ. ചേച്ചി പറഞ്ഞ പോലെ അമ്മയും അച്ഛനും മറ്റേ എന്താ പറയാ അഗ്രികൾച്ചർ ഓഫീസർ ആക്കാൻ ചേച്ചിക്ക് ആ സബ്ജക്റ്റിൽ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അത് പഠിക്കായിരുന്നത്. താല്പര്യമുള്ള വിഷയത്തിങ്ങളിലെല്ലാം ചേച്ചി സൂപ്പർ തന്നെയാണ് അല്ലേ? എഗൈൻ അത് പ്രൂവ് ചെയ്തൊരു കാര്യം തന്നെ. ബ്യൂട്ടിഫുൾ. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് വരാം. ചേച്ചി പരാതികൾ പരിഭവങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. ഈ ഒരു സെഗ്മെന്റ് സമാധാനമായോ? ഈ സെഗ്മെന്റ് കഴിഞ്ഞു. ഓക്കെ, ഇനി ചേച്ചിയുടെ അടുത്ത് വേറൊരു കാര്യം ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, ചേച്ചി ശരിക്കും ഇന്നിപ്പം ഈ ഒരു ഇൻഡസ്ട്രിയിൽ ചേച്ചി ഇപ്പൊ ഈ ഇൻഡസ്ട്രിയിൽ തന്നെ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ഇപ്പൊ ആക്ടിംഗിലില്ല, പക്ഷെ എന്നാലും കോണ്ടന്റ് ക്രിയേറ്റർ ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ, ഇന്നും ഇത്തരത്തില് ആക്ടേഴ്സിന് പേയ്മെന്റ് കിട്ടാതെ വരുന്നുണ്ടോ? വരുന്നുണ്ട്. അത് മെയിൽ ആക്ടർക്കാണെങ്കിലും ഫീമെയിൽ ആക്ടർക്കിലും ആണോ? അതിലൊരു ജെൻഡർ ബയസ് ഒന്നുമല്ല. ഒരുപാടൊന്നും ഞാൻ പറയില്ല കേട്ടോ. ഇപ്പം ഇൻഡസ്ട്രി വളരെ പ്രൊഫഷണൽ ആണ്. ഇപ്പൊ നമ്മുടെ ഇൻഡസ്ട്രി വളരെ പ്രൊഫഷണൽ ആണ് പണ്ടത്തെ അപേക്ഷിച്ച്. കാരണം നൗ വി ഹാവ് എൻ എഫിഷ്യന്റ് ഓർഗനൈസേഷൻ. ഇപ്പം മലയാളം ടെലിവിഷൻ ഫ്രറ്റേണിറ്റി പോലെയുള്ള വളരെ എഫിഷ്യന്റ് ആയിട്ട് കാര്യങ്ങളിൽ ഇടപെട്ട് പരിഹരിക്കുന്ന ഒരു സംഘടന നമുക്കുള്ളതിന്റെ പേരിൽ പല കാര്യങ്ങളും പല വിഷയങ്ങളും ഫേസ് ടു ഫേസ് ചർച്ച ചെയ്ത് പരിഹരിച്ച് തീരും. മാത്രമല്ല അതിലെല്ലാ പ്രൊഡ്യൂസേഴ്സും, എല്ലാം എന്ന് വെച്ചാൽ ഒരു 99.9 പ്രൊഡ്യൂസേഴ്സും സർവ്വ ടെക്നീഷ്യൻസും എല്ലാവരും ഉള്ള ഒരു അംബ്രല്ല ഓർഗനൈസേഷൻ ആണ്. സോ ഇറ്റ്സ് ലൈക്ക് ഒരു ഫാമിലി പോലെയുണ്ട്. അപ്പൊ അതിനകത്തെ പ്രശ്നങ്ങൾ സോൾവ് ആവും. എങ്കിൽ പോലും ഒറ്റയും തെറ്റയുമായിട്ട് ചില പ്രൊഡ്യൂസേഴ്സ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പൈസ ഇല്ല എന്ന് പറഞ്ഞ് കൈമലർത്തി കാണിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. അത് ജെനുവിൻ ആയിട്ടുള്ളതാണോ അതോ ചിലപ്പം അവര് നിസ്സഹായാവസ്ഥ? അതിന്റെ പ്രോബ്ലം ആക്ച്വലി ചാനൽസ് ആണ് കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മൾ ഈ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ കയ്യിൽ അതിന് മാത്രമുള്ളൊരു എമൗണ്ട് ഉണ്ടോ, ഫണ്ട് ഉണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് ഇവരൊരു ലെഗസി ഉള്ള ആളുകളാണോ, ഇവർ സീരിയസ്ലി പ്രൊഡക്ഷൻ ചെയ്യാൻ പ്രൊഫഷണലിസം കാണിക്കുമോ, അതോ നമ്മൾ ഈ ടൂറിസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കുന്ന പോലെ വന്നു ഒന്ന് അറ്റംപ്റ്റ് ചെയ്തു നടന്നില്ല ഇട്ടിട്ട് പോയി എന്ന് പറയുന്ന രീതിയിലുള്ള ആളുകൾ ആവരുത്, ഡിപ്പെൻഡബിൾ ആണോ എന്ന് നോക്കേണ്ടത് ആക്ച്വലി ചാനൽസ് ആണ്. അത് നോക്കിയാൽ തന്നെ ഇതിന്റെ പാതി പ്രോബ്ലം സോൾവ് ആവും. ഇത് ചിലപ്പോൾ സംഭവിക്കുന്ന എന്താന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഫണ്ടറിന്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് പ്രൊഡക്ഷന് വരും. അപ്പം ഇവർക്ക് കിട്ടുന്നതിന്ന് ഇവർക്ക് ഫണ്ടറിന് ബെനിഫിറ്റ് ഉൾപ്പെടെ കൊടുക്കും, ലാഭം ഉൾപ്പെടെ പേ ബാക്ക് എമൗണ്ട് ഉൾപ്പെടെ ഇത് ഫണ്ടറിന് പോവും. പ്ലസ് ഇവിടെ കുറച്ച് എക്സ്പെൻസും കൂടെ എക്സസ് ആയി കഴിഞ്ഞാൽ ഇവർക്കൊന്നും ഇല്ലാത്ത സിറ്റുവേഷൻ ആവും. അങ്ങനെ ബിൽഡപ്പ് ആയി വരുമ്പോഴേക്കും ഒരു ഘട്ടത്തിൽ ഇവർക്ക് പ്രൊഡക്ഷൻ നടത്താൻ പൈസ ഇല്ലാത്ത സിറ്റുവേഷൻ വരും. ബിക്കോസ് മറ്റേ സ്ഥലത്ത് നിന്ന് എടുത്ത എമൗണ്ട് അല്ലേ. അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ചില സ്ഥലത്ത് വരും. അപ്പൊ അത് ആക്ച്വലി ഇനിഷ്യൽ ഫിൽട്രേഷനിൽ തന്നെ പ്രൊഡക്ഷൻ ഹൗസ് ഓക്കെ ആണോ എന്നൊന്ന്, പ്രൊഫഷണൽ ആണോ, എന്താണ് അവരുടെ ഹിസ്റ്ററി എന്നൊന്ന് നോക്കിയാൽ സോൾവ് ആവുന്ന പ്രോബ്ലംസ് ആണ് ഉള്ളത്. പക്ഷെ എന്നിട്ടും ഇത്രയൊക്കെ കീൻ ആയിട്ട് ഒബ്സർവ് ചെയ്ത് നിന്നിട്ടും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഇപ്പോഴും കുറച്ചല്ല, ഒന്നോ രണ്ടോ എന്ന് തന്നെ പറയണം. മെജോറിറ്റി ഭയങ്കര സോർട്ടഡ് ആണ് ഇപ്പൊ നമ്മുടെ ഇൻഡസ്ട്രി. മെജോറിറ്റി സോർട്ടഡ് ആണ്. എല്ലാവരും പ്രൊഫഷണൽ പ്രൊഡ്യൂസേഴ്സ് ആണ്, പ്രശ്നമില്ല. പക്ഷെ ഒന്നോ രണ്ടോ ഇപ്പോഴും എല്ലാത്തിനകത്ത് കരട് പോലെ എന്തെങ്കിലും ഒന്നോ രണ്ടോ കാണുമല്ലോ പേരെന്നുള്ള രീതിയിൽ. ഓക്കെ, എന്നാലും അതൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഇപ്പൊ ചേച്ചിക്ക് ആ ഒരു വോയിസ് ഉള്ളതുകൊണ്ട് തന്നെ അതെല്ലാം വളരെ നീറ്റായിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകുന്നു അല്ലേ? ചേച്ചി ഈ വേറൊന്നും കൂടി ചോദിക്കട്ടെ, ആക്ടിങ് സൈഡിലും ഈ പറയുന്ന പോലെ എന്താ പറയാ
സീനിയർ ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ജൂനിയർ ലെവലിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ഫ്രഷ് ആയിട്ട് വരുന്ന ഒരാൾക്ക് നമുക്ക് വേണ്ട ഒരു സ്പേസ് കിട്ടുന്നില്ല എന്നൊക്കെ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ചേച്ചിയുടെ തന്നെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴാണെങ്കിലും ചേച്ചി പറഞ്ഞു, ചേച്ചി അവിടെ ചേച്ചിയുടെ അത് വായിച്ചു പോലും ആൾക്കാർ നോക്കിയില്ല, മെയിൻ ചാനൽസ് എല്ലാം അവിടെ റിജക്റ്റ് ചെയ്തു. അത് ചേച്ചി പറയുകയും ചെയ്തു, ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം എന്നുള്ളത്. അതേപോലെ തന്നെ വേറൊരു ഇൻസിഡൻറ്റും കൂടെ ചോദിച്ചോട്ടെ. ഇത്തരം നല്ല ചേച്ചി ആത്മാർത്ഥമായിട്ട് എഴുതി കൊണ്ടുവരുന്ന കഥ അത് ഷൂട്ട് ചെയ്തു, ചാനൽ എടുത്തു, ഷൂട്ട് ചെയ്തു കൊണ്ടുപോയി എഡിറ്റിംഗ് ടേബിളിലേക്ക് വന്നു കഴിയുമ്പോൾ മിക്ക എഡിറ്റേഴ്സും ആണുങ്ങൾ തന്നെയാണ്. അവിടെ എഡിറ്ററും ചേച്ചിക്ക് വേണ്ട രീതിയിൽ ചേച്ചി ഫ്ലാഷ് കട്ട്, ഈ പ്രൊമോസിനുള്ള വേണ്ട കാര്യങ്ങൾ, ഹൈലൈറ്റ്സ് വേണ്ടതൊക്കെ ചേച്ചി പറഞ്ഞപ്പോൾ അവിടെ അദ്ദേഹം ചേച്ചിക്ക് വേണ്ടതുപോലെ തരുന്നതേയില്ല. അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കുന്നു. ഇതൊക്കെ ഇതിനിടയിലും സംഭവിക്കുന്ന ഫുൾ ഒരു എന്തോ ഒരു ഈഗോ ആണ്, സം കോംപ്ലക്സ് അല്ലേ? നമ്മളൊരാള് അതാണോ പെണ്ണോ ആയിക്കോട്ടെ. ഞാൻ ആദ്യകാലത്ത് ചെയ്ത ഒരു സീരിയലിൽ എനിക്ക് ഈ ഒരു അനുഭവം ഉണ്ടായി. പക്ഷെ പിന്നെ ഉണ്ടായിട്ടില്ല കേട്ടോ. ആ ഒരൊറ്റ സിറ്റുവേഷനിൽ ഉണ്ടായിട്ടുള്ളൂ. മേ ബി അന്നൊക്കെ ഞാൻ ഫ്രഷർ ആയിരുന്നത് കൊണ്ടായിരിക്കാം. അതായത് ആസ് എ റൈറ്റർ ഞാൻ എസ്റ്റാബ്ലിഷ്ഡ് ആയി വരുന്നേ ഉള്ളൂ. ആ ലെവലിലായതുകൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ ചില പ്രൊമോസ് ഒക്കെ കട്ട് ചെയ്യാനായിട്ട് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊമോ അതിൽ ഈ ഷോർട്സ് വേണം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫോക്കസ് ഉണ്ട്. ആ പ്രൊമോയിൽ കൂടി എന്തുകൊണ്ടാണ് ഏത് ഇമോഷനാണ് ആളുകളെ ഹുക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ഇൻസൈറ്റ് ഉണ്ട്. ഇൻസൈറ്റ് ഇല്ലാതെ വെറുതെ കുറെ ഷോർട്സ് ഇട്ട് ഒരു പ്രൊമോ കട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ പലപ്പോഴും ഞാൻ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല വരിക, ഷോർട്സ് അതായിരിക്കില്ല വരിക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അതായിരിക്കില്ല. അങ്ങനെ വന്ന 1-2 സിറ്റുവേഷനിൽ ഞാൻ ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു ഇതിങ്ങനെയല്ല, നമുക്കത് വേണ്ടത് ഇതാണ് അതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് വളരെ റാഷായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട്. അതായത് എന്നോട് ഇതൊന്നും പറയണ്ട, പ്രൊഡ്യൂസറോട് പറഞ്ഞാൽ മതി, എന്നെ വെച്ചേക്കുന്ന പ്രൊഡ്യൂസറാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല. ഞാൻ നേരെ പ്രൊഡ്യൂസറെ വിളിച്ചിട്ട്, സാർ ഇങ്ങനെയാണ് പ്രശ്നം, എനിക്ക് വേണ്ട കോണ്ടന്റ് ഇതാണ്, ഇത് എൻ്റെ മനസ്സിൽ നിന്നല്ലേ ഇത് വരുന്നത്, അപ്പൊ അത് സപ്പോർട്ട് ചെയ്യാനായിട്ടല്ലേ അവർ നിൽക്കേണ്ടത്, അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുന്നു. പ്രൊഡ്യൂസർ അയാളെ വിളിച്ചു പറയുന്നു, ഞാൻ എന്നാ പിന്നെ ജോലി കളഞ്ഞിട്ട് പോവാന്ന് പറയുന്നു. ഈഗോ ആണ് വർക്ക് ചെയ്യുന്നത്. ഈഗോ ആണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഏതോ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെണ്ണ് എഴുതുന്നത് ഞാൻ എന്നെ പഠിപ്പിക്കാൻ വരുന്നോ എന്നുള്ളൊരു ഈഗോ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും. അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ബോയ്സ് ക്ലബ് റണ്ണിങ് ആണ് ഇത്. ആക്ച്വലി ഒരു മെയിൽ സെൻട്രിക് ആയിട്ടുള്ള സംഭവം ഇവിടെ ഉണ്ട്. അത് ഇപ്പൊ പക്ഷെ എനിക്ക് ഫീൽ ചെയ്യാറില്ല. കാരണം വൺസ് യു ആർ എസ്റ്റാബ്ലിഷ്ഡ്, പിന്നെ അതായത് യു പ്രൂവ് യുവർ മെറ്റൽ, പിന്നെ ചിലപ്പം അവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ടിൽ യു പ്രൂവ് ഭയങ്കര സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. സ്ട്രഗിൾ ചെയ്തിട്ടേ പ്രൂവ് ചെയ്യാൻ പറ്റൂ. പക്ഷെ ഒരു പുരുഷൻ അതല്ല, ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം ഹേർഡിൽസ് ഇല്ല. ഒരു സ്ത്രീ നമ്മുടെ ഇൻഡസ്ട്രിയിൽ എടുക്കാത്ത ഒരു പാത എടുത്ത് അതിൽ പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹേർഡിൽസ് ഉണ്ടാവും. ഹേർഡിൽസ് ചാടി കടന്നിട്ടേ പ്രൂവ് ചെയ്യാൻ പറ്റൂ. ഇറ്റ്സ് നോട്ട് എ പാത്ത് ഓഫ് റോസസ്. ആ ഒരു വ്യത്യാസം ഉണ്ട് ഇപ്പോഴും, ശരിക്കും ഇപ്പോഴും അല്ലേ? അപ്പൊ അതിലൂടെ ചേച്ചി എത്ര സ്ട്രോങ് ആയിട്ട് നിന്നു എന്നുള്ളതാണ്. അവിടെ തളരാതെ വളരെ ബോൾഡ് ആയിട്ട് വളരെ എനിക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. ഈവൻ ഞാൻ കുടുംബവിളക്ക് എഴുതുന്ന സമയത്തും, കുടുംബവിളക്ക് ഞാൻ 100 എപ്പിസോഡ് എഴുതിയുള്ളൂ. അത് ഹൈപ്പിൽ നിൽക്കുന്ന സമയത്ത് എനിക്കതിൽ നിന്ന് മാറേണ്ടി വന്നു. അതും ഇതുപോലെ കുറേ ഇന്റേണൽ പോളിറ്റിക്സ് ഉണ്ടായിരുന്നു അതിന്റെ പിന്നിൽ. ഒരുപാട് ഇന്റേണൽ പോളിറ്റിക്സ് ഉണ്ടായിരുന്നു. അപ്പൊ ആക്ടിംഗ് സൈഡിലും ടെക്നിക്കൽ സൈഡിലും എല്ലാം. ആക്ടിങ്ങിൽ പക്ഷെ എനിക്ക് അത്രയും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല കേട്ടോ. ആക്ടിങ്ങിൽ എനിക്ക് ഈ പറയുന്ന പോലെ പ്രശ്നങ്ങളോ ഇന്റേണൽ പോളിറ്റിക്സോ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. അതെന്താന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഞാനൊരു 8th സ്റ്റാൻഡേർഡിലെ തുടങ്ങി ഒരു 10, 11 അല്ലെങ്കിൽ പ്രീ-ഡിഗ്രി ആവുമ്പോൾ തന്നെ ഐ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് ആൻ ആക്ട്രസ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. പക്ഷെ ചേച്ചിക്ക് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഈ റൈറ്റിംഗ് സൈഡിൽ വന്നപ്പോൾ ചേച്ചി എന്താ പറയാ, ആക്ടിങ് മടുത്തിട്ട് വേണ്ട എന്ന് വിചാരിച്ചിട്ട് റൈറ്റിങ്ങിനെ കൂടുതൽ ഇഷ്ടപ്പെട്ട് വന്നതല്ലേ? അപ്പൊ ഇങ്ങനത്തെ ഒരു ഇൻസിഡൻസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോ ചേച്ചിക്ക് ഇത് വേണ്ടിയിരുന്നില്ല, ഇതിലും ഭേദം ആക്ടിങ് ആയിരുന്നു. അവിടെയാണ് ഞാൻ ഉറപ്പിച്ചത് ഐ വിൽ സ്റ്റിക്ക് ഓൺ വിത്ത് ദിസ്. ഗ്രേറ്റ് ഓഫ് യു ചേച്ചി. എന്തൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോ ബിക്കോസ് അങ്ങനെ നമുക്ക് നമ്മുടെ ടാലന്റിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത് മതി. വൺസ് യു ആർ ടാലന്റഡ് യു വിൽ എങ്ങനെ അത് എക്സ്പ്രസ് ആവും. അത്ര കോൺഫിഡന്റ് ആയിരുന്നു ചേച്ചി. ടാലന്റിൽ യു ഷുഡ് ബിലീവ്. അത് ദൈവം തരുന്നതല്ലേ. ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നില്ല അത് എന്റെ ടാലന്റ് ആണ്, അല്ലെ ഞാൻ ഐ എം ലൈക്ക് ദിസ് എന്നല്ല. സംതിങ് വിച്ച് ഗോഡ് ഹാസ് ഗിവൺ യു, സോ ഹി വിൽ ടേക്ക് കെയർ ഓഫ് യു.
ഓക്കെ. അതാണ് എൻ്റെ ഒരു ബിലീഫ്. എനിക്ക് ആക്ട് ചെയ്യാനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഹി വിൽ ടേക്ക് മീ ത്രൂ ദാറ്റ്. ഇപ്പൊ നൗ ഹി ഈസ് ടെല്ലിങ് മീ ഓക്കെ യു സ്റ്റാർട്ട് റൈറ്റിംഗ്, ഓക്കെ ഹി വിൽ ഗൈഡ് മീ. ഗൈഡ് ചെയ്തോണ്ടിരിക്കുന്നു. സോ അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. അപ്പൊ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇഷ്യൂ തന്നെയാണോ സീതാ കല്യാണത്തിന്റെ ഇടയിലും ഇടയ്ക്ക് വെച്ചതെന്തോ? സീതാ കല്യാണം സിമിലർ ഇഷ്യൂ ആണ്, ഇതൊക്കെ കണക്റ്റഡ് ആണ്. ആണല്ലേ, അതുകൊണ്ടാണ് അതും സ്വിച്ച് ചെയ്ത് മാറിപ്പോയതെല്ലാം. ഇപ്പൊ പക്ഷെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പണ്ടൊക്കെ ചാനൽസിൽ ഉണ്ടായിരുന്ന ഒരു അഴിമതി എന്ന് തന്നെ ഞാൻ പറയാം. ഞാൻ ആ ചാനലിന്റെ പേരൊന്നും ഞാൻ പറയില്ല, പക്ഷെ ഇപ്പൊ അതങ്ങനെ അല്ല താനും. കാരണം ഇപ്പൊ എല്ലായിടത്തും വളരെ പ്രൊഫഷണൽ ആണ്, മാനേജ്മെന്റ്സ് പലതും മാറിയിട്ടുണ്ട്. അതോടുകൂടി മൊത്തത്തിൽ ഒന്നും കൂടെ പ്രൊഫഷണൽ, സോർട്ടഡ്, വിജിലന്റ് ആയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും കുറച്ചു കാലം മുമ്പ് അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇപ്പം ഇഫ് യു വോണ്ട് ടു റൈറ്റ് ഇൻ എ ചാനൽ, നിങ്ങളൊരു 12,000 rupees പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് പേയ്മെന്റ് പറയും. ഈ 12,000 rupees നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകുന്നത് 5,000 ആയിരിക്കും. ബാക്കി വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു വേരിയസ് ലെവൽസ് ഇൻ ദ ചാനൽ സോ ദാറ്റ് ദേ റീറ്റെയിൻ യു ഇൻ റൈറ്റിംഗ്. നിങ്ങൾ ആ റൈറ്റിംഗിൽ ഈ റൈറ്റർ മതി എന്ന് ചാനൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ റീറ്റെയിൻഡ് ആവണമെങ്കിൽ ചേച്ചിയുടെ അടുത്തും അങ്ങനെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടാവണം. അതെ, അത് ഞാൻ ഒരിക്കലും അതാ പറഞ്ഞത്, നിക്കില്ലല്ലോ. അപ്പൊ ഞാൻ ഇപ്പോഴത്തെ കാര്യം അല്ല കേട്ടോ പറയുന്നത്. ഇപ്പം ഭയങ്കര പ്രൊഫഷണൽ ആണ് മിക്കവാറും ചാനൽസ് എല്ലാം. ഭയങ്കര പ്രൊഫഷണൽ ആണ്, സോർട്ടഡ് ആണ്. കാലം മാറുമല്ലേ, അപ്പം പഴയ പോലെ ഒന്നും അല്ല. ഇപ്പൊ പഴയ പോലീസുകാരല്ല ഇപ്പോഴത്തെ പോലീസുകാരെന്ന് പറയുന്ന പോലെ ലോട്ട് ഓഫ് തിങ്സ് ഹാവ് ചേഞ്ച്ഡ്. പക്ഷെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഞാൻ അതെല്ലാം സ്ട്രഗിൾ ചെയ്തിട്ട് വന്ന ഒരാളാ. ഐ ഹാവ് ബീൻ ത്രൂ ദാറ്റ്. ചേച്ചിക്ക് ഇതിനു മുമ്പേ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്കൊരു നോൺ ആയിട്ടുള്ള ഒരു ഫീമെയിൽ ഒരു റൈറ്റേഴ്സ് സീരിയലിൽ ഇല്ല. അപ്പം ചേച്ചിക്ക് ഇങ്ങനത്തെ ഒരു ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് നടക്കുന്നതെന്നും ഒരു പക്ഷെ ആരും പറഞ്ഞ ചേച്ചിക്ക് അറിവുണ്ടാവില്ല. ഇതൊക്കെ ലൈഫിൽ ഇങ്ങനെ വന്നപ്പോഴായിരിക്കും, ഫേസ് ചെയ്തപ്പോഴായിരിക്കും ഈശ്വര ഇങ്ങനെയൊക്കെ ആണോ എന്ന് ചേച്ചി വിചാരിച്ചിട്ടുണ്ടാവുക അല്ലേ? പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇത്തരം കാര്യങ്ങളിലൊക്കെ അച്ഛനും അമ്മയും എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുണ്ട്. ബിക്കോസ് എന്തൊക്കെ ആയാലും ശരി, ഐ കുഡ് ഓൾവേസ് ഗോ ഹോം, ദേ വിൽ അണ്ടർസ്റ്റാൻഡ് മീ എന്നൊരു സംഭവമുണ്ട്. പിന്നെ എൻ്റെ ഫാമിലിയോളം തന്നെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് എൻ്റെ കൂടെ നിന്നിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ എൻ്റെ വെരി ക്ലോസ് റിലേറ്റീവ്സ് ഉണ്ട്. വെരി ക്ലോസ് റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ അമ്മയുടെ സിസ്റ്റേഴ്സ്, ഫാമിലി, മൈ കസിൻ ബ്രദർ എല്ലാം, അങ്ങനെ എല്ലാവരും ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ ഹാവ് ലൈക്ക് ക്ലോസ് 2 friends who are like very close to me. So I always depend on them. അതാ ചേച്ചിക്ക് ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. ഒരുപാടില്ല, അതാണ് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സേ ഇല്ല. ആ ഫ്രണ്ട്സ് എന്ന് പറയാൻ എനിക്ക് രണ്ടേ പേരെ, അങ്ങനെ ഫാമിലി പോലത്തെ ഫ്രണ്ട്സ് എന്ന് പറയാൻ ഐ ജസ്റ്റ് ഹാവ് 2 pillars. പിന്നെ ഐ ഹാവ് somebody who is very close to my heart, who is like my sister. എൻ്റെ ഓൺ സിസ്റ്റർ ഉണ്ട്. അതല്ലാണ്ട് തന്നെ somebody who is like maybe my daughter or my sister, അങ്ങനെ ഞാൻ കൺസിഡർ ചെയ്യണ I have a special friend. You're really blessed. അങ്ങനെ ഒരാൾക്കാരെ sometimes I feel yes, I am really blessed. നമുക്ക് എന്താ പറയാ, ചിലർക്ക് 10-20 കുറേ ഗ്യാങ് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. പക്ഷെ എന്തെങ്കിലും ജെന്യുവൻ ആയിട്ട് നമുക്കൊരു അത്യാവശ്യം ലൈഫിൽ വരുമ്പോൾ വിളിച്ചാൽ വെളിപ്പുറത്ത് ഈ ഫ്രണ്ട്സ് ആരും ഉണ്ടാവില്ല. സോ ഇതിന് പകരം നമുക്ക് 1-2 പേര്, അത് നമ്മൾ എനി ടൈം നമ്മുടെ ഒരു ആവശ്യങ്ങൾക്കുണ്ടെങ്കിൽ എന്താ അല്ലേ, നമ്മുടെ ഒരു ലൈഫിലെ അപ്സ് ആൻഡ് ഡൗൺസിലെല്ലാം നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ പാരന്റ്സിനോടൊപ്പം തന്നെ നമ്മുടെ ഇതുപോലത്തെ നല്ല റിലേഷൻ. നമ്മൾ എന്നെ കുറിച്ച് ആരും പറഞ്ഞാൽ വിശ്വസിക്കാത്തൊരു കാര്യമുണ്ട്. അത് പലപ്പോഴും പലരും ഇങ്ങനെ എന്നെ ഞെട്ടിയിട്ട് ആണോ കണ്ടാ തോന്നില്ലല്ലോ എന്ന് പറയാറുണ്ട്. ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാ. അതെന്താ ഇത്ര സംശയം തോന്നാൻ എല്ലാവർക്കും? The people often look at me when I say that, they are like, "Hey, കണ്ടാ തോന്നില്ലല്ലോ, we thought you were an atheist" എന്ന് പറയാറുണ്ട്. But actually ഞാൻ അങ്ങനെയല്ല. I totally submit myself to God day in day out every moment. അങ്ങനെയാണോ? ഭയങ്കര ദൈവവിശ്വാസി. അപ്പൊ ദൈവ ഭയമുണ്ടോ അതോ? ഇല്ല, ഇറ്റ്സ് ലൈക്ക് നമ്മളിപ്പം അതെല്ലാം അമ്മ പഠിപ്പിച്ചതാണ്. രാവിലെ ഓം ഹരിശ്രീ ഗണപതായ നമഃ അവിഘ്നമസ്തു എഴുതിയിട്ടേ ഞാൻ വർക്ക് തുടങ്ങുള്ളൂ. വാട്ട് എവർ, ഇറ്റ്സ് ബീൻ ലൈക്ക് ദാറ്റ് ഫോർ ഇയേഴ്സ്. സോ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എങ്ങോട്ടെങ്കിലും പോകാൻ ഇറങ്ങിയാലും ഞാൻ പ്രാർത്ഥിച്ചിട്ടേ ഇറങ്ങുള്ളൂ. വീട്ടിൽ ചെന്ന് കയറി ആദ്യം ചെയ്യുന്നത് പ്രാർത്ഥിക്കും. അതായത് പോകുമ്പോ പ്രൊട്ടക്ട് മീ, തിരിച്ചു വരുമ്പോ താങ്ക് യു, ഐ എം ബാക്ക്. ചെയ്യാറുണ്ട്. പിന്നെ
രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുക, ഒരു സന്ധ്യാ പ്രാർത്ഥന, രാവിലെ എഴുന്നേറ്റ് ഉടനെ പ്രാർത്ഥിക്കുക. സോ എന്റെ ഫ്രണ്ട്സ് ചിലപ്പോൾ വീട്ടിൽ വന്ന് നിന്നിട്ട് തിരിച്ച് ഓഫീസിൽ പോകുമ്പോഴേ വീക്കെൻഡ്സ് ഒക്കെ ചിലപ്പോൾ ഫ്രണ്ട്സ് വീട്ടിലുണ്ടാവും. അപ്പൊ അത് കഴിഞ്ഞ് വെന്തേ ഗോ ബാക്ക് ടു ദ ഓഫീസ് എന്നെ ഭയങ്കര അവിടെ ചെന്നിട്ട് ട്രോളും എന്നെ ഓഫീസിൽ. അയ്യോ സംഗീത ചേച്ചിയുടെ വീട്ടിൽ പോയാ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇത് പറഞ്ഞപ്പോഴാണ് ചേച്ചിയുടെ ലൈഫില് ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഫ്രണ്ട്സിന്റെ ഇമ്പോർട്ടൻസും അവരുടെ റോളും കാര്യങ്ങളൊക്കെ ചേച്ചി മെൻഷൻ ചെയ്തു. പക്ഷെ എന്നിരുന്നാൽ പോലും ചേച്ചി ജീവിക്കുന്നതോ അല്ലെ ചേച്ചിയുടെ എല്ലാം എല്ലാം എന്ന് ചേച്ചി തന്നെ ചേച്ചിയുടെ ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്തത് ചേച്ചിയുടെ അച്ഛനും അമ്മയ്ക്കുമാണ്. അവരെന്ന് പറയുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് ചേച്ചി ജീവിക്കുന്നത് തന്നെ, അല്ലേ? അത്ര അറ്റാച്ച്ഡ് ആയിരുന്നു. ഐ വാസ് വെരി അറ്റാച്ച്ഡ് ടു മൈ പേരൻസ്. ഐ സ്റ്റിൽ ആം. ഇപ്പൊ എന്റെ ഈ പറഞ്ഞ എല്ലാ പ്രാർത്ഥനകളുടെയും കൂട്ടത്തില് അവരും കൂടിയുണ്ട്. അതെ, ഞാൻ എപ്പോഴും അവരെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ പറയണം എന്ന് കിട്ടുന്ന അവസരത്തിലെല്ലാം പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, എനിക്ക് എന്തെങ്കിലും എൻ്റെ ബിഹേവിയറിൽ എന്തെങ്കിലും നല്ല എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം ഐ ഹാവ് അച്ചീവ്ഡ്, ഐ ഹാവ് ടേക്കൺ ദാറ്റ് ഫ്രം മൈ പേരൻസ്. എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അത് മുഴുവൻ ഞാൻ സ്വന്തമായിട്ട് അക്വയർ ചെയ്തതാണ്. സോ ദാറ്റ്സ് വൺ റെലവൻറ്റ് പോയിന്റ്. ദേ ഹാവ് ഓൺലി ടോട്ട് മീ ഗുഡ് ആൻഡ് പോസിറ്റീവ്സ്. അതിലെ ചേച്ചിക്ക് അമ്മയോടും അച്ഛനോടും ഒരേപോലെ തന്നെ നല്ല അടുപ്പായിരുന്നു, അല്ലേ? ആയിരുന്നു. അവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ലവ് ബേർഡ്സ് പോലെയായിരുന്നു. ഈ മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഏജിൽ പോലും. അവർ ഓഫീസിൽ നിന്നൊക്കെ വരുമ്പോ പണ്ട് ഒരാള് നേരത്തെ വന്ന് ബസ് ഇറങ്ങിയാല് ദേ വിൽ വെയിറ്റ്. അച്ഛനാണ് ആദ്യം വന്ന് ബസ് ഇറങ്ങുന്നതെങ്കിൽ അമ്മ വരാനായിട്ട് വെയിറ്റ് ചെയ്യും. രണ്ടുപേരും കൂടെ ഒരുമിച്ച് നടന്ന് വീട്ടിലേക്ക് വരാം. ഓ, നിങ്ങൾ അതൊക്കെ കാണുക അറിയാന്നൊക്കെ ചെയ്യുമ്പോഴല്ലേ നിങ്ങൾക്ക് അത് എന്തൊരു നല്ലൊരു ഗുഡ് മെമ്മറീസ്. അതൊക്കെ കാണുമ്പോഴും അതൊക്കെ നമ്മൾ ലൈവായിട്ട് നിങ്ങൾ കാണുക അറിയാ ചെയ്യുമ്പോ അച്ഛന്റെ അമ്മയുടെ ആ ഒരു സ്നേഹം അറിഞ്ഞ് കണ്ടു വളരുന്ന ഒരു കുട്ടിയല്ലേ? ശരിക്കും ആ ഒരു കാര്യത്തിലൊക്കെ ശരിക്കും ലക്കിയാണ്, ശരിക്കും ബ്ലെസ്ഡ്. ഇനി ചേച്ചിയുടെ അടുത്ത് ഒരേ ഒരു കാര്യം കൂടെയാണ് ചോദിക്കാനുള്ളത്. ചേച്ചി ഒരുപാട് കവിതകൾ എഴുതും, ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ചേച്ചി എഴുതുന്നതൊക്കെ കുറിച്ചിടാറുണ്ട്, ഫേസ്ബുക്കിലൂടെയൊക്കെ കാണാറുണ്ട്. ഏറ്റവും വലിയൊരു സന്തോഷം ഇപ്പൊ പറയാൻ പോണത് ചേച്ചി ഇതെല്ലാം കൂടെ ചേർത്ത് ഇപ്പൊ ചേച്ചി പബ്ലിഷ് ചെയ്യാൻ പോവാണെന്ന് കേട്ടു. അതിന്റെ വിശേഷങ്ങൾ കൂടെ പറയും. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്തുകൊണ്ടാ? ബിക്കോസ് ഇത് ഫേസ്ബുക്കിൽ മാത്രം ഞാൻ ഇങ്ങനെ എഴുതി പോണുണ്ടല്ലോ, ഇംഗ്ലീഷ് ആൻഡ് മലയാളം. അപ്പൊ എവിടെയോ എനിക്കിത് മൊത്തം ഒന്ന് ഒരു പുസ്തകം ചേർത്ത് വെക്കണം എന്നൊരു തോന്നല്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ നോക്കാം. അതും ഇതുപോലെ ദൈവത്തിന് വിട്ടു. മെറിറ്റ് വൈസ് ഇഫ് ഇറ്റ് ഇസ് ഗുഡ് ലെറ്റ് ഇറ്റ് ഹാപ്പൻ. ഓക്കെ, അപ്പൊ അതിലെ ഏതാ സെപ്പറേറ്റ് ചെയ്തിട്ടാണോ അതോ മലയാളം വേറെയും ഇംഗ്ലീഷ് വേറെ ആയിട്ടാണോ വരുന്നത്? അപ്പൊ അതിൽ ഏതായിരിക്കും ഫസ്റ്റ് പബ്ലിഷ് ചെയ്യാ? അറിയില്ല, ഞാൻ ഐ എം സ്റ്റിൽ ഓൺ നെഗോഷിയേഷൻ വിത്ത് എ പബ്ലിഷിംഗ് ഹൗസ്. ഓക്കെ, സോ ഹോപ്പ്ഫുള്ളി ഉടനെ ഉണ്ടാവുമോ? ഉടനെ ഉണ്ടാവണം ഇൻ അബൌട്ട് എ ഫ്യൂ മന്ത്സ്. ഓക്കെ, പക്ഷെ ഒരു എഴുത്തുകാരിക്ക് എന്താ കഥയാണെങ്കിലും കവിതയാണെങ്കിലും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എപ്പോഴും എഴുതാൻ ഇതില്ലാത്ത ഏതെങ്കിലും ഒന്ന് അങ്ങനെ ഉണ്ടോ ചേച്ചി? അതോ അങ്ങനെയില്ല. ആക്ച്വലി കഥകൾ ഞാൻ എഴുതിയിട്ടില്ല, ഞാൻ സ്ക്രിപ്റ്റ് ആണ് കൂടുതൽ എഴുതുക. അതായത് ഒരു ഷോർട്ട് സ്റ്റോറി മോഡിൽ എഴുതാനുള്ള ക്രാഫ്റ്റ് എനിക്ക് അത്ര ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് സ്ക്രിപ്റ്റ് ആണ് എഴുതാൻ ഇഷ്ടം. കാരണം ഇറ്റ് ഇസ് എ കോൺവെർസേഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. കോൺവെർസേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് എനിക്ക് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എവിടെന്നെങ്കിലും ഒരു ഇത്തിരി കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അറ്റ് ദ സെയിം ടൈം എനിക്ക് അങ്ങനെ ഒരുപാട് ഈ ടെലിവിഷൻ എന്ന് പറയുന്ന പോലെ വലിച്ചു നീട്ടാനും ഇഷ്ടമല്ല. ഇപ്പൊ തന്നെ നമ്മുടെ സീയിലെ പ്രോജക്ട്സ്, ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന പ്രോജക്ട്സിൽ ഞാൻ റൈറ്റേഴ്സിനോട് പറയുന്ന ഒരു കാര്യം ഡോണ്ട് ഡ്രാഗ് എന്നുള്ളതാണ്. ഒരു സീൻ ആവശ്യമുള്ള കോണ്ടന്റ് മാത്രം മതി. പിന്നെ നമ്മൾ ടൈം കൂട്ടാൻ വേണ്ടി കൂട്ടുകയോ കുറയ്ക്കാൻ വേണ്ടി കുറയ്ക്കുകയോ ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് ഗിവ് ദ റൈറ്റ് ആപ്റ്റ് ഡയലോഗ്സ്, അത്രയും മതി എന്ന് പറയാറ്. അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. കവിത ഇസ് മോർ ഇമോഷണൽ. അത് നമുക്ക് ചില മെന്റൽ എലിവേഷൻസ് അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് വെൻ യു ആർ ഡൗൺ ഓർ യു ആർ ഹാപ്പി, അങ്ങനെയുള്ള ചില മെന്റൽ വൈബ്രേഷൻസിലാണ് നമുക്ക് പോയംസ് എഴുതാൻ തോന്നുക. ദിസ് ഇസ് പ്രൊഫഷണൽ, ദാറ്റ് ഇസ് പേഴ്സണൽ. അത് നമ്മൾ നമ്മുടെ പേഴ്സണൽ പല കാര്യങ്ങളായിട്ടും റിലേറ്റ് ചെയ്യും അല്ലേ? ഓക്കെ, പിന്നെ ഇത്രയും നന്നായിട്ട് തിരക്കഥ എഴുതുന്ന ഒരാൾക്ക് സിനിമയിലേക്ക് വരണമെന്നോ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു തിരക്കഥ എഴുതണമെന്നോ എൻ്റെ ഈ തിരക്കഥയിൽ ഇത്ര സോക്കോൾ ബിഗ് ആക്ടേഴ്സ് വന്ന് അഭിനയിക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും ചേച്ചി ഡ്രീം ചെയ്തിട്ടുണ്ടോ? ഇല്ല, എൻ്റെ ഒരു പ്രധാന പ്രശ്നം എനിക്ക് ഡ്രീംസ് ഇല്ല എന്നുള്ളതാണ്. ഞാൻ ഒരിക്കലും ടെലിവിഷൻ മേഖലയിലേക്കോ അല്ലെങ്കിൽ ഒരു ആക്ട്രസ് ആകണമെന്നോ വിചാരിച്ച ആളല്ല. ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്. എഴുത്തുകാരി ആവണം എന്നുള്ളത് അതും
ഞാൻ ഒരിക്കലും നേരത്തെ പ്ലാൻ ചെയ്തതല്ല. അറ്റ് വൺ പോയിന്റ് ഇത് മതി, ഇനി എഴുതി നോക്കിയാലോ എന്ന് തോന്നി ട്രൈ ചെയ്തു, വർക്ക്ഔട്ട് ആയി. അങ്ങനെയായിരുന്നു. അതുപോലെ തന്നെ എഗെയിൻ ഇനിയിപ്പോ ഇവിടുന്ന് സീയില് ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിലെ ജോലി എന്ന് പറയുന്നതും ഇറ്റ് വാസ് നോട്ട് പ്ലാൻഡ്. ഞാൻ ഒരിക്കലും ജന്മത്തെ വിചാരിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ ഒരു സ്പേസിൽ വന്നിരിക്കുമെന്നോ ഇനി എത്ര നാൾ ഇരിക്കുമെന്നോ ഒന്നും എന്റെ പ്ലാൻസിലില്ല. അപ്പം എവറിത്തിങ് ദാറ്റ് ഹസ് ബീൻ ഹാപ്പനിങ് ഇൻ മൈ ലൈഫ് വാസ് ജസ്റ്റ് ഹാപ്പനിങ് ഓൺ കോഴ്സ്. സോ അതുപോലെ തന്നെ ഇഫ് ഗോഡ് വാണ്ട്സ് മീ ടു മൂവ് അഹെഡ് ആൻഡ് റൈറ്റ് എ സ്ക്രിപ്റ്റ് ഫോർ എ മൂവി സം ഡേ, ലെറ്റ് ഗോഡ് മേക്ക് ഇറ്റ് ഹാപ്പൻ. ആരെങ്കിലും ഇതുവരെയും അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? 1-2 പേരൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എന്റെ ഒരു പ്രോബ്ലം അതാണ്, ഞാൻ അങ്ങനെ എൻതൂസിയാസ്റ്റിക് ആയിട്ട് ലെറ്റ് മീ ഡു ദിസ് അങ്ങനെ ഫയർ വന്നിട്ടില്ല. അപ്പൊ അത് ഉടനെ നെക്സ്റ്റ് ലെവൽ എന്നുള്ളത് ഒരു പക്ഷേ അതിലേക്കായിരിക്കാം. ഇനി ചെയ്യുന്നുള്ള ഒരു സ്റ്റെപ്പ് അഹെഡ് ചിലപ്പോ അതായിരിക്കാം നെക്സ്റ്റ് ലെവൽ. കാരണം ലൈഫിൽ അങ്ങനെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് വർഷങ്ങളായിട്ട് ഇന്റർവ്യൂ ഒന്നും കൊടുക്കാത്ത ഒരു വ്യക്തിത്വമാണിത്. അങ്ങനെ ഞങ്ങൾ ചാക്കിട്ട് ഞങ്ങളുടെ ശാന്തനുവിനാണ് അതിന്റെ ക്രെഡിറ്റ്. അതെ, കംപ്ലീറ്റ് ക്രെഡിറ്റ് ഗോസ് ടു ശാന്തനു. പിടിച്ചു കളഞ്ഞു. ഞാൻ എത്ര നാളെന്നറിയോ ഫോൺ എടുക്കാതിരുന്നു. ഞാൻ ഓരോ പ്രാവശ്യം വിചാരിക്കുന്നതാ ഓക്കെ ഇനി വിളിക്കില്ലായിരിക്കും മാസങ്ങൾ. അതും ഒരേ പേഷ്യൻസില്, ഒട്ടും ഇറിറ്റേറ്റഡ് അല്ല. 10 പ്രാവശ്യം വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുക്കാതെ 11ാമത്തെ പ്രാവശ്യം എടുത്തിട്ട് എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറഞ്ഞാലും ശരി മാം വിളിക്കാം എന്ന് വിളിക്കണം, അന്ന് വിളിക്കാം. ഒരു എക്സ്ക്യൂസും നടന്നില്ല അവന്റെ അടുത്ത്. അതാണ്, അങ്ങനെയാണ് ഞങ്ങളുടെ മൈൽ സ്റ്റോൺ ശാന്തനുവിനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കണത്. ഇങ്ങനെ നിങ്ങളെ പോലത്തെ പിടികിട്ട പുള്ളികളുണ്ടല്ലോ. ഇപ്പൊ അപ്പൂസ് ഈ മാനേജിംഗ് ലെവലൊന്നുമില്ല, അപ്പൂസ് ഫുൾ പ്രോഗ്രാമിംഗ് ഹെഡ് ആയിട്ട് പ്രൊമോഷൻ ലെവലെത്തി മേളിൽ. അല്ലെ അപ്പൂസ് ആയിരുന്നു ഇത്ര നാളും ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ അപ്പൂസ് ഓരോ ഇങ്ങനത്തെ ടാർഗറ്റ് ഉണ്ട്. അപ്പൂസിനെ കൊണ്ട് നടക്കാൻ പറ്റിയിട്ടില്ലാത്ത പിടികിട്ട പുള്ളികൾ നിങ്ങളെ പോലെ കുറച്ചുപേര്, അതൊക്കെയാണ് ശാന്തനു ഒരു ടാർഗറ്റ് കൊടുത്തിരിക്കുക. അവൻ ഇതുവരേക്ക് എത്ര പേര് ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അറിയോ? അവനെല്ലാം സക്സസ്ഫുൾ ആയിട്ട് ഇമോഷണലി അവൻ അവൻ ഇവിടെ കൊണ്ടുവന്നിരിക്കും. കേക്കുന്നുണ്ടോ എന്തോ? എനിവേ അവൻ അങ്ങനെ ചെയ്തത് കൊണ്ട് അതൊക്കെ ഒരുപാട് സന്തോഷം ചേച്ചി. ഇപ്പൊ നമുക്ക് മാത്രല്ല, ചേച്ചിയുടെ വിശേഷങ്ങൾ, ചേച്ചിയുടെ ഇത് എന്താണ് സംഗീത, ആരാണ്, എവിടുന്നാണ്, എങ്ങനെയാണ്, ഇങ്ങനത്തെ ചേച്ചിയുടെ വിശേഷങ്ങൾ ഇതെല്ലാം, കാരണം അത്രയും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നടിയായിരുന്നു. എനിക്കും പറയാനുണ്ട്. കാരണം thanks for giving me an opportunity to open my mind. ഇത്രയും ഞാൻ തുറന്ന് സംസാരിച്ചിട്ടൊക്കെ എത്രയോ നാളായി. എന്നെ ഇപ്പൊ പലരും എവിടെയാണ് എന്താണ് എന്ന് പോലും അറിയുന്നുണ്ടാവില്ല ആരും. അപ്പൊ ആക്ടിങ് ഇല്ലാത്തോണ്ടേ റൈറ്റിംഗും ഇല്ലല്ലോ ഇപ്പൊ. അപ്പൊ അതുകൊണ്ട് മേ ബി ആ ഒരു സൈലൻസ് എനിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റി എന്ന് പറയുന്നതിൽ ഐ എം വെരി ഹാപ്പി. ഇപ്പൊ നമ്മൾ ഇത്രയും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ചേച്ചി ആക്റ്റീവ് ആണോ? ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേഴ്സണലി, അല്ലാണ്ട് ഞാൻ വലിയ റിബല്യസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആക്ടിവിസ്റ്റ് ആവാൻ പോക്കൊന്നും ഇല്ല. പക്ഷെ എന്നാലും നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോഴൊക്കെ പലരും പഴയ ആൾക്കാരുടെയും എല്ലാം ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്ത് ഒരുപാട് ആൾക്കാരുടെ വിശേഷങ്ങളും അവരുടെ ഓരോന്നും കാണുമ്പോഴും ചേച്ചിക്ക് എന്തെങ്കിലും ചേച്ചിയുടെ ഈ ഓൾ ദോസ് ആ ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് അല്ലെങ്കിൽ ലൈഫിൽ അതൊക്കെ ചേച്ചിക്ക് ഇന്നിപ്പോ ചേച്ചി പറയണ്ടേ ഞാൻ അഭിനയിക്കുന്നില്ല, ഞാൻ റൈറ്റിംഗ് ചെയ്യുന്നില്ല എന്നൊക്കെ, അപ്പം അത് എവിടെയെങ്കിലൊക്കെ ചേച്ചിക്ക് മിസ് ചെയ്യുന്നുണ്ട്? റൈറ്റിംഗോ? രണ്ട് കാര്യങ്ങളും. ഇപ്പോ ആക്ടിങ് ഞാൻ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, എനിക്ക് ഏതെങ്കിലും ഒരു ഷോയില് വെറുതെ ഒരു ദിവസമൊക്കെ മാത്രം വന്നു പോകുന്ന ഏതെങ്കിലും ഒരു നല്ല ഗസ്റ്റ് അപ്പിയറൻസ് പോലെ ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന് ഉണ്ട്. അത് വെൻ ദ റൈറ്റ് ടൈം കംസ് അത് ചെയ്യാം. അല്ലാതെ എനിക്ക് കണ്ടിന്യൂ ചെയ്യണ്ട, അതായത് പ്രൊഫഷണലി പെർസ്യൂ ചെയ്യണ്ട, അത് ഞാൻ നോട്ട് ഇൻട്രസ്റ്റഡ്. ഏതെങ്കിലും മൂവീസിലോ ടെലിവിഷൻ സീരീസിലോ ഒക്കെ ജസ്റ്റ് ഒരു ചെറിയ ക്യാരക്ടർ, പക്ഷെ ഒരു ഇമ്പാക്ട്ഫുൾ ക്യാരക്ടർ, അങ്ങനെ ഒരു ക്യാരക്ടർ ചിലപ്പോ ഇൻ ഫ്യൂച്ചർ ഞാൻ ചെയ്തേക്കും. പക്ഷെ സിനിമകളിലാണെങ്കിലും നമ്മള് സീരിയലുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു പോയി. അതിനിടയിൽ ചേച്ചി കുറച്ച് നല്ല സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്. പക്ഷെ എന്നാൽ അതിലേക്ക് കുറെ ഇതിലേക്ക് വന്നില്ല. അഗൈൻ എനിക്ക് ജീവിതത്തിൽ മിസ്സായി പോയൊരു വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തോ മറ്റോ ആണ്. അപ്പം എന്നെ വന്നിട്ട് ഈ മൂവിക്ക് വേണ്ടി വിളിച്ചിരുന്നു. മങ്ക മഹേഷ് ഇല്ലേ, മങ്ക ചേച്ചി അന്ന് ജ്വാലയിൽ എൻ്റെ കൂടെ അഭിനയിക്കുക. അപ്പോൾ മങ്ക ചേച്ചിയാണ് ആദ്യം വിളിക്കുന്നത്. ഷീ വാസ് ഇൻ ദ സെറ്റ് ഓഫ് പഞ്ചാബി ഹൗസ്. സോ ഷീ ടോൾഡ് മീ, സംഗീത ഒരു നല്ല ക്യാരക്ടർ ഉണ്ട്, ഡയറക്ടർ വിളിക്കും. റാഫി മെക്കാട്ടിൻ ആ ടീമായിരുന്നു. പിന്നെ ക്യാമറ വാസ് ഡൺ ബൈ ഐ തിങ്ക് ആനന്ദക്കുട്ടൻ സർ ഓർ സംബഡി. പിന്നെ ഷൺമുഖണ്ണൻ വെറ്ററൻ പ്രൊഡക്ഷൻ കൺട്രോളർ ആയിരുന്നല്ലോ.
പുള്ളിക്കാരൻ ഇവരെല്ലാവരും എന്നെ ആദ്യം അപ്രോച്ച് ചെയ്തു, വിളിച്ചു, അതിലൊരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞു, വീട്ടിൽ വന്നു. വീട്ടിൽ വരുന്നതിന് ടിക്കറ്റ്സ് വരെ റെഡിയാക്കിയിട്ടാണ് വരുന്നത്, ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞിട്ട്. ഒരു ഫ്രഷ് ഫേസ് വേണം അവർക്ക് ഹീറോയിൻ ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞു. മ്യൂട്ടാണ് ഹീറോയിൻ, മ്യൂട്ട് ഹീറോയിൻ്റെ ക്യാരക്ടർ ചെയ്യാമെന്ന് പറഞ്ഞു. സോ എനിക്ക് അന്ന് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അന്നും ഇന്നും തീരെയും ചില സ്ഥലത്ത് വിവരമില്ലായിരുന്നു. സോ ഐ സെഡ് സോറി, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ മൂവീസ്. ആണോ? അങ്ങനെ ഞാൻ പോയില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ആലോചിക്കുന്നു, ദാറ്റ് വാസ് മേ ബി വൺ തിങ് വിച്ച് ഐ മസ്റ്റ് ഹാവ് മെയ്ഡ് എ വെരി റോങ് ടേൺ. ചേച്ചി ഒരു സെക്കൻഡ്, ഞാൻ കുറേ നേരമായി കോൾ വന്നോണ്ടിരിക്കുന്നു. എവിടെയാ കോൾ വരണ? ഒരു കോൾ വന്നോണ്ടേ ഇരിക്കുക, ഒന്നെടുത്തോട്ടെ. എവിടെയാ? ഹലോ, സ്പീക്കറിലാണോ? ഹലോ, ആരായിരുന്നു? ലിസിയാണേ. ലിസി എവിടുന്നാ? ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ്. ഓക്കെ ചേച്ചി, ഞാനൊരു ഇന്റർവ്യൂലാണ് ഇപ്പോ, പിന്നെ വിളിച്ചാ മതിയോ? ആരെ ഇന്റർവ്യൂ ചെയ്യുന്നേ? ഞാൻ സംഗീത ചേച്ചി, സംഗീത മോഹൻ. സംഗീത ചേച്ചിയായിട്ട് ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കായിരുന്നു. ഞാൻ പിന്നെ വിളിച്ചാ മതിയോ? അല്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ടായിരുന്നു രമ്യയോട്. എന്തായിരുന്നു ചേച്ചി? അല്ല, നിങ്ങള് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉള്ളൊരു അവതാരികയല്ലേ? ആണോ? എനിക്കറിയില്ല. ആണോ? ഞാൻ കുറെ ഇന്റർവ്യൂസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളപ്പോഴേ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നതും ചോദിക്കുന്ന ചോദ്യങ്ങളായാലും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ എന്റെ ഒരു പ്രശ്നം പറയണമെന്നുണ്ടായിരുന്നു. എന്താ ചേച്ചി? ഞാൻ ഈ നമ്പർ തപ്പിയെടുത്തിട്ട് വിളിക്കുക രമ്യയെ. എന്റെ വീട്ടില് എന്റെ ഒരു കല്യാണം കഴിച്ചു കൊണ്ടുപോയത് ഒരു ക്രിസ്ത്യൻ ഫാമിലിയിലാണേ. പക്ഷെ ഈ അവിടത്തെ എന്റെ ഭർത്താവിന്റെ പെങ്ങളെ കെട്ടിച്ചൊക്കെ വിട്ടിട്ട് അത്. ചേച്ചി ഇത് മനസ്സിലായോ? ജ്വാലയായിലെ ലിസി ചേച്ചിയാണ് അല്ലേ? അലക്സ് ചേട്ടന്റെ ലിസി ചേച്ചി. ഇവിടെ സോഫി ഉണ്ടോ? കൊടുക്കട്ടെ. ഹലോ, ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോ മനസ്സിലായി. ഹലോ, എന്ത് പറയുന്നു നാത്തോൻ? എന്താണിത്? കൊറേ കാലം ആയല്ലോ കണ്ടിട്ട്. അതെ, കൊറേ കാലായി കണ്ടിട്ട്. എന്തുണ്ട് വിശേഷം? പുതിയ വിശേഷങ്ങള്? സുഖമായിട്ടിരിക്കണോ? ഞാനിപ്പോ സീലല്ലേ, ജോലി, ഓഫീസ്, വീട്. അപ്പൊ കൊച്ചിയിലാണോ ഇപ്പൊ താമസം? കൊച്ചിയില് മൺഡേ ടു ഫ്രൈഡേ ഓഫീസിൽ പോണല്ലോ. അപ്പൊ കൊച്ചിയിലേക്ക് റീലൊക്കേറ്റ് ചെയ്തു. നമ്മള് കൊറേ നാത്തൂമ്പോര് നടത്തിയതല്ലേ? അതെ. ഞാൻ ശബ്ദം കേട്ടപ്പോ ആലോചിച്ചു, ഇതെന്താ അത്, എവിടെയോ ഫെമിലിയർ ആണല്ലോ, ഈ പറഞ്ഞു വരുന്ന കഥയും ഏകദേശം കണക്ട് ചെയ്യുന്നുണ്ടല്ലോ. കൊച്ചിയിലാണോ ഇപ്പൊ താമസം? കൊച്ചിയില്. എല്ലാരും സുഖമായിരിക്കുന്നോ? എല്ലാരും സുഖമായിരിക്കണോ. അമ്മയും അച്ഛനും ഇല്ല. ഞാന് ചേച്ചി കൂടെ ഉണ്ടല്ലേ? ചേച്ചി എറണാകുളത്തുണ്ട്, പക്ഷെ ചേച്ചി പറവൂരാ. അപ്പൊ എനിക്ക് അവിടുന്ന് ഓഫീസിലേക്ക് എത്താൻ ഭയങ്കര ദൂരല്ലേ. രാവിലത്തെ ട്രാഫിക് ഒക്കെ ഓർത്തിട്ട് ഞാൻ ഓഫീസിനടുത്ത് താമസമുണ്ട്. നമ്മളൊക്കെ ഇവിടെ ഉണ്ട്. നല്ല ക്യാരക്ടർ ഒക്കെ വിളിച്ചു തരൂ. അഭിനയം അറിയാവുന്നല്ലേ? യെസ്, ചെയ്യാം. അപ്പൊ ഇനി കൊച്ചിയിൽ വരുമ്പോ നമുക്ക് എന്തായാലും കാണണം. ഞാൻ കൊച്ചിയിൽ തന്നെ ഉണ്ട്, കാണാം. ഉണ്ടല്ലേ? ഞാൻ വരുമ്പോ വിളിക്കാം. അപ്പൊ ഓക്കെ. എങ്ങനെ പോകുന്നു? സുഖമാണല്ലോ? എല്ലാം അടിപൊളിയല്ലേ? അടിപൊളി. ഒരുപാട് മെമ്മറീസ് ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു. സത്യം. ഞങ്ങൾ അതൊക്കെ സംസാരിച്ചു ഇവിടെ. ആണല്ലേ? എന്ത് രസമായിരുന്നല്ലേ? ഗോവേട്ടനും ബിന്ദു ചേച്ചി, രമേശ് ചേട്ടൻ പാവം ഇല്ല. രമേശ് ചേട്ടൻ ഈയിടെ ജ്വാലയന്റെ സിൽവർ ജൂബിലി വന്നിരുന്നു, 25 years. അപ്പൊ അന്ന് മുകുന്ദേട്ടനൊക്കെ കുറച്ച് പോസ്റ്റ് ഇട്ടിരുന്നു, പഴയ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട്. ഞാനത് FB-യിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആണല്ലേ? ഞാൻ കണ്ടില്ല കേട്ടോ. സത്യം കണ്ടില്ല. എനിക്ക് തോന്നുന്നു ഞാൻ മോഡ് എടുത്ത് പോയിട്ടുണ്ടാവും. മൂത്തവൾ ഇവിടെ ഇല്ല, ജോർജിയയിൽ പഠിക്കില്ലേ. അപ്പൊ ഇടയ്ക്ക് ഒന്ന് അവളുടെ അടുത്തോട്ട് പോകും. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ശരി, ഓൾ ദ ബെസ്റ്റ് ടു യു ഓൾസോ. താങ്ക് യു. കാണാം. ഞാൻ കൊടുക്കാം. ഹായ് എമന ചേച്ചി. അതെ, നല്ല കിഡിലായിട്ട് എന്താ പെർഫോം ചെയ്തു കേട്ടോ. സ്വന്തമായിട്ട് തന്നെ തോന്നാറില്ലേ ഞാനൊരു വലിയ സംഭവം? നമ്മൾ പറഞ്ഞപ്പോ ഒരു ഡൗട്ട് അല്ലേ? സെൽഫ് കോൺഫിഡൻസ് വേണം കുട്ടി. അങ്ങനെയല്ല ചേച്ചി, ഇതിപ്പോ പ്രാങ്ക് ആണോ? ഇതെന്താ പറയണേ? ഒന്നുമില്ലല്ലോ, നമ്മൾ ഇന്റർവ്യൂ ചെയ്തോണ്ടിരുന്ന പെട്ടെന്ന് കൊണ്ടു ഫോൺ തന്നില്ലേ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖായിരിക്കുന്നതാ, എല്ലാരും സുഖായിരിക്കുന്നു. ബിഗ് ബോസ് കാണുന്നുണ്ടോ? ഇന്നലെ കണ്ടു ഞാൻ. ആണോ? ശരി.
ആ ശരി ചേച്ചി, അപ്പൊ നമുക്ക് കാണാം കേട്ടോ. സുഖമായിട്ടിരിക്കൂ. ബിഗ് ബോസ് മാത്രം കണ്ടാ പോരാ, ആ ബിഗ് ബോസ് മാത്രം കണ്ടാ പോരെന്ന് സംഗീത മാംഗല്യം ചേച്ചി കാണണം, പറയുന്നു. മാംഗല്യം. മാംഗല്യം ഓക്കെ, ഉറപ്പായിട്ട് ഇനി സീലെ എല്ലാ പ്രോഗ്രാമും കാണാം. യെസ് ഓക്കെ യമുന ചേച്ചി, ശരി കേട്ടോ. താങ്ക് യു, ബൈ. ഓക്കെ സ്ട്രേറ്റ് എന്റെ പ്രോജക്ടിന്റെ സ്ട്രേറ്റ് കോമ്പറ്റീഷൻ. ആ അങ്ങനെ ഞാൻ അത് വെച്ചിട്ടല്ല, യമുന ചേച്ചി ബിഗ് ബോസിൽ പോയിരുന്നു. അപ്പൊ എന്റെ ഒരു പ്രോഗ്രാമിന് അന്ന് ബിഗ് ബോസിൽ നിന്ന് വന്ന വഴിക്ക് പെട്ടിയും സൂട്ട് കേസ് ഒക്കെ ആയിട്ട് നേരെ എന്റെ ഷോയിലേക്ക് വന്ന് അപ്പൊ അത് വെച്ചിട്ടാ ഞാൻ ചേച്ചിയോട് അത് ചോദിക്കാൻ കാരണം. അതുകൊണ്ട് എനിക്കിത് പറയാൻ അവസരം കിട്ടി. യെസ്, അവിടെയാണ് മാർക്കറ്റ് ചെയ്തത് കാര്യങ്ങൾ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ചേച്ചിയുടെ ഭയങ്കര ഇപ്പം ഓഫീസിൽ നിന്നൊക്കെ ഇറങ്ങി വളരെ ടയേർഡ് ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ചേച്ചി അവസാനം ഒന്ന് വന്നു, ഞങ്ങൾക്ക് നല്ലൊരു ഇന്റർവ്യൂ തന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു, പ്ലഷർ വാസ് മൈൻ. നോ ചേച്ചി, ഇറ്റ്സ് അവർ പ്ലഷർ ടു. എന്തായാലും വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. ചേച്ചിയുടെ ഇനിയും നല്ല ഫ്യൂച്ചറിൽ നല്ല നല്ല പ്രൊജക്ടുകളുടെ ഭാഗമാകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു രമ്യ, താങ്ക് യു എവറിബഡി കേട്ടോ.